സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം, നല്ല ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോട് കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. കഴിഞ്ഞ നാളുകളിലൊക്കെ ആസാദി TV എൻ്റെ കഥയിലൂടെ നമ്മൾ കൊണ്ടുവന്ന ജീവിതാനുഭവങ്ങളൊക്കെ അനേകർക്ക് വിശ്വാസവർദ്ധനയ്ക്ക്, ബലത്തിനൊക്കെ കാരണമായി തീർന്നു. ഇന്നത്തെ ഈ സാക്ഷ്യവും സ്വർഗത്തിലെ ദൈവം അപ്രകാരം ഉപയോഗിക്കാൻ പോകുക. ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പരിശുദ്ധ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, അവിടുത്തെ വലിയ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ നീ സഹായിക്കണം, അനുഗ്രഹിക്കണം. അവരായിരിക്കുന്നിടങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിനാൽ അവർ സ്പർശിക്കപ്പെടുവാൻ കൊണ്ട് സഹായിക്കണം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ വാത്സല്യ മകനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. കർത്താവ്, ഞങ്ങൾ അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ബ്ലസ് ചെയ്താട്ടെ, അനുഗ്രഹിച്ചാട്ടെ, വൻകാര്യങ്ങളെ ചെയ്താട്ടെ. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, 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 ആമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നല്ലൊരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നും പ്രിയപ്പെട്ട ഡോക്ടർ സന്ദീപ് സാറാണ്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ സാറിനെ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം സാറേ. കഴിഞ്ഞ ദിവസത്തിലൊക്കെ സാറിൻ്റെ ഒരു ടെസ്റ്റ് മണി ഞങ്ങൾ കണ്ടിരുന്നു. എനിക്ക് സന്തോഷം തോന്നി ആ ടെസ്റ്റ് മണി കണ്ടപ്പോൾ. ആ സമയത്ത് തന്നെ നമ്മുടെ ചാനലിലേക്ക് വിളിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. നന്ദി പറയുക, ഒട്ടും മടി കൂടാതെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിൽ ജോയിൻ ചെയ്തതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. ഞാനും ആസാദി ചാനലില് അങ്ങനെ അത്ര റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ പല വീഡിയോ സജഷൻസും ഒക്കെ ഇങ്ങനെ വന്ന് കാണുകയും സാറിനെ യുനോ അത്ര ആ ഒരു ഡയറക്റ്റായിട്ട് പരിചയപ്പെട്ടില്ലെങ്കിലും സാറ് കരുനാഗപ്പള്ളിക്കാരനാണ് ശരിക്കും, ജനിച്ചോളന്നൊക്കെ എവിടെയാണോ? അതെ അതെ, എന്റെ അമ്മയുടെ സ്ഥലമാണ് കരുനാഗപ്പള്ളി, അച്ഛന്റെ സ്ഥലം മൂവാറ്റുപുഴ, എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ അച്ഛന്റെ സ്ഥലം. ശരി. എന്നാ അമ്മയുടെ സ്ഥലം ഇവിടെ കരുനാഗപ്പള്ളി ഇല്ല. പേരൻസ് വീട് വെച്ച് ഞങ്ങള് ഇപ്പം ഞാനിവിടെ പുതിയതായിട്ട് വീട് വെച്ചതുമല്ല ഇവിടെ കരുനാഗപ്പള്ളിയില സെറ്റിൽ ആയിരിക്കുന്നത്. ഡോക്ടറാണ്, പക്ഷേ ഡോക്ടറാണെന്ന് പറയുമ്പോൾ മനസ്സിന്റെ ഡോക്ടറാണല്ലേ? അതെ അതെ. ദൈവത്തിന് സ്തോത്രം, കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ സാധാരണഗതിയിൽ നമ്മളെ പല സ്ട്രീമിലുള്ള ഡോക്ടേഴ്സ് നമുക്കൊന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മനസ്സുമായിട്ട് ബന്ധത്തിൽ സൈക്കാട്രിക്കൽ ഇഷ്യൂസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നൊരു ഡോക്ടർ ആദ്യമായിട്ടാണ്. എനിക്കൊന്ന് നിങ്ങൾ കുടുംബമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ട്രീമിലാന്ന് തോന്നുന്നല്ലേ? അതെ, സ്ത്രീകള് ഹെൽത്ത് സർവീസില, ഗവൺമെന്റ് സർവീസില, ഗവൺമെന്റ് ഡോക്ടറാ. അതെ, സ്ത്രീകൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല, എന്നാൽ ഗവൺമെന്റ് സർവീസില്. ഓ, സർക്കാർ ഡോക്ടറാണ്. സാറ് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നു അല്ലേ? സൈക്കാട്രിസ്റ്റ്. എന്റെ ക്ലിനിക്ക് ഇവിടെ അടുത്തൊരു പേൾ ഹോസ്പിറ്റലിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻസും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇന്ന് കേൾക്കാനുണ്ട്. പ്രത്യേകിച്ചും എങ്ങനെയാണ് ഒരു സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള, അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ യേശുവിനെ സാക്ഷീകരിക്കുന്നത്, എങ്ങനെയാണ് ജീവിതാനുഭവങ്ങൾ ഇത്തരത്തിൽ വന്നത്, ഇതൊക്കെ നമുക്ക് കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ട്. പരിചയപ്പെടാൻ വേണ്ടി വീട്ടുകാരിയൊക്കെ ഒന്ന് പറഞ്ഞ് തുടങ്ങാം. പ്രത്യേകിച്ചും സാർ ജനിച്ചു വളർന്ന മൂവാറ്റുപുഴ അല്ലേ, കരുനാഗപ്പള്ളി, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സാറിൻ്റെ കുടുംബം, വൈഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഇൻട്രഡക്ഷൻ കിട്ടുമല്ലോ. സന്തോഷമായിരിക്കും. ഞാനിവിടെ ഈ കരുനാഗപ്പള്ളി തന്നെയാണ് ജനിച്ചത്. പിന്നെ ബാല്യകാലം കുറച്ച് ഇവിടെ കരുനാഗപ്പള്ളിയിലും കുറച്ച് മൂവാറ്റുപുഴയിലും ഉണ്ടായിരുന്നു. വെച്ചാൽ അമ്മ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു അമ്മയ്ക്ക് ജോലി. അച്ഛന്റെ ജോലി ഇന്റലിജൻസ് ബ്യൂറോ, സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോ CIB-യിലായിരുന്നു. അപ്പൊ അച്ഛനങ്ങ് സെൻട്രൽ ഗവൺമെന്റിന്റെ എംപ്ലോയി ആയതുകൊണ്ട് ഇന്ത്യ ഒട്ടൊക്കെ പലയിടത്തായിരിക്കും അച്ഛന്റെ ട്രാൻസ്ഫറുകളും കാര്യങ്ങളൊക്കെ. അമ്മ ഇങ്ങനെ അമ്മയുടെ വീട് ഇവിടെ കരുനാഗപ്പള്ളി ആയതുകൊണ്ടും അച്ഛൻ്റെ വീട് മൂവാറ്റുപുഴയിലായതുകൊണ്ടും അവർക്ക് ഇങ്ങനെ 3 വർഷം കൂടുമ്പോഴൊക്കെ ഇങ്ങനെ KCB-യിൽ ട്രാൻസ്ഫർ വരും. അമ്മ സീനിയർ സൂപ്രണ്ടായിട്ടൊക്കെ റിട്ടയർ ചെയ്ത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ട്രാൻസ്ഫർ വരുമ്പോഴത്തേക്കും നോർത്ത് കേരളയിലുള്ള ട്രാൻസ്ഫർ വരുമ്പോഴത്തേക്കും മൂവാറ്റുപുഴ ആ അടുത്തേക്ക് വരും, പിന്നെ ഇങ്ങോട്ട് വരും. അപ്പം അങ്ങനെ എൻ്റെ ബാല്യകാലം ആശാങ്കളരിയൊക്കെ കരുനാഗപ്പള്ളിയിലും കുറച്ചുണ്ടായിരുന്നു, പിന്നെ അവിടെ മൂവാറ്റുപുഴയിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡും പ്രീ പ്രൈമറിയും ഫസ്റ്റ് സ്റ്റാൻഡേർഡും ഒക്കെ അവിടെ മൂവാറ്റുപുഴയിലെ നിർമ്മല ജൂനിയർ സ്കൂളിലാണ് അവിടെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്കും എൻ്റെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്കും
അമ്മയ്ക്ക് ഇങ്ങോട്ട് കരുനാഗപ്പള്ളിക്ക് ട്രാൻസ്ഫർ കിട്ടി. കരുനാഗപ്പള്ളി ഈ അറൗണ്ട് സൗത്ത് കേരളയിലോട്ട് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ അങ്ങനെ രണ്ടാം ക്ലാസ് മുതൽ ഇവിടെ നാട്ടിൽ ഇവിടെ ചവറ ലൂർദ് മാതാ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എനിക്ക് 2 ചേച്ചിമാരാ. മൂത്ത ചേച്ചി ഒരു റേഡിയോളജിസ്റ്റ്, സ്കാനിങ്ങിൻ്റെ ഒക്കെ ഡോക്ടറാണ്. ഇപ്പം അങ്ങ് മസ്കറ്റിലാണ് ഉള്ളത്. രണ്ടാമത്തെ ചേച്ചി ഹൗസ് വൈഫ് തന്നെ, ഇവിടെ അടുത്ത മണപ്പള്ളിയിലാണ് ഉള്ളത്. അവരും മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആയിട്ടിരിക്കുന്നു. എൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ വൈഫ് ഡോക്ടർ ശ്രീകലയുടെ സ്ഥലം ഉളവക്കാട്, അതായത് പന്തളം നൂറനാട് റൂട്ടിലുള്ള ഉളവക്കാടില ശ്രീകല പക്ഷെ പഠിച്ച് വളർന്നതൊക്കെ അങ്ങ് ഛത്തീസ്ഗഡിലായിരുന്നു. ശ്രീകലയുടെ ഫാദർ അവിടെ ബിലായി സ്റ്റീൽ പ്ലാന്റിലായിരുന്നു ആ സമയത്തൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മദർ അവിടെ ഒരു പ്രൈമറി സ്കൂൾ നടത്തുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ശ്രീകല അവിടെ ഛത്തീസ്ഗഡ് വരുന്ന +2 വരെയൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലേക്ക് വരികയും പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ശ്രീകല MBBS പഠിക്കുന്നു. ഞാൻ സ്കൂളിങ് ഇവിടെ ലൂർദ് മാതാ സ്കൂളിൽ, പിന്നെ മാർവിനസ് കോളേജിൽ തിരുവനന്തപുരം, അവിടെ വെച്ചാണ് കർത്താവിനെ കണ്ടുമുട്ടുന്നത്. പിന്നെ പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു ഗവൺമെന്റ് സീറ്റിൽ അന്ന് MBBS ചെയ്ത്. അതിനുശേഷം പിന്നെ സൈക്യാട്രി സ്പെഷ്യലൈസ് ചെയ്യുന്നതൊക്കെ DPM MD ഒക്കെ ചെയ്യുന്നത് CMC വെല്ലൂരായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനുശേഷം ഒരു 3 വർഷം വെല്ലൂരിനോട് ചേർന്ന ഒരു മിഷൻ ഹോസ്പിറ്റൽ, കരിഗിരി മിഷൻ ഹോസ്പിറ്റലിൽ ഒരു 3 വർഷം വർക്ക് ചെയ്തതിനു ശേഷം 2018 ഞങ്ങൾ പ്രളയത്തിൻ്റെയൊക്കെ തൊട്ട് മുമ്പായിട്ട് കേരളത്തിലോട്ട് വന്ന് വീണ്ടും സെറ്റിൽ ചെയ്യാനും അങ്ങനെയൊക്കെ ഇടയായി തീർന്നു. സാറേ, അപ്പം നിങ്ങൾ രണ്ടുപേരും ഡോക്ടേഴ്സ്, അപ്പോൾ വിവാഹശേഷമാണോ വിശ്വാസത്തിലേക്കൊക്കെ വന്നത്, അതോ അതിനു മുമ്പുള്ളൊരു ചരിത്രമാണോ? അതെ, ഞങ്ങൾ രണ്ടുപേരും ആദ്യം കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയത്. അതായിരുന്നല്ലോ ആദാമിന്റെ ഹവ്വയുടെ ഓർഡർ. ആദാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഹവ്വ ഇല്ലായിരുന്നു. ആദ്യം ആദം കർത്താവ് ദൈവത്തെ കണ്ടു. അതിനുശേഷമാണ് ആദാമിനെ ഉറക്കെ കിടത്തിയിട്ട് ദൈവം ഹവ്വയെ വാരിയിൽ നിന്ന് ഉരുവാക്കി. അപ്പോൾ ഹവ്വയെ ആദ്യം കാണുന്നത്, ഹവ്വ വേറൊരിടത്ത് വാരിയിൽ നിന്ന് ഉരുവാക്കപ്പെടുമ്പോൾ ഹവ്വയെ ആദ്യം കാണുന്നത് ദൈവത്തെ. അപ്പൊ ആദ്യം ദൈവത്തെ കണ്ടതിന് ശേഷം ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയത് കൊണ്ട് ഞങ്ങൾ ഇന്നും വളരെ മുപ്പിരിച്ചരുടെ അത് നല്ല റെവലേഷനാണ് സാറ് പറഞ്ഞു. എനിക്കറിയാം സാറ് ചർച്ചിലെ ഒരു എൽഡർ കൂടിയാണ്, ഒരു ബൈബിൾ ടീച്ചർ കൂടിയാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ ഒരു നല്ല അറിവ് ഉള്ള ഒരു ദൈവദാസൻ കൂടിയാണ്. അതിലും സന്തോഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാറിന് ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ പറയാം കേട്ടോ, എനിക്ക് കേൾക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പം ഇടയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇൻട്രപ്റ്റ് ചെയ്യാം. കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുക, അധികം സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ സാറിന് അനുഭവങ്ങൾ പറയാം. ചെറിയ പ്രായം മുതലുള്ള ഒരു ലൈഫ് എക്സ്പീരിയൻസസ് ഒക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതെ സാറേ, ചെറിയ പ്രായം മുതൽ ആദ്യം ആ കുട്ടിക്കാലത്തെ ഒരു വാശിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ഒരു 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് 2ാം ക്ലാസ് വരെ ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഒരു 11ാം റാങ്ക് കിട്ടിയ ഓർമ്മയൊക്കെ എനിക്കുണ്ട് 2ാം ക്ലാസ്സിൽ. ഇവിടെ ചവറ ലൂർദ് മാതാ സ്കൂളിലാണ് പഠിച്ച്. 3ാം ക്ലാസ് എത്തിയപ്പം എൻ്റെ മൂത്ത ചേച്ചി, നെഗറ്റില് 6 വയസ്സ് മൂത്ത ചേച്ചി, ദീപ എന്ന ചേച്ചിയുടെ പേര്. അപ്പം ദീപ ചേച്ചി ഒരു ഭയങ്കര 6 വയസ്സ് മൂത്തത്, 2ാമത്തെ ചേച്ചി 4 വയസ്സ് മൂത്തത്. അപ്പം ഒരു മദർലി അഫെക്ഷനോട് കൂടി എന്നെ ആ 3ാം ക്ലാസ്സിലെ ജൂണിൽ സ്കൂള് തുടങ്ങുമ്പോൾ തന്നെ നമ്മള് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ പഠിക്കാൻ ഭയങ്കര ആവേശമായിരിക്കും. കുറച്ച് കഴിയുമ്പോഴാണ് ആവേശം തണുത്ത് പോകുന്നത്. അപ്പൊ ചേച്ചിയാണെങ്കിൽ അങ്ങനെ പിടിച്ചിരുത്തി കുറച്ചൊന്ന് ഗൈഡ് ചെയ്യാനും പഠിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചൊന്ന് ഗൈഡ് ചെയ്യാനും അങ്ങനെ പഠിപ്പിച്ച് ആദ്യം ഒക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ചിലർ കളിയാക്കുമല്ലോ, ഉപ്പത്തനച്ച് പരപ്പരം തൂക്കും, ഇപ്പം സ്കൂൾ തുറക്കുമ്പോൾ ഉള്ള ഒരു ആവേശം ഉള്ളായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ പക്ഷേ നമ്മളത് ഞാൻ ഓർക്കുവാണെങ്കിൽ അങ്ങനെ ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങുന്നു. അവിടെ സ്കൂളില് എന്തൊരു ചെറിയ മൈ ഹോമോ മൈ ഗാർഡനോ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു കോമ്പസിഷൻ ഒരു വെറോണിക്ക മിസ് ഇപ്പം ഷീസ് നോ ലോങ്ങർ ഷീസ് നോ മോ. അന്നേ മിസ് കുറച്ച് പ്രായമുള്ള ഒരു മിസ്സായിരുന്നു ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ടീച്ചറായിട്ടുള്ള. അപ്പം മിസ്സാണെങ്കിൽ എന്തോ ഒരു കോമ്പസിഷൻ മൈ ഹോം എന്നാണ് എൻ്റെ ഓർമ്മ. അതിനെക്കുറിച്ച് ഒരു കോമ്പസിഷൻ എഴുതാൻ പറഞ്ഞു. നിങ്ങളെ വീട്ടിലെ പേരൻസിനെ കൊണ്ടോ നിങ്ങളുടെ സിസ്റ്റേഴ്സിനെ കൊണ്ടോ ബ്രദേഴ്സിനെ കൊണ്ടോ ഒക്കെ എഴുതിപ്പിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ആയിട്ടുള്ളവരൊക്കെ നമ്മളെ കേൾക്കുന്നുണ്ടായിരിക്കും. അവർക്കൊരു എൻകറേജ്മെന്റ് ആയിട്ടുള്ളൊരു കാര്യം വെച്ചാൽ ഒരു കുഞ്ഞിനെ എങ്ങനെ ഒരു നല്ല പൊട്ടൻഷ്യലിലേക്ക് എൻകറേജ് ചെയ്ത് വിടാം എന്നുള്ളത് ആ ഒരു കാര്യം ഞാൻ എൻ്റെ സ്കൂളിൻ്റെ 25th ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി 25ാമത്തെ വർഷം, അതായത് 2023 1998 SSLC ആയിട്ട് പഠിച്ചിറങ്ങിയത് 2023
ദൈവത്തിന്റെ വലിയൊരു പ്ലാനില് അവര് എന്നെ സ്കൂൾ ആനിവേഴ്സറിയില് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോ അന്ന് ഉദ്ഘാടന പ്രസംഗത്തില് ഈ ഒരു കഥയൊക്കെ ഞാൻ അവിടെ അന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പറയാം. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. LMS ഇനാഗുറൽ സെഷൻ 2023 എന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ അത് ഡോക്ടർ സന്ദീപ് പെരുന്നാപ്പിളിൻ സെർച്ച് ചെയ്ത് അതിനകത്തുണ്ട്. അപ്പോൾ ഈ വെറോണിക്ക മിസ്സിന്റെ കാര്യമൊക്കെ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ ചെറുപ്പകാലം മുതൽ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങി ഒത്തിരി നമ്മൾ പല പേരുകളും മിസ്സായി പോകും. പക്ഷേ എങ്കിലും അപ്പം മിസ്സാണെങ്കിൽ ഇത് പറഞ്ഞു. അപ്പം ചേച്ചിയായിരുന്നു അന്ന് എനിക്ക് ഈ കോമ്പോസിഷൻ എഴുതി തന്നെ. ചേച്ചി എന്തോ ധൃതിയിൽ ചേച്ചി അന്ന് എന്നെക്കാട്ടിൽ 6 വയസ്സ് മുന്ന് പറഞ്ഞു. ചേച്ചി 9ാം ക്ലാസ് പഠിക്കുന്നു. അപ്പം മിസ്സ് ബാക്കി എല്ലാവരുടെയും ഇതിൽ നിന്നും ഇത് എൻ്റെ ഈ ഒരു കോമ്പോസിഷൻ വളരെ ഇഷ്ടപ്പെടുകയും അത് അപ്രീഷിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ എന്നെ അങ്ങ് പഠിക്കാൻ പിന്നെ അങ്ങ് പ്രചോദിപ്പിച്ചു. അപ്പം ഞാനങ്ങ് അതുവരെ ഞാൻ വളരെ ബിലോ ആവറേജ് ആയിരുന്നു. 2ാം ക്ലാസ് വരെ ബിലോ ആവറേജ് ആയിരുന്നു. ഞാൻ 3ാം ക്ലാസ് ആയപ്പോഴത്തേക്കും ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ തുടങ്ങി. കോമൺ റാങ്കിൽ സ്കൂളിൽ സെക്കൻഡ് ആയിരുന്നു. 4ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് സ്കൂളിൽ എൻ്റെ ഫസ്റ്റ് ആയി. അങ്ങനെ ഒരു പഠിത്തം അങ്ങനെയൊക്കെ ആയിട്ട് പഠിത്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പാഷനായിട്ട്. എന്നാൽ അതിൻ്റെ കൂടെ ഈ ഒരു പത്രം, പടം വരപ്പ്, ചിത്രരചന, പെയിന്റിങ്, ഡ്രോയിങ് അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കുറച്ച് എഴുതും, വായിക്കും. അപ്പം 3ാം ക്ലാസ് മുതൽ തന്നെ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ആത്മീയ വശങ്ങൾ പറയുമ്പം 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സാധാരണ എല്ലാവരും 3ാം ക്ലാസ്സിൽ ബാലരമയും പൂമ്പാറ്റയൊക്കെ വായിച്ചു കിടക്കുന്ന പ്രായത്തിൽ ഞാനും അതൊക്കെ വായിച്ചെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഈ വിവേകാനന്ദന്റെ പുസ്തകങ്ങള് അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിക്കാനൊക്കെ തുടങ്ങി. അപ്പം ഇങ്ങനെ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ചിന്തകളും കാര്യങ്ങളും ഒക്കെയും അപ്പം അങ്ങനെ ഒരു ദൈവോന്മുഖമായിട്ടുള്ള ചിന്ത. അപ്പം ഇങ്ങനെ ഏറ്റവും നന്നായിട്ട് പഠിക്കാനൊക്കെ വേണ്ടി നമ്മളെ ദൈവഭക്തി, മോറൽ സയൻസ്, അപ്പം അമ്പലഭക്തി, അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അല്ലെങ്കിൽ തന്നെ എൻ്റെ ചേച്ചിമാരും എല്ലാവരുമായിട്ട് ഞങ്ങൾ ഈ ലൂർദ് മാതാ സ്കൂളിലേക്ക് പോകുമ്പം അവിടെ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടെ ഒരു ഈ സ്കൂളുകാർക്കായിട്ട് ഞങ്ങളുടെ അവിടുന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു ഈ ചെറയിലോട്ട് സ്കൂളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഒരു KSRTC ഓർഡിനറി ബസ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു. അപ്പം ഈ കോലത്തോട്ടം ബസ് എന്ന് ഞങ്ങൾ പറയും. ബസ്സിലേക്ക് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ആ വഴിയിൽ തന്നെ അമ്പലങ്ങളിലൊക്കെ കയറി വളരെ ഭക്തിപൂർവ്വം ചന്ദനക്കുറിയൊക്കെ തൊട്ട് വളരെ ഭയഭക്തിയോടാണ് സ്കൂളിലൊക്കെ പഠിക്കാനൊക്കെ പോകുന്നതും. അപ്പം അതുപോലെ ഒരു അമ്പലഭക്തനായിരുന്നു. അമ്പലഭക്തൻ എന്ന് പറയുമ്പം എനിക്കാണെങ്കിൽ ആ ഒരു എൻ്റെ വീട്ടിൽ തന്നെ ഈ എന്താണ് പറയുക, വിഗ്രഹങ്ങളൊക്കെ അലങ്കരിച്ച് വെക്കുകയും വിളക്ക് കത്തിക്കുകയും അതുപോലെയൊക്കെയുള്ള ഭയങ്കര കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രാവിലെ എഴുന്നേക്കും, വിഷ്ണു സഹസ്രനാമം ജപിക്കും, വൈകിട്ട് ലളിത സഹസ്രനാമം ജപിക്കും. സ്കൂളിൽ പോകുന്ന വഴി തന്നെ 2 അമ്പലങ്ങളിലൂടെങ്കിലും കയറി വിഗ്രഹങ്ങളൊക്കെ വണങ്ങി ആ അമ്പലത്തിലെ ചന്ദനക്കുറിയൊക്കെ തൊട്ട് വളരെ ഭക്തിയോടായിരിക്കും സ്കൂളിലോട്ട് ചെല്ലുന്നത്. സ്കൂളിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നു, എല്ലാവരുടെയും കണ്ണിലുണ്ണി, ഫസ്റ്റ് റാങ്കും കാര്യങ്ങളും ഒക്കെ. 10ാം ക്ലാസ് വരെയും ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഞാൻ എൻ്റെ ഇതിനു മുമ്പ് സാക്ഷ്യങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ കർത്താവിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, സെക്കൻഡ് പ്രീ ഡിഗ്രി അവസാനിക്കാറുന്ന സമയത്ത് തിരുവനന്തപുരത്ത് മാറുവാനെ ശ്രമിച്ചു. പക്ഷെ അതിന്റെ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് ഈ ഒരു സ്കൂൾ കാലഘട്ടം മുതലേ ഉണ്ടായിരുന്നു. സ്കൂളിൽ അപ്പം കാത്തലിക് സ്കൂളിലൊക്കെ ആയതുകൊണ്ട് എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ വചനങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നതും ഒക്കെ കാണും. ദ പ്യൂർ ഇൻ ഹാർട്ട് വിൽ സീ ഗോഡ് എന്നായിരുന്നു ഞങ്ങളുടെ സ്കൂളിന്റെ മോട്ടോ. പക്ഷെ അത് മത്തായി 5:8 എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോഴേ ഇത് ദൈവത്തിന്റെ വചനം എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. പിന്നെ അങ്ങനെ ദേ ഷാൽ ബി ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിംഗ് എന്നായിരുന്നു ഞങ്ങളുടെ സ്കൂൾ പ്രെയർ സോങ്. അപ്പോഴും അതൊരു അങ്ങനെ ഒരു ക്രിസ്ത്യൻ സോങ് നമുക്ക് അതിന്റെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹങ്ങൾ. പക്ഷെ അത് ആ പ്രാർത്ഥന നമ്മൾ അത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം ആ ഒരു ഷവേഴ്സ് ബ്ലെസ്സിംഗ് കർത്താവ് ജീവിതത്തിൽ ചൊരിഞ്ഞ കാര്യങ്ങൾ ദൈവം കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അപ്പൊ അങ്ങനെ സ്കൂളിൽ തന്നെ ഈ വചനങ്ങളൊക്കെ കാണുമ്പോഴേക്കും എനിക്ക് കർത്താവിലേക്ക് ഒരു ആകർഷണമുണ്ട്. കർത്താവ് പറയുന്ന യോഹന്നാൻ 6ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ടല്ലേ, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കില്ല. അപ്പം ദൈവം പല രീതിയിലൂടെ കർത്താവിന്റെ ആ ഒരു സ്നേഹത്തിലേക്ക്, ഞാൻ ഈ വലിയ ഹൈന്ദവ ആധ്യാത്മികതയും പിന്നെ അതിൻ്റെ കൂടെ ഭഗവത്ഗീതയൊക്കെ വായിക്കാൻ തുടങ്ങുന്നു. വിവേകാനന്ദന്റെ ഈ പുസ്തകങ്ങളും അമൃതാനന്ദമയോടുള്ള ഒരു ഭക്തി. ഞാൻ ഇവിടെ കരുനാഗപ്പള്ളി ഇവിടെ അടുത്ത അമൃതാനന്ദമായി, അപ്പോൾ മാതൃവാണി എന്നുള്ള പ്രസിദ്ധീകരണം, അതിനോടുള്ള ഒരു ഭക്തിയും ചായവും കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള പല കാര്യങ്ങളൊക്കെ വായിക്കുകയും എഴുതുകയും അങ്ങനെ ഈ കവിതാരചന, ഈ യൂത്ത് ഫെസ്റ്റിലൊക്കെ കഥാരചന അങ്ങനെയൊക്കെ പോയി അങ്ങ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കവിതാരചന അങ്ങ് ഫസ്റ്റ് കിട്ടും. സ്റ്റേറ്റ് ലെവലിൽ പോയി. സ്റ്റേറ്റ് ലെവലിൽ ആ 10ാം ക്ലാസ് വെച്ച് A ഗ്രേഡിൽ 3rd പ്ലേസ് ഒക്കെ കിട്ടിയായിരുന്നു കവിതാരചനയ്ക്ക്. അപ്പൊ അങ്ങനെ ആ ഒരു സാഹിത്യപരമായിട്ടുള്ള ഒരു ആഭിമുഖ്യം, പഠിത്തത്തില് വലിയ കാര്യം, ടീച്ചേഴ്സിനെല്ലാം വലിയ കാര്യം. അപ്പൊ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ
ഈ ഓരോ വാക്യങ്ങൾ എന്നെ ടച്ച് ചെയ്തിട്ടുള്ള പല വാക്യങ്ങളുണ്ട്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു മത്തായി 11:28 വാക്യത്തില് കർത്താവ് പറയുന്നുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വാക്യങ്ങള് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വേറെ എവിടെ ഇത്രയും സിമ്പിൾ ആയിട്ട് ആ ഒരു ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. പിന്നെ നോക്കുമ്പം കർത്താവ് പറയുന്നു, ലൂക്കോസ് 6:27-28 പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ബാക്കി ബാക്കി എവിടെയും നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള വളരെ സിമ്പിളാ എന്നാൽ വളരെ ആഴത്തില് പ്രൊഫൗണ്ട് ആയിട്ടുള്ള നമ്മുടെ ഹൃദയത്തിൽ തറച്ചിറങ്ങുന്ന തരത്തിലുള്ള വാക്കുകൾ. ശത്രുക്കളെ സ്നേഹിക്കുവിൻ എന്ന് പറയുന്നു, തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങൾ യേശുവിലേക്ക് നമുക്കൊരു ആകർഷണം വെച്ചാൽ കർത്താവിന്റെ കർത്താവിന്റെ വചനങ്ങളും കാര്യങ്ങളും ഒക്കെ എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുമ്പം അത് നമുക്കത് വലിയൊരു ആകർഷണമായിട്ട് തോന്നും. അപ്പൊ ഈ സ്കൂളിൽ തന്നെ ഈ സ്നേഹസേന എന്ന് പറഞ്ഞ എന്തോ ഒരു ചെറിയ ക്രിസ്ത്യൻ പതിപ്പൊക്കെ കിട്ടുമ്പോൾ ബാക്കിയുള്ള സ്റ്റുഡൻസ് ഒക്കെ ചിലപ്പോൾ അവർക്ക് അത് അത് പിടിച്ചിരിക്കുന്നതൊക്കെ കേൾക്കാറുണ്ട്. പക്ഷെ നമ്മളത് വലിയ കാര്യത്തെ അതെല്ലാം വായിക്കുകയും അത് ഒരക്ഷരം കൂടെ അക്ഷരം പോകാതെ ആദ്യാവസാനം വായിക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ ആ ഒരു ദൈവം തരുന്ന ചെറിയ ചെറിയ വെളിച്ചത്തോടൊക്കെ അങ്ങനെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാനും പ്രതികരിക്കാനൊക്കെ കർത്താവ് സഹായിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ പക്ഷെ അപ്പം എനിക്ക് എന്നിൽ തന്നെ ആ ഒരു എന്നെ കുറിച്ച് തന്നെ എനിക്ക് ഭയങ്കര മതിപ്പാ. പക്ഷേ നമുക്ക് ഈ നമ്മളിൽ തന്നെ ഒരു ഒന്നുമില്ല, ഒരു സീറോ ആണെന്നുള്ളൊരു ലെവലിലേക്ക് വന്നാലല്ലേ കർത്താവിന് തന്നെ വെളിപ്പെടുത്താനൊക്കെ ഉള്ളൂ. ജ്ഞാനികളെയും വിവേകികളെയൊക്കെ മറച്ചു വെച്ചിട്ട് ഇതെല്ലാം ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണെന്ന് കർത്താവ് മത്തായി 11:25 പറയുന്നത്. അപ്പൊ എന്നെ ആ ഒരു ശിശുവിന്റെ ഒരു താഴ്മയിലേക്കൊക്കെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി ദൈവം തന്നെ ചില ഉടയ്ക്കുന്ന ചില സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ സ്കൂളിലൊക്കെ ഇങ്ങനെ ഫസ്റ്റ് ഒക്കെ വാങ്ങിച്ച് 7ാം ക്ലാസ്സിലൊരു തേർഡ് മിഡ് ടേമിന് 2 മാർക്ക് കുറവിന് ഒരു തേർഡ് റാങ്ക് ആയി പോയത് ഒഴിച്ചാൽ 10ാം ക്ലാസ് മോഡൽ പരീക്ഷ വരെയും ഫസ്റ്റ് റാങ്കാ. അപ്പൊ അന്ന് ഈ SSLCക്ക് ആണെങ്കിലും ആദ്യത്തെ 15 റാങ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ അതിന് മുമ്പുള്ള അത്രയും വർഷങ്ങളും പിന്നെ എന്റെ വർഷം കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളിലും എല്ലാം SSLCക്ക് 15 റാങ്ക് കാണും. അപ്പം ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്കാണ് റാങ്ക് പ്രതീക്ഷ. അപ്പം നമ്മളാണെങ്കിൽ ആദ്യത്തെ 15 പോലെ ആദ്യത്തെ 3 തന്നെ റാങ്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾ പഠിക്കുന്നു, അതുപോലെ മാർക്ക് വാങ്ങിക്കുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു. 10ാം ക്ലാസ്സിൽ മോഡൽ പരീക്ഷ വരെയും ഫസ്റ്റ് റാങ്ക്. 10ാം ക്ലാസ്സിലെ SSLCയുടെ മാർക്ക് വരുമ്പം ഞാനൊരു 580, 600-ല് 580-ന് മേലെയൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ എനിക്ക് കിട്ടിയത് 550, 550. അത് ഭയങ്കര ഒരു ഷാറ്ററിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നുവെച്ചാൽ ഞാൻ സ്കൂളിൽ തന്നെ ഒരു 6-മതോ 7-മതോ കൊണ്ടായിപ്പോയി. അത് അത് അത്രമാത്രം നമ്മള് ഇതുപോലൊക്കെ എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് റിവല്യൂഷൻ അതും മാർക്കൊന്നും കൂടിയില്ല എന്നുള്ളത് എനിക്കൊരു അത്ഭുതം തോന്നുന്ന കാര്യം. മേ ബി എന്തെങ്കിലും പേപ്പർ മിസ്സായി പോയതാണോ, എന്തോ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് പ്രതീക്ഷിക്കുന്ന ലാംഗ്വേജസ് ഇംഗ്ലീഷ്, മലയാളം, അതിലൊക്കെ തന്നെ വല്ലാതെ അങ്ങ് മാർക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിൽ 7 മാർക്ക് കുറഞ്ഞൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പം പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിലെല്ലാം ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സെൽഫ് എന്നുള്ള ഒരു വലിയൊരു വിഗ്രഹത്തെ ദൈവം ഒന്ന് ഉടയ്ക്കാനും ഒന്ന് കുലുക്കാനും ഒക്കെ ഉള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അതൊരു ഒരു ചെറിയൊരു ഷാറ്ററിങ് എക്സ്പീരിയൻസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ചില വചനങ്ങൾ എന്നെ ആകർഷിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എന്റെ വചനത്തിലേക്ക് ഒരു വചനത്തിന്റെ എന്റെ ഹൃദയത്തിൽ പാകപ്പെടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതിന് തൊട്ട് മുമ്പ്, അതായത് SSLC കഴിഞ്ഞു, അന്ന് പ്രീ ഡിഗ്രിയുടെ സെക്കൻഡ് ലാസ്റ്റ് ബാച്ച് ഞങ്ങൾ അതിന്റെ പിന്നെയാണല്ലോ എല്ലാം +2 ആക്കിയത്. അപ്പം ഈ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ഇല്ലന്റ് ലെറ്റർ കിട്ടുന്നു. അന്നൊക്കെ ഇല്ലന്റ് ലെറ്റർ, ഈ ലൈറ്റ് ബ്ലൂ ഇല്ലന്റ് ലെറ്റർ ഒക്കെ കോമൺ ആയിട്ട് അയക്കുന്നുണ്ട്. അപ്പം ആരാ അയച്ചേക്കെന്ന് ചോദിച്ചാൽ എന്റെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു സ്റ്റാനിസ്ലോസ് മേരി സിസ്റ്റർ. അപ്പോഴത്തേക്ക് ഈ SSLC റിസൾട്ട് ഒക്കെ വന്നപ്പോഴത്തേക്കും സിസ്റ്റർ നാഗ്പൂരേക്ക് ട്രാൻസ്ഫർ ആയി പോയായിരുന്നു. സിസ്റ്റർ ഈ അടുത്ത മരിച്ചു പോയത്. അന്ന് സിസ്റ്റർ ആയിരുന്നു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഉണ്ടായിരുന്നു. സിസ്റ്റർ എനിക്ക് അന്നൊരു കത്ത് അവിടുന്ന് അയക്കുകയും ആ കത്തില് സിസ്റ്റർ തുടക്കത്തില് എഴുതിയൊരു വാക്യങ്ങള് അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ അത് കഴിഞ്ഞിട്ട് എഴുതിയൊക്കെ ഞാനങ്ങ് മറന്നുപോയി. പക്ഷേ എങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന, വിഷമിക്കേണ്ട, ദൈവം സ്നേഹിക്കുന്ന, എല്ലാം കരുതുന്ന, ദൈവം നല്ല നടത്തും എന്നുള്ള കാര്യം ആ സിസ്റ്റർ എഴുതിയിരിക്കുന്നു. പക്ഷെ ആദ്യം തുടക്കത്തിൽ ആ യെരമ്യാവ് 29:11 വാക്യമാണ് സിസ്റ്റർ അത് തുടക്കത്തിൽ എഴുതുന്നത്. ഐ നോ ദ പ്ലാൻസ് ഐ ഹാവ് ഫോർ യു, പ്ലാൻസ് ഫോർ വെൽഫെയർ, നോട്ട് ഫോർ കലാമിറ്റി, ടു ഗിവ് യു ഫ്യൂച്ചർ ആൻഡ് എ ഹോപ്പ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശുഭഭാവി വരേണ്ടതിന് നിങ്ങൾക്ക് നാശത്തിന് വേണ്ടിയുള്ളവയല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള ആ പദ്ധതികൾ, നിരൂപണങ്ങൾ എന്നിവയെന്ന് ഞാൻ അറിയുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളെ കുറിച്ചുള്ള ഒരു വാക്യം. അപ്പൊ അതെന്റെ ഹൃദയത്തിലൊരു ഈ വിത്തുകൾ ഇങ്ങനെ പാകപ്പെടുന്നെന്ന് പറയുന്നത് പോലെ വിതയ്ക്കപ്പെടുന്ന ഒരു അനുഭവം.
പക്ഷേ എങ്കിലും നമ്മുടെ ഹൃദയം ഇങ്ങനെ പല കഠിനപ്പെട്ടിരിക്കുക. നമ്മളാണെങ്കിൽ നമ്മളുടെ ആ വിഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെ ഇങ്ങനെ അമ്പലഭക്തിയും ഹൈന്ദവ ആധ്യാത്മികതയായിട്ടൊക്കെ നമ്മൾ വളരെ സംതൃപ്തനായിട്ട് ഒരു ഫോൾ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ അങ്ങ് പോവുകയാണ്. പിന്നെ അങ്ങ് പ്രിഡിഗ്രിക്ക് എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ ഫെസിലിറ്റിക്ക് ആയിട്ട് അങ്ങ് തിരുവനന്തപുരത്ത് മാർവനസിലാണ് പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് മാർവനസിൽ പഠിക്കുമ്പോൾ അവിടെ ചെന്നും ഇങ്ങനെ ക്ലാസ് ഫസ്റ്റും ഇങ്ങനെ ക്ലാസ് റെപ്രസെന്റേറ്റീവ് ഒക്കെ അവിടെയും ഇങ്ങനെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരുടെയും കണ്ണിലുണ്ണി. അവിടെ ചെന്നിട്ടും ഞാൻ പേരൻസ് ഒന്നും പറയാനൊന്നും ഇല്ലെങ്കിലും അവിടെ ചെന്ന് ഞാൻ തന്നെ ചെന്ന് അമ്പലങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ അമ്പലത്തിലൊക്കെ പോവും. അങ്ങനെയുള്ള അമ്പലഭക്തിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് പോവുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു എന്റെ സീനിയറായിട്ട് പഠിച്ച ഒരു ജോണി എന്ന് പറഞ്ഞൊരു ചേട്ടന, ഒരു പോളിയോ ബാധിച്ചൊരു ചേട്ടൻ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ സാക്ഷി കേട്ടിട്ട് പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യുമായിരിക്കും. എന്താ അദ്ദേഹം ആ സമയത്ത് BSc സുവോളജി മറ്റു പഠിക്കുന്ന സമയത്ത് പുള്ളി എനിക്കൊരു ഗിഡിയൻസിന്റെ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ്, ഒരു മലയാളം ന്യൂ ടെസ്റ്റ്മെന്റ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തു. ചുവപ്പ് പുറംചട്ടയുള്ള ചെറിയ ഗുരുവിനാക്ഷരമാണ്. എങ്കിലും ഞാൻ ഇങ്ങനെ വല്ല ഭക്തിയോടെ അതും അപ്പോഴാ ഒരു ബൈബിള് നമ്മുടെ കയ്യിൽ കിട്ടുന്നേ. അതിനു മുമ്പ് പല പല വചനങ്ങളൊക്കെ പലയിടത്തു നിന്നൊക്കെ നമ്മളെ ആകർഷിക്കുന്നുണ്ടെങ്കിലും ബൈബിൾ കിട്ടിയപ്പം അതിങ്ങനെ വായിക്കുകയും നമുക്ക് സ്പർശിക്കുന്ന തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അണ്ടർലൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ നമ്മൾ അതിന്റെ കൂടെ തന്നെ ആ ഒരു നമ്മുടെ ഹൈന്ദവ ഭക്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡറി ഡിഗ്രി ആയപ്പം എനിക്കിങ്ങനെ മനസ്സിലായി വേറെ പലയിടത്തു നിന്നൊക്കെ വേറെ ബൈബിളിൽ വേറെ ഓരോ വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഈ പുതിയ നിയമത്തിൽ ഇല്ലാത്ത വാക്യങ്ങൾ. അപ്പം ബൈബിളിൽ പഴയ നിയമം ഉണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അതായത് ഈ പുതിയ നിയമം മാത്രമല്ല, ഫുൾ ബൈബിൾ എന്ന് പറയുമ്പോൾ പഴയ നിയമം കൊണ്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പോൾ എന്റെ റൂംമേറ്റ് ആയിരുന്ന ഒരു ദീപക് മാത്യു തോമസ്, ഇപ്പം ചെന്നൈയിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ചാത്തന്നൂട്ടുകാരനായിരുന്നു ദീപകിനോട് ചോദിച്ചു എനിക്കൊരു ഫുൾ ബൈബിൾ കിട്ടാൻ വഴിയുണ്ട്. അപ്പം പുള്ളി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സെക്കൻഡറി ഡിഗ്രി ഓണത്തിന്റെ സമയത്താണ് ഈ ഫുൾ ബൈബിൾ കൊണ്ട് തരുന്നതും. ഒരു NKJVയുടെ ഗിഡിയൻസിന്റെ ഒരു ബൈബിള് ഇങ്ങനെ പലയിടത്തും അടയാളപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ബൈബിൾ എനിക്ക് കൊണ്ട് ഗിഫ്റ്റ് ചെയ്തു. അപ്പോൾ അത് ഞാനിങ്ങനെയൊക്കെ വായിക്കുകയൊക്കെ ചെയ്ത് പറഞ്ഞു വരുന്നത് വെച്ചാല് ആ ഒരു രക്ഷയുടെ ആ ഒരു തലത്തിലേക്ക് വരിക. അതിന് മുമ്പ് സെക്കൻഡ് ഡിഗ്രി തൊട്ട് മുമ്പ് പറയാനുള്ള വേറൊരു ഇൻസിഡന്റ് എന്നെ ഒന്ന് പിടിച്ചുലച്ച ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാല് അത് ഫസ്റ്റ് ഡിഗ്രി അവസാനിക്കാറാവുന്ന സമയത്തായിരുന്നു. അത് 1999 ജനുവരി മാസം 23 രാവിലെ വന്ന ഒരു പത്രവാർത്ത. 1999 ജനുവരി മാസം 23 എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരു വലിയ ദുഃഖം ഉള്ള ഒരു ദിനമായിരുന്നു. എന്ന് വെച്ചാൽ അന്നത്തെ പത്രങ്ങളില്ല, ഗ്രഹാം സ്റ്റെയിൻസിന്റെയും ഫിലിപ്പ് ടിമത്തി, 2 പിഞ്ചോമനകളുടെ അവർ ജീവനോട് ചുട്ടരിക്കപ്പെടുന്ന ആ ഒരു വാർത്ത പത്രങ്ങളിൽ വരികയും, അപ്പൊ അത് തികഞ്ഞ ഹൈന്ദവനായിട്ടുള്ള ഞാനിത് വായിക്കുവാണ്. ഇത്രയും സാക്രിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മിഷണറി ആയിട്ട് അവര് സെൽഫ്ലെസ് ആയിട്ട് നിസ്വാർത്ഥമായിട്ട് അവിടെ രോഗികളെയും കുഷ്ഠരോഗികളെയും ഒക്കെ ശുശ്രൂഷിച്ചിരുന്ന അവര് പെട്ടെന്ന് ഒരു കാരണമില്ലാതെ അവര് ചുട്ടരിച്ച് കൊല്ലപ്പെടുന്നു. ഗ്രഹാം സ്റ്റെയിൻസിന്റെ വൈഫായിട്ടുള്ള വിടവായി തീർന്ന ഗ്ലാഡിസ് സ്റ്റെയിൻസ് ഒരു പിഞ്ചോമന മകളെയും കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു അന്യദേശത്ത് അവരുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കും എന്ന ആ നീർന്ന വേദനയിൽ പത്രക്കാര് അവരോട് ചോദിക്കും. അവർ പറയുന്ന വാക്യങ്ങള് ഞാൻ എൻ്റെ ഭർത്താവിന്റെ ഘാതകരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. യേശുക്രിസ്തു എന്നോട് അങ്ങനെ പറഞ്ഞു. നിയമത്തിന്റെ വഴിക്ക് പോയിക്കോട്ടെ, പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. അപ്പൊ അതിങ്ങനെ പത്രത്തിൽ ഒരു കോളമായിട്ട് ഇങ്ങനെ വരുമ്പോ അത് എന്റെ ഹൃദയത്തിൽ ആ ഒരു കാര്യങ്ങളൊക്കെ എന്നെ ചിന്തിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് ചിന്തിപ്പിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ടു സച്ച് ആൻ എക്സ്റ്റെന്റ് ദാറ്റ് പിന്നീട് സെക്കൻഡറി ഡിഗ്രിക്ക് ഈ മതേതരത്തെ കുറിച്ച് ഒരു ഉപന്യാസ മത്സരമൊക്കെ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ഭാരതത്തിൽ മതേതരത്വത്തിനുള്ള പങ്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ഉപന്യാസ മത്സരം. അപ്പൊ അതിനകത്ത് ഞാനിത് എഴുതുമ്പോൾ, ഞാൻ തികഞ്ഞ ഹൈന്ദവനായിട്ട് ഞാനിത് എഴുതുമ്പോൾ ഞാൻ ഈ ഗ്ലാഡിസ് സ്റ്റെയിൻസിന്റെ ക്ഷമയുടെ കാര്യമൊക്കെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതുന്നതും അത് പിന്നീട് അത് കോളേജിൽ എന്തോ സെക്കൻഡ് പ്ലേസും കണ്ടു കിട്ടി. അത് പിന്നെ കോളേജ് മാഗസീനിൽ പിന്നീട് വന്ന കോളേജ് മാഗസീനിൽ പ്രസിദ്ധീകരിച്ച് വരുന്നതും ഒക്കെ മാഗസീനൊക്കെ ഈ അടുത്തും ഞാൻ തെരഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഇതൊക്കെ നമ്മളെ ആകർഷിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഡിഗ്രി ആ ഒരു സെപ്റ്റംബർ ആ ഒരു സമയത്തൊക്കെ ഓണമൊക്കെ കഴിയുന്ന ആ സമയത്ത് മറ്റാണ് സ്കൂളിൽ അവിടെ കോളേജിൽ തന്നെ സീനിയർ ആയിട്ടുള്ള വേറൊരു സൈജു എന്ന് പറഞ്ഞ ഒരു ബ്രദർ, അദ്ദേഹം ആ സമയത്ത് BCom പഠിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങ് അജ്മാനിലുള്ള ഒരു സഹോദരൻ. അപ്പം പുള്ളി എനിക്ക് ഒരു സാക്വിനും ബ്രദറിന്റെ ഒരു ചെറിയൊരു ഗോസ്പൽ ബുക്ക്ലെറ്റ്, റിയൽ ട്രൂത്ത് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗോസ്പൽ ഇംഗ്ലീഷിലുള്ള യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞ്, അത് പിന്നെ ഹാർട്ട് ഓഫ് മാൻ, തമ്പിയുടെ ഹൃദയം പോലെയുള്ള ഒരു ഹാർട്ട് ഓഫ് മാൻ എന്ന് പറയുന്ന ചെറിയ ഗോസ്പൽ ബുക്ക്ലെറ്റ് തരുന്നു. അപ്പൊ ഞാനിത് വലിയ കാര്യത്തിൽ വായിക്കുന്നു. നമ്മള് ഈ കാര്യങ്ങള് തരുന്നതൊന്നും നിരസിക്കാതെ നമ്മളിത് വായിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ വളരെ പാപത്തിന്റെ കാര്യവും
നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയുടെ കാര്യമൊക്കെ പറയുന്നതൊക്കെ എത്ര കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായി പറയുന്നേ. പക്ഷെ പറഞ്ഞു അവസാനം വരുമ്പം യേശുക്രിസ്തുവിലൂടെ ഉള്ളൂ ഈ പാപക്ഷമ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങ് ദഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും നാള് നമ്മള് ഒത്തിരി ഭയഭക്തിയും കാര്യങ്ങളുമായിട്ട് ഇത്രയും വലിയ സഹസ്രനാമങ്ങളും ഇങ്ങനെ ജപങ്ങളും പൂജകളും അങ്ങനെയൊക്കെയുള്ള അമ്പലഭക്തിയായിട്ട് പോയിരിക്കുന്ന നമുക്കെന്താ അതൊന്നും പറ്റത്തില്ലേ? യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ എന്നുള്ള അത് എനിക്ക് ഞാൻ എന്നാലും അതങ്ങ് അതങ്ങ് മാറ്റി വെച്ചു. എന്നാൽ ദൈവം തന്നെ പല സാഹചര്യങ്ങളും പിന്നെയും ജീവിതത്തിൽ ഒരുക്കിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ എന്തെല്ലാം നമ്മുടെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിൽ ഒരു ശൂന്യത ഉണ്ടെന്നുള്ളൊരു കാര്യം. ആ ഒരു ഗോഡ് ഷേപ്ഡ് വാക്വം ഹാർട്ട്സ് എന്ന് ബ്ലേസ് പാസ്കൽ എന്ന് പറഞ്ഞൊരു ഫേമസ് സയന്റിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു വാക്യം ഉണ്ടല്ലോ, ദൈവത്തിന്റെ ആകൃതിയിലുള്ള ഒരു വാക്വമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. ദൈവത്തിന് വന്ന് നിറഞ്ഞാലേ അത് നിറയത്തുള്ളൂ. ബാക്കി ഇനിയിപ്പോൾ എന്തെല്ലാം നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിച്ചെന്ന് പറഞ്ഞാലും എന്തോ പേരും പദവിയും എല്ലാം എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ആ വാക്വം ആ ഒരു ശൂന്യത. അപ്പൊ അതിന്റെ ഒരു പാരമ്പര്യത്തിലോട്ട് ഈ പൗലോസിനോട് കർത്താവ് പറയുന്നുണ്ടല്ലോ, മുള്ളിന് എഗൻസ്റ്റ് ആയിട്ട് നിനക്ക് ഉതയ്ക്കുന്നത് നിനക്ക് ചവിട്ടുന്നത് നിനക്ക് നിസ്സാരമുള്ള കാര്യമല്ല എന്ന് പറയുന്നത് പോലെ അതുപോലെ ആ ഒരു മനസാക്ഷി കുത്ത് പല രീതിയിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ശൂന്യതയോ ഭാരമോ ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങളായിട്ട് ഇങ്ങനെ വേട്ടയാടുന്നു. അങ്ങനെ ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിന്റെ കാര്യം പറഞ്ഞാൽ 1999, അതായത് സെക്കൻഡ് ഡിഗ്രി അവസാനിക്കാറാവുന്ന സമയത്ത് എന്താ 1999 26 വർഷം മുമ്പ് ഡിസംബർ മാസം 19-ാം തീയതി ഒരു ഞായറാഴ്ച ദിവസമാണ്. രാവിലെ ഒരു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒരു ഒളിമ്പ്യാഡ് എന്ന് പറഞ്ഞൊരു പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഈ പരീക്ഷയ്ക്ക് ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പൊ രാവിലെ എഴുന്നേറ്റെങ്കിലും എന്റെ ഹൃദയത്തിൽ എന്തോ ഒരു ശൂന്യത ഭാരം. അപ്പൊ ഞാൻ അപ്പത്തേക്ക് ഞങ്ങൾ സിംഗിൾ റൂമൊക്കെ ആയി. അവിടെ ഒരു തിരുവനന്തപുരം മാർഗനസ് കോളേജിന്റെ ന്യൂ സെന്റ് തോമസ് ഹോസ്റ്റലൊരു 14 നമ്പർ 114 നമ്പർ ഒരു റൂം. അപ്പത്തേക്ക് ന്യൂ സെന്റ് അവിടെ ആ സിംഗിൾ റൂമിൽ രാവിലെ ഒരു 6:30 സമയമായി കാണും. ഞാൻ അവിടെ അങ്ങനെ ഇരിക്കുക. പക്ഷേ എനിക്ക് ഈ പോർഷൻ ഒന്നും എടുത്ത് നോക്കാൻ തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരവും വല്ലാത്തൊരു ശൂന്യതയോ മാതിരിയുള്ള ഒരു അനുഭവം. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആ ഒരു നിസ്സഹായാവസ്ഥയിൽ നമ്മളൊരു പാട്ടിൽ പാടുന്നുണ്ട്, ആരും സഹായമായില്ലാതെ ഞാൻ പാരം വലഞ്ഞിടം വേളയിൽ അരുമയോടെ എന്നെ അരികിൽ വന്ന ആത്മനാഥൻ യേശുവാം എന്നുള്ളൊരു പാട്ട് ഈ അടുത്ത് ഞാനും വൈഫും കൂടെ അത് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടിട്ടുണ്ട്, എൻ്റെ യേശു നായകൻ എന്നുള്ളൊരു പാട്ട്. അപ്പൊ അതിന്റെ ആ വരികൾ പോലെ ആരും സഹായമായില്ലാതിരിക്കുന്ന ഒരവസ്ഥയിൽ, ആ ഒരു നിസ്സഹായാവസ്ഥയിൽ പെട്ടെന്ന് എനിക്ക് എന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ഒരു അതീവ പരിശുദ്ധിയെ കുറിച്ചുള്ള ഒരു ബോധ്യം വരികയാണ്. ഔട്ട് ഓഫ് നോവേ. ആ ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പാകെ ഞാൻ ഒന്നുമല്ല. അതുവരെ എന്റെ വിചാരം ഞാനെന്തോ വലിയ ആധ്യാത്മികമായിട്ടുള്ള വലിയ ആത്മീയനായിട്ടുള്ള ഒരു എന്തോ മനുഷ്യനാന്നൊക്കെയാണ്. പക്ഷെ ദൈവത്തോടുള്ള വലിയ അടുത്തുള്ള ഒരാളാന്നുള്ളൊരു ചിന്ത അതുവരെ ഉള്ളത്. പക്ഷെ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന് മുമ്പാകെ ഒരു നീച പാപിയാണ് എന്നുള്ളൊരു ഉള്ളാലൊരു ബോധ്യവും പെട്ടെന്ന് എനിക്ക് ബൈബിൾ എടുത്ത് തുറന്നു നോക്കണ ഉള്ളാലൊരു പ്രേരണ. അപ്പൊ അവിടെ ഈ സരസ്വതി ദേവിയുടെ ഫോട്ടോ അവിടെ മേശപ്പുറത്തിരിപ്പുണ്ട്. ഈ സ്വർണ്ണമാലയിലെ ഗണ്ടയൊക്കെ ജപിച്ച് കെട്ടിയതൊക്കെ കഴുത്തിൽ കിടപ്പുണ്ട്. സഹസ്രനാമങ്ങളും ഭഗവത്ഗീത എല്ലാം മേശക്കകത്തും പുറത്തുമായിട്ടെല്ലാം ഉണ്ട്. എന്നാൽ എനിക്ക് ഇതിന്റെ എല്ലാ ഇടയിലുള്ള ബൈബിൾ എടുത്ത് തുറന്ന് മറിച്ച് ഏതെങ്കിലും ഒരു വാക്യത്തിലേക്ക് ഞാൻ ബൈബിളിൽ തുറന്ന് മറിച്ച് എന്റെ കണ്ണുകൾ പെട്ടെന്ന് ഉടക്കുന്നത് എഹെസ്കേൽ, നമ്മൾ ഇംഗ്ലീഷിൽ എസെക്കിയേൽ എന്ന് പറയില്ലേ, എഹെസ്കേൽ 36-ാം അധ്യായത്തിന് 25, 26, 27 വാക്യങ്ങളാണ്. അതിനകത്ത് ഇങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിച്ച് നിങ്ങളെ നിർമ്മലരാക്കും, നിങ്ങൾക്ക് ഞാൻ പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും നൽകും, നിങ്ങളുടെ കല്ലുപോലെ ഹൃദയത്തെ മാറ്റി മാംസമായ ഹൃദയത്തെ നൽകും, എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ പകർന്ന് നിങ്ങളെ എന്റെ ചട്ടങ്ങളെ നടക്കുമാറാക്കും, നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഈ ഒരു വാക്യം സ്വർഗത്തിന്റെ വലിയൊരു സന്തോഷവും സമാധാനവും സ്നേഹവും എല്ലാം കൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു നദി പോലെ അങ്ങ് വന്ന് നിറയുന്ന ഒരു അനുഭവമാണ്. ഇന്ന് ഞാനത് പറയുമ്പം അതിന്റെ എത്രയോ മടങ്ങ് ഇന്ന് ഒരു സ്വർഗത്തിന്റെ ഒരു സ്നേഹം ഞാൻ അനുഭവിക്കുന്ന, അതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു സ്നേഹം അന്ന് ഹൃദയത്തിൽ വന്ന് നിറയുകയും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധത്തിന്റെ ഒരു തുടക്കമായിരുന്നു അത്. അങ്ങനെ ആ പരീക്ഷയൊക്കെ കർത്താവിന്റെ കൂടെ പോയി ഒന്ന് എഴുതുന്നതും കോളേജിൽ പിന്നെയും അതിൽ ഫസ്റ്റ് വാങ്ങിക്കുന്നതും ആ ദിവസം മുതൽ തന്നെ കർത്താവിനുള്ള ആ ഒരു സ്നേഹബന്ധത്തിന്റെ തുടക്കത്തിൽ എനിക്ക് പിന്നെ ബാക്കിയുള്ള വിഗ്രഹങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ബാക്കിയുള്ള അമൃതാനന്ദമയ ഭക്തിയും ബാക്കി കാര്യങ്ങളും ഒക്കെ അതൊന്നും എനിക്ക് വേണ്ട. എനിക്ക് യേശുവിന്റെ ഹൃദയത്തിൽ അങ്ങ് വന്ന് നിറഞ്ഞതുപോലുള്ള അനുഭവമായിരുന്നു. എനിക്ക് കൂടുതൽ ക്രിസ്ത്യൻ സോങ്സ് കേൾക്കാനൊരു താല്പര്യം, വചനം വായിക്കാനൊരു താല്പര്യം. അങ്ങനെ അതായിരുന്നു എൻ്റെ ആ ഒരു രക്ഷയിലേക്ക് വരുന്നതിന്റെ ഒരു തുടക്കം എന്ന് പറയാന്. അതെ സാറേ. പ്രത്യേകിച്ചും ആ ഒരു ബുക്ക്ലെറ്റ് ഹാർട്ട് ഓഫ് ദ മാൻ എന്ന് പറയുമ്പോൾ തമ്പിയുടെ ഹൃദയം, മലയാളത്തിൽ തമ്പിയുടെ ഹൃദയം എന്ന് പറയും, അത് വളരെയധികം ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്.
ആ പുസ്തകമൊക്കെ ഹെൽപ്ഫുള്ളായി അല്ലേ? ശരിക്കും അതെ അതെ ഗിദിയൻസിൻ്റെ ബൈബിൾ, തമ്പിയുടെ ഹൃദയം, സാക്പുന്നൻ്റെ പുസ്തകം, യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞ ബുക്ക്ലെറ്റ്, അതെ അതിനകത്ത് ആ അതെ ഒരു പീവിൾ, നമ്മൾ എന്താ സാൽവേഷൻ, അതൊക്കെ നമ്മള് ഇതുവരെ അതെല്ലാം ആ ഒരു വചനത്തിന്റെ വിത്തുകൾ പാകപ്പെടുകയായിരുന്നു. പക്ഷേ അത് വചനം വിത്ത് മുളച്ച് വരണമെങ്കിൽ എന്ന് ഹൃദയം പാകപ്പെടാൻ വേണ്ടി ദൈവം തന്നെ പല ബ്രേക്കിംഗ് എക്സ്പീരിയൻസിലൂടെ ഒക്കെ നടത്തി ആ ഒരു ഒന്നുമില്ല, ഞാനൊന്നും അല്ല എന്നുള്ള ആ ഒരു തലത്തിലോട്ട് എത്തിയപ്പോഴത്തേക്കും ഈ വചനമെല്ലാം ജീവനായിട്ട് വരാനായിട്ട് ചെറിയ ദൈവം ഇടം. പ്രായത്തിലെ ഹൃദയത്തിനകത്ത് ഒരു അതെ സത്യാന്വേഷി ഉണ്ടായിരുന്നു, അതെ അതെ കാര്യങ്ങൾ പഠിക്കാനും വിഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കാനും. ആ, അതെ അതെ വിഗ്രഹങ്ങളൊക്കെ വണങ്ങുമ്പോൾ തന്നെയും എന്റെ ഹൃദയത്തിലെ ആ യഥാർത്ഥത്തിൽ ഇതിലെല്ലാം മേലെയായിട്ടുള്ള ഒരു സത്യത്തിലേക്ക് വന്ന് കണക്റ്റഡ് ആവണം, അന്ന് അങ്ങനെ ഒരു ആഗ്രഹം, അത് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ദൈവമായിട്ട് തന്ന ഒരു ആ ഒരു അങ്ങനെ ഒരു വാഞ്ച, അതിന്റെ ഒരു പൂർത്തീകരണം കർത്താവിൽ വന്നങ്ങ് സാക്ഷാത്കരിക്കപ്പെട്ട ഒരു അതെ അനുഭവമായിരുന്നു. സാറേ, ഈ എറ്റേണിറ്റി ദൈവം എല്ലാവരുടെയും ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതെ ഈ അതെ അതെ എറ്റേണിറ്റി, എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലോക്ക് ആൻഡ് കീ സിസ്റ്റം പോലാണ്. അതെ അപ്പോൾ അതെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള മാച്ച് വന്നവിടെ ഫിറ്റ് ആയെങ്കിൽ മാത്രമേ ആ വാക്യൂം ഫില്ലാകത്തുള്ളൂ. സോ നമ്മൾ ഈ ലോക്ക് ആൻഡ് കീ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതെ ആ അതെ കറക്റ്റ് ആ ലോക്കിന് ആ കീ വന്ന് അതെ ഫിറ്റ് ആകണം. പറ്റത്തുള്ളൂ. അതെ അപ്പോൾ ദൈവം നമ്മുടെ ഒരു അകത്ത് ആ എറ്റേണിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ദാഹം, നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു ദാഹം വെച്ചിട്ടുണ്ട്. അവിടെ അതെ വന്ന് എന്ത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് ആ ദാഹം മാറത്തില്ല. അതെ അത് കറക്റ്റ് അതെ അവിടെ ഫിറ്റ് ആകേണ്ടത് ദൈവത്തിൻ്റെ കരമാണ്. അതിറങ്ങി വന്ന് ആ എംപ്റ്റിനെസ്സിനെ നിറയ്ക്കുമ്പോൾ നമുക്ക് ആ നിറവ് ഫീൽ ചെയ്യുക. നമുക്ക് കംപ്ലീറ്റ് ആയി, അതെ അന്നേരം കംപ്ലീറ്റ് ആയി. പലർക്കും അത് അറിയത്തില്ല. ആളുകൾക്ക് പറ്റുന്ന പ്രശ്നം, എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും ഈ അതെ സത്യമറിയാനുള്ള ആഗ്രഹം, നിത്യത, ഇങ്ങനെയുള്ള ചിന്തകളുണ്ട്. പക്ഷെ അവർ അതെ അന്വേഷിക്കുന്നത് റോങ് പ്ലേസിലാണ്. അതെ അതെ ഇപ്പം ഞാൻ വളരെ കേരളത്തിലെ പ്രസിദ്ധനാകുന്ന ഒരാളുടെ ഒരു ഇൻ്റർവ്യൂ കേൾക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു അഗ്നോസ്റ്റിക്കാണ്. അതായത് ദൈവം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അദ്ദേഹത്തിന് ഉറപ്പൊന്നുമില്ല. അങ്ങനെ ഒരു വിശ്വാസം, അഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ നിരീശ്വരവാദിയല്ല, പക്ഷേ പുള്ളി നിഷേധിക്കുന്നില്ല. ദൈവം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം, എനിക്ക് ഉറപ്പല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ ദൈവത്തെ ഒത്തിരി അന്വേഷിച്ചു. പക്ഷേ അദ്ദേഹം പറയുന്നത് എവിടെയാണ് അന്വേഷിച്ചത്? ഞാൻ ഒത്തിരി പള്ളിയിൽ പോയി, ഒത്തിരി അമ്പലങ്ങളിൽ പോയി, ഒത്തിരി പണ്ഡിതന്മാരോട് പോയി സംസാരിച്ചു. അദ്ദേഹം ഈ ഒരു റോങ് പ്ലേസിലാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ മഗ്ദലക്കാരത്തി മറിയോട് ചോദിച്ചതുപോലെ, ജീവനുള്ളവരെ അല്ലേ മരിച്ചവരുടെ ഇടയിലാണോ അന്വേഷിക്കുന്നത്? ആ ദൂതൻ ചോദിച്ചതുപോലെ. സോ റോങ് പ്ലേസ്, അന്വേഷിക്കുന്നത് തെറ്റായ സ്ഥലത്ത്. അപ്പം അവിടെയാണ് നമുക്കൊരു സൗഭാഗ്യം കിട്ടിയത്, കർത്താവിനെ കണ്ടെത്തുവാൻ, അവനെ അന്വേഷിക്കുവാൻ. കണ്ടെത്താകുന്ന കാലത്തും കണ്ടെത്താകുന്ന ഇടത്തും അന്വേഷിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടി. അത് ആ ഭാഗ്യത്തെ നമ്മൾ വിളിക്കുന്നതാണ് ദൈവകൃപ. അതെ 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 യെരമ്യാ 29:11 ഞാൻ പറഞ്ഞില്ല, എന്റെ തൊട്ട് താഴെ എന്റെ 13-ാമത്തെ വാക്യത്തില് ഇഫ് യു സീക്ക് മീ വിത്ത് ഓൾ യുവർ ഹാർട്ട് യു വിൽ ഫൈൻഡ് മീ. അപ്പം ദൈവം തന്നെ നമുക്ക് അതിന് സഹായിക്കണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ കണ്ടെത്തും. ഞാൻ തന്നെ പലരും ഗോസ്പിൽ പറയുമ്പോൾ ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ചു ഡോക്ടർ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ അന്വേഷിച്ചായിരുന്നെങ്കിൽ കണ്ടെത്തുമായിരുന്നേനെ. അപ്പൊ അതുകൊണ്ട് പൂർണ്ണതയോടെ അന്വേഷിക്കുക. അപ്പൊ ആ ഒരു നമുക്കൊരു പിന്നെ നമ്മുടെ ഒന്നും കഴിവല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രേരണ. കർത്താവ് ഹൃദയവാതിൽ നിന്ന് കൊട്ടുന്നു എന്ന് വെളിപാട് 3:20 പറയുന്നത് പോലെ കർത്താവിന്റെ ആ ഒരു കൊട്ടലെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണ പല പല സാഹചര്യങ്ങളിലൂടെ പല പല വ്യക്തികളിലൂടെ ഒക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് പ്രതികരിക്കാൻ ദൈവം തന്നെ നമുക്ക് ശക്തിയും തരുന്നത്. പക്ഷെ നമ്മൾ അവിടെ നമ്മളെ ഒന്ന് താഴ്ത്തി ഒന്ന് കൊടുത്താൽ മതി. അത് കർത്താവ് ഹീസ് ഓൾ ദ മോർ വില്ലിംഗ് ടു റിവീൽ ടു us then we are eager to seek. നമ്മളെ അന്വേഷിക്കാൻ നമ്മുടെ എല്ലാ ശ്രമത്തിന്റെയും ഉപരിയായിട്ട് അവിടുത്തെ ആ ഒരു കൊർണേലിയോസിനെ ദൈവം കണ്ടെത്തി എന്ന് പറഞ്ഞാൽ, കൊർണേലിയോസിന്റെ ആ പ്രാർത്ഥനകളൊക്കെ അങ്ങ് മുകളിലോട്ട് എത്തി എന്ന് അവിടെ അപ്പോസ്തലപ്രവൃത്തികൾ 10 വായിക്കുമ്പോൾ അത് കർത്താവ് ആർക്കും കടക്കാരനല്ല. അതെ സാറേ. അപ്പം നമ്മുടെ അകത്ത് വീണ വിത്ത് അങ്ങനെ വളരാനിടയായി തീർന്നു. അപ്പം അതിൻ്റെ ഫർദർ സ്റ്റെപ്സിൽ എങ്ങനെയാണ് ഇന്നുള്ള ഒരു നിലയിലേക്ക്, അതുപോലെ തന്നെ മറ്റ് ജീവിതാനുഭവങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കരിയറിലേക്കും പ്രോഗ്രസ് ചെയ്യുകയല്ലേ, പിന്നെ കുടുംബം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവം ജീവിതത്തിൽ ചെയ്തല്ലോ. അപ്പം ദൈവം ചെയ്ത ആ പ്രവൃത്തികളൊക്കെ കേൾക്കണം, സാറിന് കണ്ടിന്യൂ ചെയ്യാം.
ആ, അത് ഞാനിപ്പോ ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അപ്പം ഈ 1999 ഡിസംബർ മാസം 19 അപ്പോഴത്തേക്കും പിന്നെ ക്രിസ്മസ് അവധിയൊക്കെ വന്ന് ഹോസ്റ്റലൊക്കെ അടയ്ക്കുന്നു. പക്ഷെ എങ്കിലും ഞങ്ങൾക്ക് അവിടെ എൻട്രൻസ് കോച്ചിങ്ങിന് ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുക. അപ്പം ഞാൻ ഈ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ ബൈബിള് വായിക്കുകയും എന്തെങ്കിലുമൊക്കെ രീതിയിൽ അപ്പം ഞാൻ തന്നെ ഈ മുമ്പേ എനിക്ക് ഈ ബുക്ക്ലെറ്റ് തന്ന ഈ റിയൽ ട്രൂത്തും ഹാർട്ട് ഓഫ് മാൻ ബുക്ക്ലെറ്റ് ഒക്കെ തന്ന ആ സൈജുബാറിനെ ക്രിസ്മസ് വെക്കേഷൻ കഴിയുമ്പോഴത്തേക്കും കോളേജ് റീഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ തന്നെ ചെന്ന് വേറെ എന്തെങ്കിലും ബുക്ക്ലെറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എനിക്ക്. അപ്പൊ അതിന് മുമ്പ് പുള്ളിക്കാരൻ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സന്ദീപ് വേറെ എന്തെങ്കിലും ബുക്സ് വായിക്കാൻ വേണം. അപ്പം നമ്മൾ ബുക്സ് എന്നൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എന്തോ വലിയ ഏതാണ്ട് ഗ്രന്ഥങ്ങൾ ഏതാണ്ട് തരാൻ പോവാ. അപ്പൊ നമ്മൾ അത് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ ഒഴിഞ്ഞ ഞാൻ അങ്ങോട്ട് ചെന്നിരിക്കുമ്പോൾ പുള്ളിക്കാരൻ തന്നെ അത്ഭുതമായി. അപ്പം പുള്ളി എനിക്കൊരു ഗുഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു, അതും സാക്പനംബ്രദറിന്റെ ഒരു പുസ്തകം, ഇളകാത്ത അടിസ്ഥാനം എന്ന് പറഞ്ഞ, പിന്നെ ഒരു വേ ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞൊരു പുസ്തകം, അത് ഓസ്വാൾ സാൻഡേഴ്സിന്റെ മറ്റൊരു പുസ്തകം. അപ്പൊ അതൊക്കെ വായിക്കുമ്പോഴാണ് ഇതെന്താ എന്റെ ഹൃദയത്തിൽ സംഭവിച്ചെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്ന. ഒരു ബോൺ അഗൈൻ എക്സ്പീരിയൻസ് ആണ്, ഒരു രക്ഷയാണ്, വീണ്ടും ജനനമാണ് കർത്താവ് എന്റെ ഹൃദയത്തിൽ വന്ന് എന്നെ ഒരു പുതു സൃഷ്ടിയാക്കി എന്നുള്ള കാര്യമൊക്കെ ആ പ്രാക്ടിക്കലായിട്ട് നടന്ന കാര്യങ്ങൾ, തിയററ്റിക്കലായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് കത്തുന്നത് അപ്പോഴാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് കൂട്ടായ്മയുടെ കാര്യമൊക്കെ പറയുമ്പോൾ, കൂട്ടായ്മയുടെ കാര്യം വരുമ്പോൾ ബാക്കി എല്ലാവരും ഒക്കെ അറിഞ്ഞാൽ എങ്ങനെയാ, എന്റെ ഫ്രണ്ട്സ് ഒക്കെ അറിഞ്ഞാൽ ഞാൻ മതം മാറി എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഞാൻ കർത്താവിനെ അങ്ങ് പ്രാർത്ഥിച്ചു കൊള്ളാം, പക്ഷെ എനിക്ക് വേറെ അങ്ങനെ അപ്പൊ അപ്പോഴാണ് ഈ സൈബർ തന്നെ അവിടെയുള്ള ഒരു ചർച്ച് ഫെലോഷിപ്പ്, ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് എന്ന് പറഞ്ഞ ഒരു ചർച്ച് ഫെലോഷിപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ 3 ഞായറാഴ്ചയാണല്ലോ. അപ്പൊ ആദ്യത്തെ 3 ഞായറാഴ്ച ഈ സഫയർ എൻട്രൻസ് കോച്ചിങ്ങിന്റെ എക്സാംസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്, മോക്ക് എക്സാംസ്. അപ്പൊ അതൊക്കെ പറയാൻ എക്സ്ക്യൂസ് ഉണ്ട്. പക്ഷെ പിന്നെയും പറഞ്ഞു ഫ്രീ ആണെങ്കിൽ വരാം. അപ്പം പക്ഷെ പുള്ളി അങ്ങനെ നമ്മുടെ സീനിയറായിട്ടുള്ള ഒരാൾ വിളിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാനിപ്പോ ആ ഒരു ജനുവരി അവസാനത്തെ ഞായറാഴ്ച പോകുന്നു. അപ്പൊ അവിടെ അന്ന് ഉച്ച കഴിഞ്ഞായിരുന്നു ചർച്ച് ഫെലോഷിപ്പ്. അതും അതിന്റെ രസം എന്ന് പറഞ്ഞാൽ അതും ദൈവം എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തൊരു കാര്യമാണ്. എന്നുവെച്ചാൽ എനിക്ക് ഞായറാഴ്ച, അത് വേറെ ആരും സൗകര്യങ്ങളായിട്ട് അവരാരും ചെയ്തതല്ല, പക്ഷെ എനിക്ക് ഞായറാഴ്ച രാവിലെ അവിടെ കൊച്ചുള്ളൂർ ഫിസിക്സിന് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ട്യൂഷൻ മിസ്സായിട്ട് ഞാൻ ചർച്ചിൽ പോകാമെന്നത് പേരൻസ് അറിഞ്ഞാലും അല്ലെങ്കിൽ എനിക്കും ആ ഒരു വിശ്വാസത്തിന് ആദ്യ കാലയളവിൽ അതൊരു പ്രയാസമാകാവുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും, ദൈവത്തിന്റെ സോവറൻറ്റിയിൽ ദൈവം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ പിന്നീട് ഞാൻ അറിയുന്നത് വെച്ചാൽ, ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഡിഗ്രി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് അവിടുത്തെ തിരുവനന്തപുരത്ത് ചർച്ചിലെ സൗകര്യങ്ങളോട് ഇപ്പം നിങ്ങൾ എവിടെ കൂടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിപ്പം വെള്ളയമ്പലത്ത് കൂടുന്ന ഇപ്പം മോർണിംഗ് മീറ്റിംഗ്. അപ്പോൾ അന്ന് ഉച്ച കഴിഞ്ഞായിരുന്നല്ലോ. അപ്പം അത് ആ ഒരു ജനുവരി മുതൽ മെയ് വരെയോ ജൂൺ വരെയുള്ള കാലയളവിൽ മാത്രമേ ഉള്ളായിരുന്നു ഉച്ച. അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ അവിടെ ആ മെയ് വരെ ആയിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് മാത്രമായിരുന്നു അവിടെ ഉച്ച വരെയുള്ള മീറ്റിംഗ്. അവിടെ ആ ഒരു പരിചയപ്പാറയിലെ ഗ്രേസ് മിനി ഹാളിൽ ഉച്ച കഴിഞ്ഞായിരുന്നു മീറ്റിംഗ്. അപ്പം ദൈവം അത് അവിടെ ആ 4-5 എനിക്ക് തൊട്ടടുത്തായിട്ട് അവിടെ ഒരു ഫെലോഷിപ്പ് ദൈവമായിട്ട് ഒരുക്കി തന്നതാണ്. അതും എന്റെ ട്യൂഷൻ ഒന്നും മിസ്സാവാത്ത രീതിയിൽ, നമ്മളൊന്നും അറിയാതെ തന്നെ. അപ്പൊ ഞാൻ അവിടെ ചെല്ലുന്നു, മീറ്റിംഗ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലുള്ള ഒരു ദൈവജനത്തിന്റെ കാര്യങ്ങളും പിന്നെ സൗകര്യങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയും അതൊക്കെ വളരെ ഹൃദ്യമായിട്ട് തോന്നി. ഇപ്പൊ ഈ അമ്പലത്തിലൊക്കെ ഞങ്ങൾ പോയി വരുമ്പോൾ നമ്മൾ പോയി പ്രാർത്ഥിച്ചിരിഞ്ഞ് വരുന്നു, നമ്മൾ അവിടെ ആരാ വരുന്നത് എന്നുള്ള കാര്യമൊന്നും ആരെങ്കിലും പരിചയമുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് ഹലോ പറയുന്നുള്ളതല്ലാതെ. പക്ഷെ ഇതാണെങ്കിൽ എല്ലാവരും ഒരു കുടുംബം അത്, എല്ലാവർക്കും പരസ്പരം അറിയാം, പരസ്പരം ചോദിക്കുന്നു, കരുതുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്നേഹം. പിന്നെ എനിക്ക് രണ്ടാമത്തെ ആഴ്ച, ആദ്യത്തെ ആഴ്ച ഞാനിങ്ങനെ പോയി, രണ്ടാമത്തെ ആഴ്ച ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പം ഒരാഴ്ച പോയല്ലോ. പക്ഷെ രണ്ടാമത്തെ ആഴ്ച പോകാൻ കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങേണ്ട ആ ഒരു ഉച്ചയ്ക്കാണല്ലോ ഇത് മീറ്റിംഗ്. അപ്പം ഇറങ്ങേണ്ട ആ ഒരു സമയത്തേക്ക് എനിക്ക് തന്നെ ഹൃദയത്തിലൊരു പ്രേരണ, ഞാൻ പോകണ്ടെന്നൊക്കെ ഇങ്ങനെ ഒന്ന് മാറ്റി വെക്കാനൊക്കെ നോക്കി. പക്ഷേ എനിക്ക് തന്നെ ഹൃദയത്തിലൊരു പ്രേരണ ഈ പ്രാവശ്യം കൂടെ പോകാന്ന് വെച്ചാൽ അതുപോലെ ഒരു നല്ലൊരു സ്വർഗീയ അനുഭവമായിരുന്നു ആ കൂട്ടായ്മ. അപ്പം ഈ ആഴ്ചയും കൂടെ പോകാന്ന് പറഞ്ഞ് ഞാൻ ആ കൂട്ടായ്മയ്ക്ക് പോകും. പിന്നെ അന്ന് തന്നെ ഞാൻ ആദ്യമായിട്ട് അവിടെ ചർച്ചിൽ എഴുന്നേറ്റ് നിന്ന് ടെസ്റ്റിഫൈ ചെയ്യും. ആ സമയത്ത് ദൈവത്തിൽ നിന്ന് വായിച്ച എന്തോ ഒരു കാര്യം എനിക്ക് എങ്ങനെ ടെസ്റ്റിഫൈ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അവിടെ ഒരു തേഞ്ഞ ഇന്നവനായിരുന്നു ഞാൻ. പെട്ടെന്ന് ചർച്ചിൽ വന്ന് അങ്ങനെ എഴുന്നേറ്റ് ടെസ്റ്റിഫൈ ചെയ്യും. അതിനുശേഷം പിന്നെ എനിക്ക് ഇന്ന് വരെയും ചർച്ച് മീറ്റിംഗ്സിൽ പോകുന്നതിനെ കുറിച്ച് ഒരു മടിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ റാദർ വി വുഡ് ബി ലുക്കിംഗ് ഫോർവേഡ് ടു ഗോയിങ് ടു ദ ചർച്ച് മീറ്റിംഗ് ആൻഡ് ഓൾ. അപ്പൊ അങ്ങനെ ദൈവം കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അപ്പത്തേക്ക് ചർച്ച് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പം പിന്നെ തേഴ്സ്ഡേയും ഒക്കെ അവിടെ വീക്ക് ഡേ മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ തന്നെ ചോദിച്ചറിഞ്ഞ്. അപ്പം ഞാൻ തന്നെ വീക്ക് ഡേ മീറ്റിങ്ങിനൊക്കെ പോകാനൊക്കെ തുടങ്ങി. അപ്പം
ഹോസ്റ്റലിലോട്ട് അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഹോസ്റ്റലിലോട്ട് അവിടെ ലാൻഡ് ഫോണിൽ പേരൻസ് വിളിക്കുമ്പം സന്ദീപ് ഇവിടെ ഇല്ലല്ലോ, സന്ദീപ് എങ്ങോട്ട് പോയി? അപ്പൊ തിരിച്ചു നീ എവിടെ പോയാ? അപ്പൊ ഞാൻ പറയും ഞാനൊരു മീറ്റിങ്ങിന് പോയത്. എന്ത് മീറ്റിംഗ്? ക്രിസ്ത്യൻ മീറ്റിംഗ്. അപ്പൊ ക്രിസ്ത്യൻ മീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ പേരൻസ് കഴിഞ്ഞ് ഹിന്ദുസ് ആണെങ്കിൽ അവർക്ക് ഞാനൊരു ഈ ഭയങ്കര എല്ലാം ഇങ്ങനെ സത്യം തേടി പോകുന്ന ഒരു ആധ്യാത്മിക ലൈൻ ആയതുകൊണ്ട് അവര് അങ്ങനെ ആദ്യം വിചാരിച്ചുള്ളൂ. ഓക്കെ അവന് നന്നായിട്ട് പഠിക്കാനൊക്കെ അത് സഹായിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിൽ അവരങ്ങ് കരുതി. എന്നാ പിന്നീട് പേരൻസ് ഈ കാര്യങ്ങൾ അറിയാൻ തുടങ്ങുന്നത് എപ്പോഴാന്ന് ചോദിച്ചാല് ഈ ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴത്തേക്കും, കുംഭമാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ പടനായർ കുളങ്ങര കരുനാഗപ്പള്ളിയിലുള്ള ക്ഷേത്രത്തിലെ ഉത്സവം. അപ്പൊ 6ാമത്തെ ഉത്സവം, വടക്കേ കരക്കാരുടെ ഉത്സവം, ദൂരത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് ദീപാരാധന തൊഴുന്ന ഉത്സവം. അപ്പം എന്നെയും അമ്മനെ ഇന്ന ദിവസം നമുക്ക് നാട്ടിലോട്ട് പോവാം, ഉത്സവമൊക്കെ ആയി. അപ്പൊ ഞാൻ എന്താ ഇവരോട് പറയണ്ടേ? എനിക്കിനി അമ്പലമോ കാര്യങ്ങളോ വിഗ്രഹം ഇങ്ങനെ പറയാം. ഞാൻ ബേസിക്കലി ഒരു ലെഫ്റ്റ് മൈസെൽഫ്. ഇന്നും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ വളരെ ഒരു ടിമിഡ് ഷൈ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. പക്ഷെ ഇന്ന് ദൈവം എന്നെ അങ്ങ് മാറ്റി എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ സ്കൂളിൽ ഒത്തിരി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ പങ്കെടുക്കുമെങ്കിലും അമ്മയോട് പറയുന്നൊരു കാര്യമുണ്ട്. അമ്മ പ്രസംഗം ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതിന്റെ പാരഡോക്സ് എന്ന് പറഞ്ഞാല് എല്ലായിടത്തും ചെന്ന് പ്രസംഗിക്കുക. അപ്പൊ അമ്മ എന്നെ കളയാക്കും, അന്ന് പറഞ്ഞ ആളല്ലേ ഇത്, പ്രസംഗം ഒഴിച്ച്. ഇപ്പം പിന്നെ എപ്പം പ്രസംഗത്തോടെ പ്രസംഗം, എവിടെ യൂട്യൂബിലും പ്രസംഗം, സൂമിലും പ്രസംഗം, ഇവിടെ പ്രസംഗം. അപ്പൊ അതെ ഞാൻ പ്രത്യേകിച്ച് ദൈവം നമ്മളെ മാറ്റുന്ന നമ്മുടെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ആ പേഴ്സണാലിറ്റിയെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവങ്ങ് മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അപ്പൊ ഇത് എങ്ങനെ ഈ പേരൻസിനോട് പറയും? അപ്പൊ ഞാന് കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ, കർത്താവേ അങ്ങയോട് വിശ്വസ്തനായിട്ടിരിക്കാൻ എന്നെ സഹായിക്കണം. ഇപ്പൊ ഞാൻ വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എന്ത് അമ്മയും ചേച്ചിമാരും ഒക്കെ വന്ന് നമുക്ക് അമ്പലത്തിൽ പോകാൻ കുളിച്ചൊരുങ്ങാം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ യേശുവിലെ വിശ്വസിക്കുന്നത്, എനിക്ക് വിഗ്രഹാരാധനയോ കാര്യങ്ങളോ ഒന്നും താല്പര്യമില്ല. അയ്യോ യേശുവില്ല, അപ്പൊ നീ അമ്പലത്തിൽ വരുന്നില്ലേ? അയ്യോ 10 പ്രശ്നമുണ്ടോ അവിടെ? എല്ലാവരും കൂടെ അങ്ങ് അപ്പൊ അമ്മമ്മ എല്ലാവരും വന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൂടെ അങ്ങ് ഭയങ്കര കൂട്ട നിലവിളി മാതിരി, ആരോ എന്തോ മരിച്ചുപോയ വീട് മാതിരി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകനൊക്കെ തന്നെ, പക്ഷെ എനിക്ക് യേശുവിന്റെ വിശ്വാസം അന്നൊക്കെ അവർക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇത് എന്താ പറ്റിയത്? ആരാ ഇവനെ ബ്രെയിൻ വാഷ് ചെയ്ത്? ആരാ നിനക്ക് എന്താ പറ്റിയത്? എന്താ വഴിതെറ്റിപ്പോയോ എന്നൊക്കെ പറഞ്ഞാൽ അവര്, നീ മതം മാറിയോ? ആരാ നിന്നെ പിടിച്ച് മുക്കിയെന്ന് പറഞ്ഞാൽ സ്ഥാനപ്പെടുത്തിയോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളും. ദൈവം അവിടെയൊക്കെ ഒരു കറേജ് ഓഫ് കൺവിക്ഷൻ നമുക്ക്, കർത്താവേ ഞാൻ എന്താന്ന് ഇവർക്ക് നമ്മളിപ്പോ എത്ര പറഞ്ഞാലും ഇവർക്ക് നമ്മൾ മനസ്സിലാവുന്ന ഭാഷയിലെല്ലാം പറഞ്ഞിട്ട് അവർക്ക് അവരുടെ ഇമോഷണൽ അപ്രവലും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അതിലൊക്കെ കർത്താവ് സഹായിച്ചു എന്നുള്ളത്. ഇന്ന് പലരും ഈ നോൺ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സൗരങ്ങളൊക്കെ പലരും എന്നെ വിളിച്ച് സംസാരിക്കും. അല്ലെങ്കിൽ സൗരങ്ങൾ തന്നെ എൻ്റെ അടുത്തേക്ക് ഇന്ന് കണക്ട് ചെയ്യാൻ നോക്കും. സന്ദീപ് ബ്രദറിന്റെ അനുഭവമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് വെച്ചാൽ ഇവരൊക്കെ ഇതിലൂടെ ഒക്കെ കടന്നു പോകുന്നത്. അപ്പം ദൈവം അതിലൂടെയൊക്കെ എന്നെ കടത്തി വിട്ടത് ബാക്കി അനേകർക്ക് ഇന്ന് ദൈവം നമ്മളെ സഹായിച്ചു, നിങ്ങളെ സഹായിക്കുന്ന ഒരു ധൈര്യത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ദൈവം നമ്മളെ അതിലൂടെയൊക്കെ കടത്തി വിട്ടെന്ന് ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മെയ് ഒക്കെ ആയപ്പോഴത്തേക്ക് എൻട്രൻസ് പരീക്ഷയും നമ്മുടെ പ്രീ ഡിഗ്രി പരീക്ഷ, എൻട്രൻസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് പ്രീ ഡിഗ്രിയും അവിടെ ബാച്ചിലും എല്ലാം നമ്മുടെ സബ്ജക്റ്റിലും എല്ലാം ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. ആദ്യത്തെ ചാൻസ് തന്നെ ഈ ഗവൺമെന്റ് സീറ്റിൽ പരിഹാരത്ത് MBBS അഡ്മിഷൻ കിട്ടി. പക്ഷെ അഡ്മിഷൻ കിട്ടുന്നത് അതിന്റെ അഡ്മിഷൻ ആകുമ്പോഴത്തേക്കും December ആയി. അപ്പൊ ആ മെയ് മുതൽ December വരെയുള്ള കാലയളവ് വീട്ടിലൊക്കെ അഴിച്ചു വിട്ടു. അതൊരു വീട്ടുതടങ്കലിന്റെ ഒരു അനുഭവം ഞാൻ പറയാറുണ്ട്. ഒരു ഹൗസ് അറസ്റ്റ് എന്ന് പറഞ്ഞാല് ആദ്യത്തെ ജൂണ് വന്ന ആദ്യത്തെ 2 ആഴ്ച ഞാൻ തേടി കണ്ടുപിടിച്ച് ചർച്ചസിലൊക്കെ പോയി. അപ്പോഴത്തേക്കും ഇവനെ വിട്ടാല് ഇത് നാണക്കേടാവും കുടുംബത്തിന്. എന്നുവെച്ചാല് എന്റെ 2 ചേച്ചിമാരെ അപ്പം വിവാഹം കഴിക്കുന്നതേ ഉള്ളൂ. ഇവനിങ്ങനെ പോയാല് കുടുംബത്തിന് നാണക്കേടാവും, ഇവരെ ആരെങ്കിലും പെണ്ണ് കിട്ടുമോ? അപ്പോ ഇവന് എങ്ങനെങ്കിലും എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ബന്ധുക്കളൊക്കെ അവരെ ആലോചിച്ച് പേരൻസ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാല് ഈ ബൈബിളും പുസ്തകങ്ങളും എല്ലാം അങ്ങ് എടുത്ത് മാറ്റി. അപ്പൊ അത് പിന്നെ എന്താ ചെയ്തതെന്ന് എനിക്ക് പിന്നെ അറിയത്തില്ലായിരുന്നു. പിന്നെ കുറെ നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ് ഈ ക്രിസ്ത്യൻ ബുക്സ് എല്ലാം എടുത്ത് അച്ഛനങ്ങ് കത്തിച്ച് കളഞ്ഞു. ബൈബിൾ കത്തിക്കാൻ അച്ഛന് തോന്നിയില്ല. അച്ഛനത് ഏതോ ക്രിസ്ത്യൻ ഫ്രണ്ടിനോ മറ്റോ കൊടുത്തു. അപ്പൊ അച്ഛൻ അന്ന് ബൈബിൾ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയല്ലോ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ കളിയാക്കാറുണ്ട്. അച്ഛനും അമ്മയൊക്കെ ഇപ്പം ആ ഒരു ഫെയ്ത്തിലേക്ക് അവർ പൂർണ്ണമായിട്ടും വന്നില്ലെങ്കിലും അവര് ആ കാര്യങ്ങളിലൊക്കെ ഒത്തിരി അനുഭവമായിട്ട് അവർക്ക് കാര്യങ്ങളെ കുറിച്ച് ഒത്തിരി താല്പര്യവും കാര്യങ്ങളുമായിട്ടായിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലുള്ള. അപ്പൊ ഞാൻ വെച്ചാൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട്
പിന്നെ പറഞ്ഞു നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ആരോടും അന്ന് പിന്നെ മൊബൈൽ ഫോണോ അങ്ങനൊന്നും ഇല്ല, പുറത്തിറങ്ങേണ്ട, ഒരു കൂട്ടായ്മയ്ക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാനാണെങ്കിൽ ഈ ബൈബിളൊക്കെ വായിച്ച് നമ്മൾ ദൈവജനത്തിന്റെ, എനിക്ക് അന്നേ ആ ഒരു ദൈവജനത്തോടൊരു ദൈവം തരുന്ന ഒരു തീക്ഷ്ണതയും ദാഹവും ഉണ്ടല്ലോ. അപ്പൊ അവര് ഇങ്ങനെ മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ എന്നൊക്കെ 1 പത്രോസ് 2:2-3 വാക്യങ്ങളിൽ പറയുന്നത് പോലെയുള്ള ഒരു കർത്താവ് തരുന്നൊരു ദാഹം. അപ്പൊ ഞാൻ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം യുനോ അടുത്ത കോഴ്സിന് അഡ്മിഷൻ കിട്ടുന്നതിന് വരെയുള്ള ഫ്രീ ടൈമിൽ ബൈബിളൊക്കെ ഒന്ന് നന്നായിട്ട് അങ്ങ് അരച്ചതിലേക്ക് കൂടുതലായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശത്തോടെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇതെല്ലാം കൂടെ അങ്ങ് എടുത്ത് മാറ്റപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു വെച്ചാല്, നമ്മള് വെറുതെ ഒരു വചനത്തിന്റെ ഒരു അക്ഷരത്തിന്റെ ജ്ഞാനമായിട്ട് ചിലപ്പോൾ ഞാൻ ആ സമയത്ത് ഇരുന്നായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഒരു നിഗളിച്ച് യുനോ, പക്ഷെ ദൈവം എന്നെ കൂടുതലൊന്ന് ബ്രേക്ക് ആക്കാൻ വേണ്ടി നമ്മുടെ ആ ഒരു സ്വയത്തിലുള്ള ഒരു ജീലും കാര്യങ്ങളും ഒക്കെ ഒന്ന് ബ്രേക്ക് ആക്കി കർത്താവിന് ഇണങ്ങുന്ന ഒരു പാത്രമായിട്ട് നമ്മളെ മോൾഡ് ചെയ്ത് എടുക്കണമല്ലോ. അപ്പൊ അതിനുവേണ്ടി ദൈവം പേരൻസിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പേരൻസിന്റെ ഒരു അപ്പോഴാണെങ്കിൽ ഈ വിഗ്രഹങ്ങളെ വണങ്ങാനും വിളക്ക് കത്തിക്കാനും ഒക്കെ ഇങ്ങനെ അച്ഛനും ചേച്ചിയൊക്കെ അടിക്കും ഒക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം കർത്താവിന് വേണ്ടി അടി കിട്ടിയിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ഒക്കെ ഇടയ്ക്ക് ചോദിക്കുമ്പോൾ അടി കിട്ടിയിട്ടുണ്ട്, വേറെ ആരും അല്ല, അച്ഛനും ചേച്ചിയൊക്കെ തന്നെ. അന്നത്തെ അവിടെ ആ ഒരു സ്നേഹത്തിലും തീക്ഷ്ണതയിലും ഒക്കെ അന്ന് ഞാൻ തന്നെ അതുവരെയും ഞാനും തന്നെ ആയിരുന്നു അവിടെ ഏറ്റവും ഭക്തിയോടെ ആ വിളക്ക് കത്തിക്കുകയും ബാക്കി വിഗ്രഹങ്ങൾ അലങ്കരിച്ചു വെക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി അവരെ ഒത്തിരി നമ്മളെ പ്രേരിപ്പിക്കുന്നു, അത് ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ നമ്മുടെ അവിടെ എല്ലാം നിന്ന് ഒത്തിരി ശാപവാക്കുകൾ, അവരുടെ ആ ഒരു സ്നേഹത്തിലാണെങ്കിൽ അവര് ഒത്തിരി ശാപവാക്കുകളും കാര്യങ്ങളും ഒക്കെ അപ്പൊ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ വല്ലാതെ ഒരു ഇങ്ങനെ ഒരു ദിവസം ഇതുപോലെ വല്ലാത്ത ഒത്തിരി വഴക്ക് കുറച്ചിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഞാനിപ്പോ താമസിക്കുന്ന ഈ വീടിന്റെ തൊട്ട് കിഴക്കേ വീടാ, പഴയ വീട്. അപ്പൊ അവിടെ ആ വീടിന്റെ ആ മുറ്റത്തൂടെ ഇങ്ങനെ നടക്കുമ്പം ശരിക്കും കർത്താവിനോടുള്ള ആ ഒരു സമയത്തൊക്കെ കർത്താവിനോടുള്ള ഒരു 1-to-1 ഫെലോഷിപ്പ് കുറച്ചുകൂടി ഡീപ്പനായി എന്നുള്ളതാണ്. എന്നുവെച്ചാല് അപ്പം ചർച്ച് ഫെലോഷിപ്പ് ഒന്നും ഇല്ല, വിശ്വാസികളായിട്ട് യാതൊരു കോണ്ടാക്ട് ചെയ്യാൻ യാതൊരു മാർഗ്ഗവും ഇല്ല. എന്ന രഹസ്യത്തിൽ പിന്നെ എനിക്ക് പിന്നെ ഇങ്ങനെ ലാൻഡ് ഫോണിൽ കൂടെ ഞാൻ ചർച്ചിലെ കുറച്ച് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ ഒന്ന് വിളിക്കാനും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്ക് ദൈവം ഓരോ വഴിയൊരുക്കിയ കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മളിങ്ങനെ ആ ഒറ്റയ്ക്കുള്ള ആ നടപ്പില് എനിക്ക് ക്രിസ്ത്യൻ സോങ്സ് ഒന്നും അധികമൊന്നും ഓർമ്മയില്ലായിരുന്നു. പക്ഷെ അന്ന് ഒരു 5-6 മാസം 4-5 മാസം അവിടെ ട്രിവാൻഡ്രത്ത് ചർച്ചിലുണ്ടായിരുന്നപ്പം യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ എന്ന് അതിന്റെ 2 വരികൾ മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ ഞാൻ തന്നെ ആ വരികൾ എന്റേതായിട്ടുള്ള ഈണത്തിൽ പാടി എന്റേതായിട്ടുള്ള കുറച്ചുകൂടെ വരികളൊക്കെ എഴുതി ചേർത്ത് ആ വരികളൊക്കെ പിന്നെ അങ്ങ് മിസ്സായി പോയി. പക്ഷെ അതൊക്കെ ഇരുന്ന് പാടി നടക്കുന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നാ ഏത് വീട്ടില് ഞാൻ ഇങ്ങനെ വചനം വായിക്കാൻ പറ്റാതെ വീട്ടുതടങ്ങളിലായിട്ട് ഞെരുങ്ങിയോ ആ വീട്ടിൽ നിന്ന് തന്നെ പിന്നെ ദൈവവചനത്തിന്റെ പ്രഘോഷണം യൂട്യൂബിലൂടെയും സൂമിലൂടെയും പിന്നെ അല്ലാതെ നമ്മുടെ ചർച്ച് മീറ്റിംഗ്സിലൂടെയൊക്കെ വീട്ടിൽ നിന്ന് തന്നെ വചനം ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പ്രഘോഷിക്കപ്പെടാനൊക്കെ ദൈവം ഇടയാക്കി എന്നുള്ളതാണ് ദൈവത്തിന്റെ ഒരു സാക്ഷ്യം. അപ്പം എന്നാൽ ആ ഒരു സമയത്ത് ദൈവം അതിലൂടെയൊക്കെ കടത്തിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേക്കും അപ്പൊ ഈ TV ചാനലിൽ എന്തെങ്കിലുമൊക്കെ ക്രിസ്ത്യൻ ടെലിവിഷൻ ചാനലിലൊക്കെ വെക്കാൻ നോക്കുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും അത് സമ്മതിക്കത്തില്ല. അപ്പൊ ഇങ്ങനെ വിശ്വവാണി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അന്ന് റേഡിയോയിൽ രാവിലെ ഉണ്ടെന്ന് എങ്ങനെയോ ഈ സഹോദരങ്ങളെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോഴും മറ്റേ അറിയാൻ. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഈ റേഡിയോയിൽ വിശ്വവാണി എത്ര മണിക്കോ 5 മണിക്കോ ഏതാണ്ട് സമയത്തുണ്ട് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് അതൊക്കെ ട്യൂൺ ചെയ്ത് കേൾക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അതും അച്ഛൻ കണ്ടുപിടിച്ചിട്ട് അച്ഛൻ പിന്നെ റേഡിയോയുടെ കോർഡൊക്കെ എടുത്ത് പാത്തു വെച്ചു. പക്ഷെ ഹെവനിലോട്ടുള്ള കണക്ട് ചെയ്യുന്ന കോഡ് പാത്ത് വെക്കാൻ ആർക്കും പറ്റത്തില്ലല്ലോ. പക്ഷെ ഇതെല്ലാം ആയിരുന്ന സമയത്ത് അപ്പൊ നമ്മുടെ ഈ ചർച്ചിന്റെ ഒരു ജീവമൊഴികൾ എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം കോട്ടയത്തിൽ വരുമായിരുന്നു. അപ്പൊ അത് പോസ്റ്റ്മാൻ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ അത് പോസ്റ്റ്മാൻ പെട്ടെന്ന് വാങ്ങിച്ച് ആരും കാണാതെ അത് ഈ പത്രക്കടലാസിന്റെ ഒക്കെ ഇടയിൽ എവിടെയെങ്കിലും ഒക്കെ പല പേജുകളാക്കി ഒരിടത്തുനിന്ന് ഇതങ്ങ് പിടിച്ച് മാറ്റിയാല് മൊത്തം കൂടെ പോകണ്ടല്ലോ എന്ന് വെച്ചാൽ പല പേജുകളായിട്ട് എവിടെയെങ്കിലും ഒക്കെ കട്ടലിന്റെ കീഴിലും തലയണക്കടിയിലും പത്രത്തിന്റെ അടിയിലും ഒക്കെ എടുത്തു വെച്ച് വേറെ ആരും ഇല്ലാത്ത സമയത്ത് ആ ഓരോ ലേഖനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നതൊക്കെ തന്നെ അപ്പോഴാണ് ശരിക്കും ദൈവവചനം കുറച്ചുകൂടെ അധികമായിട്ട് വിലമതിക്കാനും. അപ്പൊ ഈ റഷ്യയിലും ചൈനയിലൊക്കെ ഓരോരുത്തർ ദൈവവചനം ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്നൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ അതിന്റെ ഒരു ചെറിയൊരു മുൻരുചിയായിട്ട് ഈ കുറച്ച് മാസങ്ങൾ ഇങ്ങനെ ഈ വെള്ളത്തിൽ നിന്ന് കരയിലിട്ട മീനിനെ പോലെ നമ്മളൊരു പിടയ്ക്കുന്ന ഒരു അനുഭവം, അതിന്റെ ഒരു പാരമ്യത്തിൽ എത്തുന്ന ഒരു കാര്യം കൂടെ ഞാനങ്ങ് പറഞ്ഞു ഓർത്തുവാണെങ്കിൽ ഈ പേരൻസിന്റെ ഇടയ്ക്ക് ആരോ പറഞ്ഞു ഇവനെ ആരെങ്കിലും ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തായിരിക്കും, അപ്പം വല്ല സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിച്ച്, ഇന്ന് ഞാനൊരു സൈക്കാട്രിസ്റ്റാണ്, എന്നെ അന്ന് അവരുടെ പേരൻസിനോട് ഉപദേശിച്ചത് വല്ല സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിച്ച് ഇവനെ ഹിപ്നോട്ടൈസ് ചെയ്ത് എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് അച്ഛൻ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അച്ഛൻ എന്നെ തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്തുള്ളൊരു സൈക്കാട്രിസ്റ്റ് അടുത്ത് കൊണ്ട് കാണിക്കുകയും എൻ്റെ പറഞ്ഞില്ല എങ്ങോട്ടാ പോകുന്നതെന്നും പോയി കാണുമ്പോഴാണ്
അവിടുന്ന് ഏത് സൈക്കാട്രിസ്റ്റ് ആണെന്ന് മനസ്സിലാവുന്നത്. അപ്പം അദ്ദേഹം ചോദ്യങ്ങളോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്ത് ഇരിക്കാൻ പറഞ്ഞു. അച്ഛനോട് സംസാരിച്ചു. കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങ് തിരിച്ചു വരുവാ. തിരിച്ചു വരുന്ന വഴിയില് അവിടെ ആ ശാസ്തമംഗലം ആ ഏരിയയിൽ ഏതോ ക്രിസ്ത്യൻ ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കോമ്പൗണ്ടിൽ ഒത്തിരി വചനങ്ങൾ എഴുതി വെച്ചേക്കുന്നു. അപ്പൊ എനിക്കാണെങ്കിൽ ഈ വചനങ്ങൾ കാണുന്ന ഭയങ്കര ഒരു ജീവശ്വാസം കിട്ടിയതുപോലെ പല വചനങ്ങളും ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുമ്പോൾ ഈ വചനങ്ങളൊക്കെ ഞാനിങ്ങനെ വായിച്ചുകൊണ്ട് നടക്കുന്നു. ബസ് കയറുന്നതിന്റെ തൊട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വചനം മത്തായി 5:10 നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവരുടേതാണ്. അപ്പൊ അത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ആശ്വാസവും, കർത്താവേ ഞാനിപ്പോ ഈ കടന്നു പോകുന്ന സിറ്റുവേഷൻ അവിടുന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണെന്നാണല്ലോ എഴുതി വെച്ചേക്കുന്നത്. നീതിക്ക് വേണ്ടി ഞാനത് പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ അവിടുത്തെ രാജ്യം എനിക്കായിട്ട് അവിടുന്ന് തരുന്ന കർത്താവായതുകൊണ്ട് സ്തോത്രം എന്ന് പറഞ്ഞ് നമ്മള് പിന്നെ ബസ് കയറിഞ്ഞ് തിരിച്ച് കരുനാഗപ്പള്ളിയിലോട്ട് വന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് നാവൊക്കെ കുഴഞ്ഞു വരാൻ തുടങ്ങുന്നു, നാവൊക്കെ കല്ലിച്ച് വരാൻ തുടങ്ങുന്നു. അപ്പൊ എനിക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലായില്ല. അപ്പൊ എന്റെ ചേച്ചിയൊക്കെ ആ സമയത്ത് ആലപ്പുഴയിൽ MBBS പഠിക്കുന്ന സമയം. അപ്പൊ എന്തോ ഇങ്ങനെ പെട്ടെന്ന് ഓരോരുത്തർക്ക് സ്ട്രോക്ക് വരുന്ന കാര്യം, പക്ഷാഘാതം വരുന്ന കാര്യമൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചു എനിക്ക് വല്ല ഈ പ്രായത്തിൽ എന്തെങ്കിലും സ്ട്രോക്ക് എങ്ങാനും വരാൻ പോവുകയാണ്. അപ്പൊ ഞാൻ അമ്മയോട് ഇങ്ങനെ കുഴഞ്ഞ വാക്കിൽ നാവ് ഇങ്ങനെ കല്ലിച്ച് വരുമോ, എനിക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല, അമ്മ എന്തോ പറ്റുന്നു. അമ്മയ്ക്ക് പെട്ടെന്ന് എന്തോ കാര്യം മനസ്സിലായി. അമ്മ പെട്ടെന്ന് അടുത്തുള്ള ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് തലേദിവസം സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹം ഒരു ഹാലോപെറിഡോൾ സെറനേസിന്റെ ഒരു സിറപ്പ് കുറിച്ച് തന്നത്. അത് ഒരു സ്പൂൺ ഒഴിക്കാൻ അദ്ദേഹം പറഞ്ഞ അമ്മ ഒഴിച്ചപ്പോൾ 2 സ്പൂൺ അത് കുറച്ച് കൂടുതൽ ഇനി വന്നു. അപ്പം തലേദിവസം കൊടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച അമ്മ അങ്ങ് കൊടുത്തതാ. അപ്പം ഇവന് ഇരട്ട സ്പീഡിൽ ഇനി തിരിച്ചു വരട്ടെ, ഹിന്ദുത്വത്തിലോട്ട് വരട്ടെ എന്ന് വിചാരിച്ചെന്ന വണ്ണം അമ്മ അങ്ങ് തന്നു. അപ്പൊ അതങ്ങ് ഒരു എക്സ്ട്രാ പെരിഫറൽ സൈഡ് എഫക്ട് നമ്മൾ പറയാം, അക്യൂട്ട് മസ്കുലർ ഡിസ്റ്റോണിയ. അപ്പൊ അതിന്റെ ആ ഒരു ഇതായിരുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ സൈക്കാട്രി ഫീൽഡിലുള്ള ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളുമായിട്ട് വരുമ്പം എന്നെയും ദൈവം ആ ഒരു അവസ്ഥയിലൂടെ അന്ന് കടത്തി വിട്ടിരുന്ന് ട്രെയിൻ ചെയ്യുമായിരുന്നു. അപ്പോ അത് ഒരു ഫെനഗ എന്ന് പറഞ്ഞ ടാബ്ലറ്റ് തന്ന അദ്ദേഹം വിട്ടു അവിടെ ഡോക്ടർ. പക്ഷെ എങ്കിലും അതൊരു ഇഞ്ചക്ഷൻ പെട്ടെന്ന് തന്നാൽ അതങ്ങ് മാറിയേനെ. പക്ഷെ ദൈവം അത് അനുവദിച്ചില്ല. എന്തുകൊണ്ടെന്നാ ഞാൻ കുറച്ചൊന്ന് കഷ്ടപ്പെടണം. ഞാൻ അന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുമ്പത്തേക്ക് പെട്ടെന്ന് ഈ മസിൽസ് എല്ലാം കൂടെ കൊച്ചി പിടിക്കുന്നവണൊക്കെ അങ്ങ് കല്ലിച്ച് വരുന്നവണൊക്കെ ഒരു വല്ലാത്തൊരു സ്പാസം മാതിരിയുള്ള ഒരു അവസ്ഥയിലോട്ടൊക്കെ അങ്ങ് പോവുമായിരുന്നു. അപ്പൊ അതിന്റെ രാത്രിയിലും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോഴും ഈ കട്ടിലെ കിടന്ന് ഞെരിപിരി കൊള്ളുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ദൈവം ഓർപ്പിക്കുന്ന വാക്യം, നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അപ്പൊ ആ വാക്യം നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ നമ്മൾ അടിച്ചു നിൽക്കുന്നുള്ളത് കൊണ്ട് ഇവരോട് അച്ഛനും അമ്മയ്ക്ക് ഇത് അറിയായ്മ ചെയ്യുന്ന ആയതുകൊണ്ട് കർത്താവ് അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനും അവരോടൊക്കെ ക്ഷമിക്കാനും ഇല്ല ദൈവം അങ്ങ് സഹായിച്ചു. അപ്പം അന്ന് രാത്രി ഉറങ്ങാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ വീണ്ടും കൊണ്ടുപോയി അത് IV ആയിട്ട് പിന്നെയും ഡ്രിപ്പില് ഒക്കെ പിന്നെ ഇഞ്ചക്ഷൻ ഒക്കെ കിട്ടിയപ്പോഴത്തേക്കും പിന്നെ അതങ്ങ് ശരിയായി. പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം തന്നെ എൻട്രൻസിന്റെ റിസൾട്ടും വന്നു. എന്നുവെച്ചാൽ ദൈവം ഈ എൻട്രൻസിന്റെ റിസൾട്ട് എല്ലാം ഇത് അത്രയും ഡിലേ ചെയ്യിപ്പിച്ചു. എന്താ എന്നെ ഇതിലൂടെയൊക്കെ കടത്തി വിടണമല്ലോ. അപ്പം എൻട്രൻസ് റിസൾട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ അതൊക്കെ MBBSന് അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ പരിയാരത്തേക്ക് ചെല്ലുന്നു. പരിയാരത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും പിന്നെ അവിടെ ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പ് കോളേജ് സ്റ്റുഡൻസിന് ഇടയിൽ തന്നെ ക്രിസ്ത്യൻ ഫെലോഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് അവിടെയുള്ള ബിലീവേഴ്സ് ആയിട്ടുള്ള സഹോദരങ്ങളെ പരിചയപ്പെടുകയും അവരോട് ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത്, അയ്യോ എനിക്കൊരു ബൈബിള് കിട്ടണം. അവർക്ക് വലിയ സന്തോഷവും പുതിയ ബാച്ചിൽ ബിലീവർ ആയിട്ടുള്ള ഒരു പയ്യൻ വന്നിരിക്കുന്നത്. അപ്പം അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈബിള് തന്നെ എടുത്തു തരുന്നതും പിന്നീട് ഒരു പുതിയ ബൈബിള് വാങ്ങിക്കുന്നതും അങ്ങനെ പിന്നെ എവിഡൻസ് ഓഫ് ഫെലോഷിപ്പും കാര്യങ്ങളും അങ്ങനെ ദൈവം അതായിരുന്നു ആ ഒരു കാലയളവൊക്കെ. അപ്പൊ ആ ഒരു സമയത്ത് വേറൊരു കാര്യം പറഞ്ഞാല് പേരൻസ് ആണെങ്കിൽ നമുക്കാണെങ്കിൽ ജസ്റ്റ് കഷ്ടിച്ച് എന്തെങ്കിലും പൈസ തരത്തുള്ളൂ. എന്ന് വെച്ചാൽ കൂടുതൽ പൈസ തന്നാൽ ഇവന് എന്തെങ്കിലും ക്രിസ്ത്യൻ ബുക്സ് വാങ്ങിക്കാനോ എന്തെങ്കിലും ഒക്കെ ചെലവഴിച്ചാലെന്ന് വെച്ചാൽ ആ ഹോസ്റ്റൽ ഫീസിന്റെ ജസ്റ്റ് ഒന്ന് കഷ്ടിച്ച് മെസ് ഫീസ് അതിന്റെയൊക്കെ. അപ്പം ഞാൻ തന്നെ എന്ത് ചെയ്യുന്നത്, അപ്പം നമുക്കാണെങ്കിൽ അന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അവിടെ ആ തിരുവനന്തപുരത്ത് ആയിരുന്നപ്പോൾ ഞാൻ തൊട്ടടുത്ത് 4-5 തൊട്ടടുത്ത് പരുത്തിപ്പാറ അവിടെ ഒരു ഫെലോഷിപ്പിന് ചർച്ചിൽ പോയെന്ന് പറഞ്ഞ പോലെ അവിടെ പരിഹാരത്തായിരുന്നപ്പം എനിക്ക് മനസ്സിന് ബോധിച്ചൊരു ഫെലോഷിപ്പ് അങ്ങ് കൂത്തുപറമ്പിലായിരുന്നു. അപ്പൊ അതൊരു 55 കിലോമീറ്റർ. അപ്പം ആ ഒരു ശൈശവ പ്രായത്തിൽ തൊട്ടടുത്ത് ദൈവം ഫെലോഷിപ്പ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് വളർന്നപ്പം കുറച്ചുകൂടെ ദൂരെയുള്ള ഒരു ഫെലോഷിപ്പ്, അതൊരു 3 ബസ് കയറി മാറിപ്പോണം. അപ്പൊ ഒരു അന്ന് എന്തോ ഒരു 42 രൂപയോ ഒരു 3 ബസ് മാറി കയറി പോകേണ്ട ഒരു ഇതുപോലെ. അപ്പൊ എനിക്കാണെങ്കിൽ പൈസയൊക്കെ കഷ്ടിച്ചായിരിക്കും അവിടെ നിന്ന് അയച്ചു തരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മള് വേറെ ബാക്കിയുള്ള ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഈ ഇന്റർവെല്ലും കാര്യങ്ങളും ഒക്കെ അവരെന്തെങ്കിലും ഒക്കെ ചായ കുടിക്കാനും പഴംപൊരി കഴിക്കാനും ഒക്കെ പോകുമ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് എല്ലാം ഒന്ന് ലിമിറ്റ് ചെയ്യാൻ അതൊക്കെ ദൈവം നമുക്ക് ആ ഒരു അച്ചടക്കവും കാര്യങ്ങളും ഒക്കെ ശീലിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഹോസ്റ്റലില് സ്പെഷ്യലോ കാര്യങ്ങളോ ഒന്നും കൂടുതൽ എടുക്കാതെ ബെയർ മിനിമം ആയിട്ടുള്ളത് മാത്രമാക്കി. അപ്പൊ അവിടെയൊക്കെ ഒരു
അതിലൂടെയൊക്കെ കർത്താവ് നമ്മളെ എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സൗകര്യങ്ങളൊക്കെ സഹായിച്ചിരുന്നു. പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ വേറെ ആരെയും പറയണം, വേറെ സൗകര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ ഞാൻ എല്ലാം പേരൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും അവർ വളരെ ശുഷ്കിച്ചും മോഷ്ടിച്ചും ഒക്കെ ആയിരുന്നോട്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ചിലപ്പം ഒരു പ്രാവശ്യം നമ്മുടെ ചേർച്ചിന്റെ ഒരു കോൺഫറൻസ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എന്റെ കയ്യിൽ ആകപ്പാടെ ചില്ലറ പൈസ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അപ്പൊ ആ സമയത്ത് ഹോസ്റ്റൽ മെസ് ഇല്ലാതെ നമ്മൾ പട്ടിണി കിടക്കേണ്ടി വന്നേനെ. ഒരു പ്രാവശ്യം ഞായറാഴ്ച മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ തിരിച്ച് ഇനി എത്താന് പൈസ ഇല്ല. അപ്പം ഞാന് അവിടെ എന്തിനാ പറഞ്ഞേ, പുത്തുറമ്പിൽ നിന്ന് തിരിച്ച് കഴിഞ്ഞ് പരിഹാരം വരെ എത്താൻ പൈസ ഇല്ല. തളിപ്പറമ്പ് വരെ ആയപ്പോഴത്തേക്കും അത്ര എത്താനുള്ള പൈസയേ ഉള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു 10 കിലോമീറ്റർ അവിടെ പരിഹാരം ഹോസ്റ്റൽ വരെ അങ്ങ് നടന്നു. എന്നാ ഞാൻ പറഞ്ഞു വെച്ചാൽ, അപ്പോഴും കർത്താവിന് വേണ്ടി ഇന്ന് പലപ്പോഴും ഈ യുവാക്കൾ, നമ്മുടെ ചെറുപ്പക്കാരും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ചർച്ച് മീറ്റിംഗ് ഒക്കെ മിസ്സാകുമ്പോൾ ഞാൻ എന്റെ അനുഭവം ഒക്കെ പറയും. എന്നുവെച്ചാല് അന്ന് ഒരു ചർച്ച് മീറ്റിങ്ങിന് അത്രയും എത്തിപ്പെടാൻ പൈസ ഇല്ലാഞ്ഞിട്ട് പോലും നമ്മൾ അങ്ങനെ ചെയ്ത കാര്യങ്ങളും, പിന്നെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഞായറാഴ്ച അന്നൊക്കെ ഈ ഹർത്താലും ബന്ധുവൊക്കെ ചിലപ്പോൾ ഞായറാഴ്ച വരും. അപ്പം ബസ്സൊന്നും കാണത്തില്ല. പക്ഷെ എങ്കിലും ഒരു ഞായറാഴ്ച ഇങ്ങനെ എന്തോ ഒരു ഹർത്താലും മാതിരി വന്നു. പക്ഷെ ഞാൻ എങ്ങനെങ്കിലും ഒരു ജീപ്പിന്റെ പുറകിലോ അങ്ങാണ്ട് പിടിച്ച് എങ്ങനെയെങ്കിലും നമുക്ക് കൂട്ടായ്മ അതുപോലൊരു അത്ര നമ്മൾ വാല്യൂ ചെയ്യുന്നൊരു കൂട്ടായ്മയായിരുന്നു. അവിടെ ഹോസ്റ്റലില് ദിവസമുള്ള ഞങ്ങൾ ബോയ്സ് ഹോസ്റ്റലിലെ ഫെലോഷിപ്പ്, പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഒരു ഫെലോഷിപ്പ് കാര്യങ്ങളും ഒക്കെ നമ്മൾ കർത്താവിൽ കൂടുതൽ വളർത്താൻ, അവിടെ നമ്മൾ വചനമൊക്കെ ഷെയർ ചെയ്യാൻ പഠിക്കുന്നതും നമ്മുടെ കൂട്ടുസൗരങ്ങളുമായിട്ടുള്ള ആ ഒരു കൂട്ടായ്മയിലെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഒരു പ്രഷ്യസ് മെമ്മറീസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാ പിന്നെ സൈക്യാട്രി എന്നുള്ളൊരു ഫീൽഡിലോട്ട് ദൈവം നയിക്കുന്നത്. അതൊരു വേറൊരു സംഭവ കഥയാന്ന് പറയുന്നത് വെച്ചാല്, ഞാന് MBBS പഠിക്കുന്ന സമയത്ത് എനിക്ക് തീരെ ഇഷ്ടമില്ലാതിരുന്ന ഒരു സബ്ജക്ട് ആയിരുന്നു സൈക്യാട്രി എന്ന് പറഞ്ഞാല്. ചില സൈക്യാട്രിസ്റ്റുകൾ പലരും ഒക്കെ ഫെയ്ത്തിനെയൊക്കെ പുച്ഛിച്ചൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ വിചാരം സൈക്യാട്രി എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ട ഒരു സ്പെഷ്യാലിറ്റി എന്നാ. അപ്പം എനിക്ക് ആ ഒരു ഫീൽഡിനോട് അങ്ങനെ ഒരു ചെറിയൊരു വിരക്തി മാതിരിയായിരുന്നു. പക്ഷേ എങ്ങനെ ഞാൻ പിന്നെ ഈ സൈക്യാട്രിസ്റ്റ് ആയിട്ട് എത്തിപ്പെട്ടെന്ന് ചോദിച്ചാൽ, അതിന്റെ ഒരു കഥയെന്ന് പറഞ്ഞാല് 2009 ഏപ്രിൽ മാസം, 2009 നമ്മള് MBBS കഴിഞ്ഞ് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എൻട്രൻസ് ഒക്കെ എഴുതുന്നു, ഇടയ്ക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പൊ ആ 2009 ഏപ്രിൽ മാസം 17, 18, 19 ഒരു 2 ദിവസം ഒരു ലൈഫ് റിവിഷൻ സെമിനാർ കുരുവിള വർഗീസ് സാർ എന്ന് പറഞ്ഞാൽ അവിടെ തമിഴ്നാട് ഒട്ടൻചിത്രത്തുള്ള ഒരു ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഹോസ്പിറ്റൽ ഒരു സീനിയർ മോസ്റ്റ് ഫിസിഷ്യൻ ആയിട്ടുള്ള ഒരു കുരുവിള വർക്കി എന്ന് പറയുന്ന സാറ് പര്യാപ്തം ഞങ്ങൾക്ക് റിട്രീറ്റ് ഒക്കെ എടുക്കാൻ, മെസ്സേജസ് ഒക്കെ എടുക്കാനൊക്കെ വരുമായിരുന്നു. അപ്പം സാറിന്റെ ഒരു ലൈഫ് റിവിഷൻ സെമിനാർ ഇവിടെ കോട്ടയത്ത് മാങ്ങാനത്ത് അവിടെ ഇങ്ങനെ നടക്കുന്ന അറിഞ്ഞ് ഞാൻ അവിടെ ഈ 2 ദിവസത്തെ റിട്രീറ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ആ ഏപ്രിൽ 19, 2009 ഏപ്രിൽ 19 ഞായറാഴ്ച ദിവസം മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ സാറിനോട് ഇന്ന് പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ സാറ് സന്ദീപ് എന്തൊക്കെയുണ്ട് വിശേഷം കാര്യമൊക്കെ ചോദിച്ചു. സാറ് ചോദിച്ചു, സന്ദീപ് എന്ത് സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹം? അപ്പം ഞാന് സാർ എന്തെങ്കിലും മെഡിക്കൽ സബ്ജക്ട്സ്, ചില സർജിക്കൽ സബ്ജക്ട്സ് ഒക്കെ ഇല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിനോ പീഡിയാട്രിക്സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിന്റെ ഹൃദയത്തിലുള്ളത്. അപ്പം സാർ ചോദിച്ചു, വാട്ട് അബൌട്ട് സൈക്യാട്രി കേൾക്കുമ്പോൾ എനിക്ക് എന്താ ഒരു നോസിയേറ്റിംഗ് ഫീലിംഗ്, എന്താ നമുക്കൊരു അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് അതിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത അത്ര വലിയ എക്സ്പോഷർ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ സാർ പറഞ്ഞു, ദർ ഇസ് മച്ച് നീഡ് ഫോർ ക്രിസ്ത്യൻ കൗൺസിലിംഗ്. എൻ്റെ അവിടെ ഒത്തിരി ക്രിസ്ത്യൻ കൗൺസിലിങ്ങിനൊക്കെ ഒരു ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഹൃദയത്തിൽ ഞാൻ സാറിനോടുള്ള ബഹുമാനം കൊണ്ട് നമ്മൾ പുറമേ പറഞ്ഞില്ലെങ്കിൽ ഉള്ളിൽ പറയുന്നത്, ക്രിസ്ത്യൻ കൗൺസിലിങ്ങിന് ആർക്കെങ്കിലും ദൈവത്തിന് വിളി ഉണ്ടെങ്കിൽ ദൈവം താല്പര്യമുള്ളവർ ആരെങ്കിലും വിളിച്ചുകൊള്ളുമല്ലോ, നമുക്കിപ്പോ എന്താ ചെയ്യാന് എന്നുള്ളത്. എന്നാൽ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പ്രാർത്ഥിക്കാം. സാർ പറഞ്ഞു, വേണമെങ്കിൽ ഓട്ടംചിത്രത്ത് ഒന്ന് വർക്ക് ചെയ്യാം. അല്ല സാറേ ഞാൻ പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒന്ന് ഒഴിവൊഴിവ് പറയണമെങ്കിൽ പെട്ടെന്ന് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞ് മാറാമല്ലോ എന്ന് വിളിച്ച് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാനിങ്ങ് തിരിച്ച് ട്രെയിൻ കയറി ഇങ്ങനെ കോട്ടയത്ത് നിന്ന് എറണാകുളം വരുന്ന വഴിയില് എന്താ ഞാൻ ഈ പറഞ്ഞു വരുന്ന വെച്ചാൽ, ദൈവം ഒരു ദർശനമൊക്കെ തന്ന ഒരു സൂപ്പർ നാച്ചുറൽ ഒരു വിഷൻ, അങ്ങനെയുള്ള ഒരു വിഷന്റെ അനുഭവമൊക്കെ എന്റെ ജീവിതത്തിൽ ഒരു 3-4 അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊരു 2ാമത്തെ അനുഭവമായിരുന്നു. അപ്പം സൈക്യാട്രിയിലോട്ട് എന്നെ ദൈവം ഗൈഡ് ചെയ്യാൻ വേണ്ടി ദൈവം ഉപയോഗിച്ചൊരു ചെറിയൊരു മുഖാന്തരം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു വരുക. അപ്പം തിരിച്ചിങ്ങോട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇപ്പം ഇടയ്ക്ക് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നൊരു ചവറയിലുള്ള ഒരു അരവിന്ദ് ഹോസ്പിറ്റലിൽ അന്ന് സൺഡേ നൈറ്റ് കാഷ്വാലിറ്റി ഡോക്ടർ ആരുമില്ല. ഡോക്ടർ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ടയർഡായിട്ടിരിക്കുക, യാത്രയില്ല. സാരമില്ല ഡോക്ടർ, എങ്ങനെയെങ്കിലും ഇനി എത്തിയാൽ മതി. അപ്പം ഞാൻ പിന്നെ അവിടെ വീട്ടിലെത്തി പെട്ടെന്ന് ഫുഡൊക്കെ പാക്ക് ചെയ്ത് അങ്ങ് ഷവറിലോട്ട് പോയി. അവിടെ നൈറ്റ് കാഷ്വാലിറ്റി ഒരു 12-12:30 വരെയൊക്കെ ഹെവി കാഷ്വാലിറ്റി, ആഹാരം കഴിക്കാൻ പോലും സമയം കിട്ടിയില്ല. 12:30 കണ്ട് ആഹാരം കഴിക്കുന്നത്. പിന്നെയും പേഷ്യൻസ് 1:15 രാത്രി, അതായത് പിറ്റേ ദിവസം പകല്, അതായത് രാത്രി 1:15 ആയപ്പോഴത്തേക്കും ഡ്യൂട്ടി ഡോക്ടേഴ്സ് റൂമിലോട്ട് വരുന്നത്. ഡ്യൂട്ടി ഡോക്ടേഴ്സ് റൂമിലോട്ട്
വരുമ്പോ നമ്മള് ഫിസിക്കലി ഒത്തിരി അങ്ങ് എക്സോസ്റ്റഡാ, ഒത്തിരി അങ്ങ് ടയേർഡാ, ക്ഷീണിച്ചിരിക്കുക. പക്ഷെ എങ്കിലും ഈ റിട്രീറ്റ് ഒക്കെ കഴിഞ്ഞ് ആത്മീയമായിട്ട് വലിയ ഫ്രഷ് ആയിട്ടിരിക്കുക. അപ്പൊ എനിക്ക് കിടന്നുറങ്ങണമെന്നുണ്ട്. പിന്നെ അടുത്ത കോൾ എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല. കാഷ്വൽ ഡ്യൂട്ടി ആണല്ലോ. അപ്പൊ പക്ഷേ എനിക്ക് ദൈവത്തിന്റെ ആ സന്നിധിയിൽ കുറച്ചുകൂടി സമയം ഒന്ന് ജസ്റ്റ് ഡിലൈറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ജസ്റ്റ് വർഷിപ്പ് ദ ലോർഡ്. എന്തെങ്കിലും ദൈവമേ അത് തരണം ഇത് തരണം എന്തെങ്കിലും ചോദിക്കാനൊന്നുമല്ല. കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന്, കർത്താവിന്റെ സന്നിധിയിൽ ടു മെഡിറ്റേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, ടു മെഡിറ്റേറ്റ് ഇൻ ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ്. വൺ തിങ് ഐ ഹാവ് ആസ്ക്ഡ് ദാറ്റ് ഐ ഹാവ് ഡിസൈഡ് ടു dwell in the temple of the Lord all the days of my life എന്ന് സാം 27:4 സങ്കീർത്തനം 27:4 ദാവീദ് പറഞ്ഞതുപോലെ അവിടുത്തെ മന്ദിരത്തില് എന്നും ധ്യാനിക്കേണ്ടതിന്, അവിടുത്തെ മനോഹരത്വം കാണുവാനായിട്ട് എന്നും തങ്ങാൻ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നു, അത് ഞാൻ ഇച്ഛിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. അപ്പൊ ഞാൻ അങ്ങനെ ഡിലൈറ്റ് ജസ്റ്റ് വർഷിപ്പിംഗ് ദ ലോർഡ്, ഡിലൈറ്റിംഗ് ഇൻ ദ ലോർഡ്സ് പ്രസൻസ്. പെട്ടെന്ന് ഞാൻ എന്റെ മുമ്പിലുള്ള ആ റൂമിന്റെ വൈറ്റ് വാഷ്ഡ് വാളിൽ കാണുന്നത് എന്തോ കുറെ ആൾക്കാരിരിക്കുന്നതാ. കുറെ ആൾക്കാരിരുന്ന് കരയുന്ന ഒരു 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 ദീനരോധനം മാതിരി, കുറെ പാമ്പിടിച്ച ആൾക്കാരിരുന്ന് കരയുന്ന ഒരു, ഇരുട്ടത്തിരുന്ന് കരയുന്നതുകൊണ്ടൊക്കെ ഒരു കാര്യങ്ങളാണ് കാണുന്നത്. ഒരു 60-70 വയസ്സുള്ള ഒരാളുടെ മുഖവും ഒരു 6-7 വയസ്സുള്ള ഒരു പെൺകൊച്ചിന്റെ മുഖവും ഒക്കെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇവരോടുള്ള ഒരു മനസ്സലിവ്, ഒരു കമ്പാഷൻ ദൈവന്റെ ഹൃദയത്തിൽ വന്ന് കൊണ്ടുവന്ന ഒരു നദിമാതിരി നിറയ്ക്കുകയും എനിക്ക് പെട്ടെന്ന് എന്നിലൂടെ ഇവരെ ടച്ച് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു ഉള്ളൊരു ബോധ്യം. അപ്പം പെട്ടെന്ന് സൈക്യാട്രി എന്നുള്ള ഫീൽഡിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് എന്റെ ഹൃദയത്തിലേക്ക് ഒരു നദി പോലെ വന്ന് ഇറങ്ങും. അതിന്റെ കൂടെ എന്ന് പറഞ്ഞാല് ഇത് രാത്രി 1:15 നടക്കുന്ന, ഉച്ചയ്ക്ക് 1:15 ഒരു ലോക സാറിന്റെ കാര്യമൊക്കെ സംസാരിച്ച്. അപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇത് അവിടുത്തെ ഹിതമാണ് സൈക്യാട്രി എന്നുള്ള ഫീൽഡ്, ഐ എം റെഡി ലോഡ്. പക്ഷെ എനിക്കൊന്ന് അവിടുന്ന് ക്ലാരിറ്റി തരണം. അല്ലാതെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് പിന്നെയും ജീവിതകാലം മൊത്തം വലിച്ചടിച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ക്ലാരിറ്റി തരണം എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാരിറ്റിക്കായിട്ട് എങ്ങോട്ടാണ് നോക്കുന്നത്? ദൈവവചനം, മാറ്റമില്ലാത്തതായിട്ടുള്ള ദൈവവചനം. ആകാശം ഭൂമിയാലും എന്റെ വചനം മാറിപ്പോയില്ലെന്ന് മത്തായി 24:35 പറഞ്ഞ കർത്താവിന്റെ തിരുവചനം. അപ്പം ഞാൻ ഇവിടെ ഡ്യൂട്ടി, ഹോസ്പിറ്റൽ ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ നമ്മൾ ബൈബിളെല്ലാം കൊണ്ടാണ് പോകുന്നേ. അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ വചനം വായിക്കണം, ധ്യാനിക്കണം. അതാണ് നമ്മുടെ ഒരു ഭയങ്കര ഒരു ആവേശം. അപ്പൊ ഞാൻ ഈ ബൈബിൾ എടുത്ത് തുറന്ന് ഏതെങ്കിലും ദൈവം ഗൈഡ് ചെയ്യുന്ന ഏതെങ്കിലും പോർഷനിലോട്ട് വായിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ ബൈബിൾ എടുത്ത് തുറക്കുമ്പോൾ യെശയ്യാവ് 50-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യം ഞാൻ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന NASB ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷന്റെ ബൈബിളിൽ തുറക്കുമ്പോൾ ആ യെശയ്യാവ് 50-ന്റെ 2-ാമത്തെ വാക്യം കിട്ടുന്നത്. അവിടെ പറയുന്നത് എന്താ? ഞാൻ വിളിച്ചിട്ടും ആരും വരാഞ്ഞത് എന്ത് എന്നുള്ളൊരു ചോദ്യമാണ്. ഇങ്ങനെ പറയുന്നത് എന്റെ യെശയ്യാവ് 50-ന്റെ ഞാൻ വന്നപ്പോൾ ആരും ഇല്ലാതിരിക്കുവാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിക്കുവാനും സംഗതി എന്ത്? ദൈവം വിളിച്ചിട്ട് ഉത്തരം പറയാതിരിക്കാൻ എന്താ കാര്യം എന്നായിരിക്കുന്നത്? വൈ വാസ് ദേർ നോ മാൻ വെൻ ഐ കേം, വെൻ ഐ കോൾഡ്, വൈ വാസ് ദേർ നൺ ടു ആൻസർ? അയ്യോ, ദൈവത്തിന്റെ ഒരു വിളി. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ദൈവത്തിന്റെ ആ ഒരു ശക്തിയെക്കുറിച്ചും ദൈവം സമുദ്രത്തെ ഉണക്കുന്ന കാര്യവും പറ്റിച്ച് കളയുന്ന കാര്യവും ഒക്കെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ആകാശത്തെ ഇരുട്ടൊടിപ്പിക്കുന്ന കാര്യമൊക്കെ 3-ാമത്തെ വാക്യം കഴിഞ്ഞിട്ട് പിന്നെ 4-ാമത്തെ വാക്യം, ദ ലോർഡ് ഗോഡ് ഹാസ് ഗിവൺ മീ ദ ടങ് ഓഫ് ഡിസൈബിൾസ്. ആ ടങ് എന്നുള്ള വാക്ക്, ക്ഷീണതിനെ ഒരു വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ആ നാവ് എന്നുള്ള ടങ് ഓഫ് ഡിസൈബിൾ. പെട്ടെന്ന് എനിക്ക് ക്രിസ്ത്യൻ കൗൺസിലിംഗ് സാറി ഉച്ചയ്ക്ക് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നേ. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ബൈബിളിലേക്ക്, ഇന്ന് ഞാൻ ഈ സൈക്യാട്രി ഫീൽഡിൽ ഇത്രയും വർഷങ്ങളിൽ ആയിരുന്നിട്ട് ബൈബിളിലേക്ക് ക്രിസ്ത്യൻ കൗൺസിലിംഗിനെ കുറിച്ച് ഏറ്റവും ബെസ്റ്റ് വേഴ്സ് ആയിട്ട് ഞാൻ കരുതുന്നത് യെശയ്യാവ് 50:4. ദൈവം ആ സമയത്ത് പെട്ടെന്ന് ആ വേഴ്സ് എടുത്ത് തന്നല്ലോ എന്നുള്ളതാണ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത്. അപ്പൊ അത് വായിക്കുകയും എനിക്കൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് മാതിരി, നമ്മൾ ഈ സൈക്യാട്രി എന്ന് പറയുമ്പോൾ ECT, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഉള്ള ഫീൽഡാണല്ലോ. അപ്പൊ ദൈവം എനിക്ക് പെട്ടെന്ന് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നതുപോലെ അനുഭവമായിരുന്നു. പെട്ടെന്ന് അയ്യോ ദൈവമേ, ഇത് അങ്ങ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. അപ്പൊ ദൈവം എനിക്ക് ഒരു അങ്ങനെ ക്ഷീണതിനെ ഒരു വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് എനിക്ക് ശിഷ്യീണതിനെ അല്ലെങ്കിൽ തളർന്നിരിക്കുന്നതിനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു, അവൻ രാവിലെ തോറും ഉണർത്തുന്നു. അതിന്റെ രസം എന്ന് പറഞ്ഞാല് ഇത് സംഭവിക്കുന്നതിന് 3 ദിവസം മുമ്പ് ഈ LRSന്റെ ദിവസങ്ങളായിരുന്നല്ലോ. അപ്പൊ അത് രാവിലെ ഞാൻ രാത്രി ലേറ്റ് ആയിട്ടാ കിടന്നെങ്കിൽ പോലും രാവിലെ നമ്മൾ അലാറം വെക്കുന്നതിന് നേരത്തെ അങ്ങ് ദൈവം വിളിച്ച് ഉണർത്തുന്നതാണെങ്കിൽ എഴുന്നേറ്റിട്ട് പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മളങ്ങ് ഫ്രഷാ. അപ്പം ബൈബിൾ എടുത്ത് വായിക്കും, കർത്താവിന് മുമ്പാകെ ഒത്തിരി സമയം ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ആ ദിവസങ്ങളായിരുന്നു. അപ്പൊ രാവിലെ തോറും ഉണർത്തും എന്ന് പറയുമ്പോൾ ഇത് ഞാൻ വായിക്കുമ്പോൾ ഇതിന്റെ തൊട്ട് 3 ദിവസങ്ങൾ അങ്ങനെ സംഭവിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഈ കാഷ്വൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ടും 8 മണിക്ക് എങ്ങാണ്ട് കാഷ്വൽ ഡ്യൂട്ടി കഴിയും, ഞാൻ 7 മണിക്ക് എങ്ങാണ്ട് അലാറം വെച്ചു. പക്ഷെ 6 മണിക്ക് ഞാൻ ഈ വിഷനൊക്കെ കണ്ട പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന അനുഭവം ഉണ്ടായി.
അപ്പൊ അങ്ങനെ ആ രാവിലെ പോലെ ഉണർത്തുന്നു എന്നുള്ളതും പിന്നെന്താ, പിന്നെ അതിന് ശേഷം താഴോട്ട് നമ്മൾ നിന്ദിക്കപ്പെടുന്ന കാര്യമൊക്കെ പറയുന്നത്. അതിന്റെ രസം എന്ന് പറഞ്ഞാൽ ഈ ആ യേശയ്യാവ് 50-ാം അധ്യായം അങ്ങ് എന്റെ ജീവിതത്തിൽ അങ്ങ് പിന്നെ ഫുൾഫിൽഡ് ആവുന്ന ഒരു കാര്യമായിരുന്നു. ആ വരും ദിവസത്തിൽ ഫുൾഫിൽഡ് ആവുന്ന കാര്യമായിരുന്നു കാണുന്നത്. പിറ്റേ ദിവസം ഞാൻ ഈ സൈക്യാട്രി ഫീൽഡിനെ കുറിച്ചൊക്കെ പറയുമ്പം പേരൻസിനോട് പറയുമ്പം അവര് പറഞ്ഞു, നീ ഇതൊഴിച്ച് ബാക്കി എന്തായാലും അവര് നമ്മളെ അങ്ങ് പുച്ഛിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നതൊക്കെ അവർക്ക് ഇങ്ങനെ അവർക്കും ഇഷ്ടമില്ലാത്തൊരു ഫീൽഡായിരുന്നു അന്ന്. പക്ഷെ ഇന്ന് അവർക്ക് ഒത്തിരി കാര്യമാണ് ദൈവം അറ്റസ്റ്റ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ടും ഇവിടെ നിലവിലുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്ത് കൺസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതൊക്കെ അവരുടെ തന്നെ ഒത്തിരി ബന്ധുക്കളും ഞങ്ങളുടെ തന്നെ ഒത്തിരി ബന്ധുക്കളും കാര്യങ്ങളൊക്കെ ഒത്തിരി വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് കൺസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ മോനിത് ഈ സെക്രട്ടറി എടുത്തത് നന്നായി, വേറെ ഏത് ഫീൽഡായിരുന്നെങ്കിലും ഇത്രയും നിനക്ക് സൂട്ട് ആവത്തില്ലായിരുന്നു. ഇന്ന് പേരൻസ് അത് വളരെ ധൈര്യത്തോടെ അഭിമാനത്തോടെ അത് പറയും. അപ്പൊ പക്ഷെ ആദ്യം ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഇത് ഇതല്ലെങ്കിൽ നീ ഇത് ഈ ഫീൽഡിൽ അല്ലാതെ വേറെ എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ കർത്താവ് അവിടെ യേശുവിനെ കുറിച്ചുള്ള പ്രവചനവാക്യങ്ങളാണല്ലോ അത്. എന്നാൽ അത് ആ ഒരു ചെറിയൊരു അളവിൽ നമ്മളിൽ അത് നിവൃത്തിയാവുക. നമ്മൾ അതിനുവേണ്ടി നിന്ദിക്കപ്പെടുന്ന ദൈവം തന്നെ നമ്മളെ നീതീകരിക്കുന്നു. എന്നിട്ട് എന്റെ മൂത്ത ചേച്ചി തന്നെ പറഞ്ഞു, നിനക്ക് അതാ ഇഷ്ടം എന്നുണ്ടെങ്കിൽ, ആദ്യം ചേച്ചിയും എതിർത്തൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ഇതാണെങ്കിൽ, ഏത് ഇഷ്ടമുള്ള ഫീൽഡാണെങ്കിലും നിനക്ക് എക്സലന്റ് ആവാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നീ അത് തന്നെ ചൂസ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നീട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഈ വചനം വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ദിവസം നൈറ്റ് കാഷ്വാലിറ്റിയിലും രണ്ടോ മൂന്നോ കേസും കണ്ട് വന്നതും സൈക്കട്രി റിലേറ്റഡ് ആയിട്ടുള്ള കേസായിരുന്നു. എന്നുവെച്ചാല് അന്ന് രാത്രിയിൽ നൈറ്റ് കാഷ്വാലിറ്റി വന്നു. പിന്നെ രാവിലെ ഞാൻ അലാറം അടിക്കുന്നതിന് മുമ്പേ രാവിലെ എഴുന്നേറ്റ് പിന്നെ പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ രാവിലെ പിറ്റേ ദിവസം രാവിലെ ഞാൻ കെ വി സാറിനെ ഗുരുഡോക്കി സാറിനെ വിളിക്കുമ്പോൾ തന്നെ സാറ് പറഞ്ഞു, സന്ദീപിനെ കുറിച്ച് ഇപ്പം ഞാൻ വൈഫിനോട് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇങ്ങനെ ഒരു വിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സാറ് അതിനെന്താ നമുക്ക് CMC വെല്ലൂര് നോൺ പി ജി ആയിട്ട് വേക്കൻസി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അന്ന് വൈകിട്ട് ഞാൻ എൻ്റെ ഒരു സ്പിരിച്വൽ മെന്റർ ആയിട്ടുള്ള സ്പിരിച്വൽ ഫാദറായിട്ട് ഞാൻ ലുക്കപ്പ് ചെയ്യുന്ന ഒരു ജോജി ടി സാമുവൽ എന്ന് പറഞ്ഞൊരു ബ്രദർ ഉണ്ട് കോട്ടയത്ത്. നമ്മുടെ CFC ചേർച്ചസ് കേരള ചേർച്ചസ് ഒക്കെ ഓഫീസ് ചെയ്യുന്ന ഒരു ബ്രദർ. ഞാൻ സ്പിരിച്വൽ ഫാദറായിട്ട് കരുതുന്ന രണ്ടുപേരും ഒന്ന് പറഞ്ഞാൽ സാക്പനും ബ്രദറും പിന്നെ ഈ ജോജി ടി സാമുവൽ ബ്രദറും. അപ്പം ജോജി ബ്രദറിന് ഞാൻ വൈകിട്ട് ഒരു 6 മണിയോടൊക്കെ ഒന്ന് വിളിക്കുന്നു. വിളിച്ചിട്ട് ബ്രദറിനോട് പറഞ്ഞു, ബ്രദർ ഞാൻ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായി, എനിക്ക് ഇങ്ങനെ ഒരു ദർശനത്തിന് അനുഭവമൊക്കെ ഉണ്ടായി. ബ്രദർ എല്ലാം കേട്ടിട്ട് പറഞ്ഞു, ബ്രദറെ സന്ദീപ് സാധാരണ ഈ ദർശനം എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ എനിക്ക് വളരെ സ്കെപ്റ്റിക്കലാ. ഇങ്ങനെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഓരോന്നങ്ങ് പറയുക ഓരോരുത്തർ കണ്ടായിട്ട്. പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ആത്മാവിലൊരു ഫ്രീഡം ഒക്കെ തോന്നി. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ആഴ്ച ഒരു 3 സംഭവങ്ങളുണ്ടായി. 3 സമയത്തായിട്ട് 3 ഫാമിലീസ് എൻ്റെ അടുത്ത് ഒരു ആലോചന ചോദിക്കാനായിട്ട് അവർ വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇത് പ്രൊഫഷണൽ സൈക്കാട്രിക് ഹെൽപ്പ് വേണ്ട കാര്യമാണെന്ന്. ആ പ്രൊഫഷണൽ സൈക്കാട്രിക് ഹെൽപ്പ് എന്നുള്ള വാക്ക് 3 തവണ ഈ ആഴ്ച ഞാൻ യൂസ് ചെയ്തതേ ഉള്ളൂ, കഴിഞ്ഞ ആഴ്ച. അപ്പൊ ഇത് തീർച്ചയായിട്ടും അത് എവിടാന്ന് വെച്ചാൽ മോനെ പോയി പഠിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഒത്തിരി ആവശ്യമുണ്ട്, എത്രയും സ്പെഷ്യലൈസ് ചെയ്ത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്യുകയും അങ്ങനെ പിന്നെ അപ്പോഴത്തേക്കും അന്വേഷിക്കുമ്പോൾ CMC വലിയൊരു ഇപ്പൊ നോൺ പി ജി വേക്കൻസി ഒന്ന് ഫിൽ ആയി പോയതേ ഉള്ളൂ, ഇനിയിപ്പം ഒരു വർഷമൊക്കെ കാത്തിരിക്കണമെന്നൊക്കെ KV സാർ അന്വേഷിച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ സാറേ. പക്ഷെ പെട്ടെന്ന് തന്നെ 1 മാസം കഴിഞ്ഞതിന് മുമ്പ് തന്നെ സാർ എന്നെ വിളിച്ചു പറഞ്ഞു, ഓൾറെഡി അവർ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒക്കെ അയച്ചു കഴിഞ്ഞു. അപ്പൊ സാറിനോട് സാറല്ലേ പറഞ്ഞു 1 വർഷം ആവുമെന്ന്. അല്ല ഇതിപ്പോ എന്താ പറ്റിയെന്ന് അറിയത്തില്ല. ഇങ്ങനെ അതൊക്കെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അയച്ചു കഴിഞ്ഞു, അവിടെ പ്രിൻസിപ്പൽസ് ഓഫീസ് CMC വലിയൊരു ഇങ്ങനെ അങ്ങ് ഭാഗമായിട്ടോട്ട് അങ്ങ് പോയാൽ മതി. അപ്പൊ അവിടെ ചെന്ന് ഞാൻ പ്രിൻസിപ്പൽസ് ഓഫീസിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒക്കെ വാങ്ങിച്ച് പിന്നീട് ഞാൻ അറിയുന്നത്, ഡിപ്പാർട്ട്മെന്റ് ചെല്ലുമ്പോഴേ അറിയുന്നത്. ആ സമയത്ത് തന്നെ എക്സാക്ട്ലി ആ സമയത്ത് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ഒരു സാറ് സബാറ്റിക്കൽ ലീവിൽ ഓസ്ട്രേലിയക്ക് ആ സമയത്ത് പോകും. ആ ലീവ് ആ വേക്കൻസി ഇവര് നോൺ പി ജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് എനിക്ക് തരാൻ ഇടയാകും. അപ്പൊ ആ ദൈവത്തിന്റെ ആ ഒരു ടൈം പ്ലാൻ ഒക്കെ വളരെ അമേസിംഗ് ആണ്. അത് മാത്രമല്ല ഞാൻ വെല്ലൂര് ചെന്നെത്തുന്ന ഒരു വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഞാൻ അവിടെയുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്ററും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് ശനിയാഴ്ച രാവിലെ ആ ഡിപ്പാർട്ട്മെന്റ് ആദ്യമായിട്ട് നമ്മൾ കാലുകുത്തുണ്ട്. ശനിയാഴ്ച രാവിലെ ഞാൻ അന്നത്തെ എൻ്റെ റെഗുലർ ബൈബിൾ പോർഷൻ യോഹന്നാന്റെ സുവിശേഷമായിരുന്നു. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം നമ്മളിങ്ങനെ കുറച്ച് ദിവസമായിട്ട് വായിച്ചുകൊണ്ടിരിക്കും ഓരോ ദിവസവും. രാവിലെ എഴുന്നേറ്റ് ഞാൻ യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായം വായിച്ച് വന്നപ്പം അവിടെ എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഓർഡർ കിടക്കുന്നു. എന്ന് വെച്ചാൽ തലേദിവസം പ്രിൻസിപ്പൽസ് ഓഫീസിൽ നിന്ന് ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി നോൺ പി ജി ആയിട്ട്. പക്ഷെ അതിനെക്കാട്ടും മുമ്പ് ദൈവത്തിന്റെ ഒരു വലിയ അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്താന്ന് ചോദിച്ചാല് യോഹന്നാൻ 15-ന്റെ 16-ാമത്തെ വാക്യം, യു ഡിഡ് നോട്ട് ചൂസ് മീ ബട്ട് ഐ ചോസ് യു ആൻഡ് അപ്പോയിന്റഡ് യു
അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ഉള്ള വാക്കാണല്ലോ. ഈ അപ്പോയിന്റഡ് എന്ന് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കയ്യിലിരിക്കുക. ഓ, അപ്പൊ ഇത് പ്രിൻസിപ്പൽസ് അപ്പോയിന്റ്മെന്റ് ലെറ്ററിനെക്കാട്ടി വലിയൊരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ കർത്താവ് തന്നേക്കുന്നത്. എന്തിനാ എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ? അപ്പോയിന്റഡ് യു ദാറ്റ് യു വുഡ് ഗോ ആൻഡ് ബെയർ ഫ്രൂട്ട് ആൻഡ് ദാറ്റ് യുവർ ഫ്രൂട്ട് വുഡ് റിമെയിൻ സോ ദാറ്റ് വാട്ട് എവർ യു ആസ്ക് ഓഫ് ദ ഫാദർ ഇൻ മൈ നെയിം ഹി മേ ഗിവ് ടു യു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ ആക്കി വെച്ച് ഇരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ ആ ഒരു ഫലം കായ്ക്കാനായിട്ട് ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു എന്നുള്ളൊരു ആ ഒരു ഉറപ്പോടെ ഡിപ്പാർട്ട്മെന്റിൽ അവിടെ പിന്നെ നോൺ ബിജി ആയിട്ട് കയറി, പിന്നെ എൻട്രൻസ് ഒക്കെ എഴുതി, DPM, പിന്നെ MD സൈക്കാട്രി ഒക്കെ എടുത്ത്, പിന്നെ അവിടെ ആ കരിഗിരി മിഷൻ ഹോസ്പിറ്റലിൽ 3 വർഷമൊക്കെ വർക്ക് ചെയ്തു. അപ്പം MD ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ വിവാഹമൊക്കെ നടക്കുന്നത്. വിവാഹത്തിന്റെ കാര്യം അത് വേറൊരു വലിയ കഥയാണ്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് കരികിരിയിൽ 3 വർഷം വർക്ക് പറയാം ചെയ്തതിനു സാറേ ശേഷം കേട്ടോ, വലിയ കഥയാണെങ്കിലും ചുരുക്കമായിട്ടായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. സമയം പോയൊന്നും ഓർക്കണ്ട. അതെ ഞാൻ അതെ. എപ്പോഴും പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മുടെ ചാനലിന്റെ പേര് ആസാദി എന്ന്. ആസാദി എന്ന പദത്തിന്റെ അർത്ഥം ഫ്രീഡം എന്നാണ്. സോ വി ഹാവ് ഫ്രീഡം. അപ്പോൾ അതുകൊണ്ട് സാറിന് ആ അനുഭവങ്ങളൊക്കെ പറയാം. വളരെ അമേസിംഗ് ആയിട്ടുള്ള ജീവിതാനുഭവങ്ങൾ, പ്രത്യേകിച്ചും ഈ വിശ്വാസികളുടെ ഇടയിലല്ല, പൊതുവെ സൈക്കാട്രിക് ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഫീൽഡ് ചുരുക്കം ആളുകളെ തിരഞ്ഞെടുക്കത്തുള്ളൂ. സാറിന് കിട്ടിയ ഗൈഡൻസ് ഭയങ്കര അമേസിംഗ്. യേശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് വിഷണ്ണ മനസ്സുകളുള്ളവർ, അല്ലെങ്കിൽ ദുഃഖിത ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ശിഷ്യന്മാരുടെ നാവ്, അതത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഡ്. അതിലൂടെ ദൈവം സംസാരിച്ചെന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, കർത്താവിന്റെ വിവാഹത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് ഓഫ്കോഴ്സ് പല പ്രൊപ്പോസൽസ് ഒക്കെ ഇങ്ങനെ ഇപ്പം പേരൻസ് പറയുമായിരുന്നു, നിനക്ക് കല്യാണം ആലോചിക്കണ്ടേ, അതാണ്. അപ്പൊ ഞാൻ പറയും, അപ്പൊ ഓരോരുത്തരും ചോദിക്കുന്നപ്പോ ഞാൻ അമ്മയോട് പറയും, അമ്മേ എന്താ ജാതകമോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒന്നിനും വഴി നിൽക്കത്തില്ല. അപ്പത്തേക്കും എന്റെ ഈ ഞാൻ വിശ്വാസത്തിൽ ഈ ഒരു കാര്യം പറഞ്ഞാൽ ഉറച്ച ഒരു വാക്കെടുത്ത, ഒരു നിലപാടെടുത്ത നിലപാടെന്ന് അവർക്ക് അറിയാം. എന്ന് വെച്ചാൽ എന്നെ അങ്ങനെ ബെൻഡ് ചെയ്തുകൊണ്ട് പോകാനൊക്കത്തില്ല. പക്ഷെ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇന്നും പുതിയ വിശ്വാസികളോടൊക്കെ എൻകറേജ് ചെയ്യുന്നൊരു കാര്യമാണ്. പലരും ആണെങ്കിൽ ആദ്യമൊക്കെ കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യുമ്പോൾ പിന്നെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ എന്താ, പിന്നെ എല്ലാത്തിലും ഈ പേരൻസ് ആയാലും അവരും എല്ലാം വന്ന് ആദ്യം കോംപ്രമൈസ് ചെയ്താൽ ഇവനെ ഒന്ന് വളഞ്ഞു വരും എന്ന് പറഞ്ഞാൽ അവർ പിന്നെ അങ്ങ് ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷേ നമ്മൾ ആദ്യമേ ഒരു സഹായിച്ച ദൈവത്തിന്റെ കരുണയാൽ കൃപയാൽ നമ്മളൊരു സ്റ്റാൻഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിലാവും, ഇവനെ എനിക്ക് കിട്ടത്തില്ല, ഇനിയിപ്പോ ഇവനെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവന്റെ വഴി ഞങ്ങൾക്ക് പോയാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ മകനെ നഷ്ടപ്പെടും എന്നുള്ള കാര്യം അവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അപ്പം ഞാൻ തന്നെ പേരൻസിനോട് പറയും, നിങ്ങൾ ഈ ജാതകവും കാര്യങ്ങളും ഒക്കെ ആലോചിച്ച് കിട്ടിയാൽ ആദ്യം തന്നെ അങ്ങനെ ഈ വലിയ സ്ത്രീധനമൊക്കെ വാങ്ങിച്ച് ഞാനൊരു ഒരാളെ കെട്ടിക്കൊണ്ട് വന്നാൽ ആദ്യം തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന അമ്മയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരാളെയാണ് അമ്മയ്ക്ക് വേണ്ടത്. അത് കർത്താവിനെ സ്നേഹിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന, ദൈവഭയമുള്ള ഒരു താഴ്മയുള്ള ഒരു കൊച്ചിനെയാണ് അമ്മയ്ക്ക് മരുമകളായിട്ട് വേണ്ടേ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്കൊന്നും പിന്നെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ നീ എങ്ങനെയാന്ന് വെച്ചാൽ നീ എന്നാ വെച്ചാൽ അന്വേഷിക്കുന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ പല ഓഫ് കോഴ്സ് വലിയ സ്ത്രീധന വാഗ്ദാനങ്ങൾ, ഇപ്പം ഡോക്ടറൊക്കെ ആകുമ്പോൾ സ്ത്രീധന വാഗ്ദാനങ്ങളൊക്കെ ആയിട്ടുള്ള അൺബിലീവേഴ്സിന്റെ പ്രപ്പോസൽ വരുമ്പോൾ എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, അവര് പറഞ്ഞു, സന്ദീപ് സാരമില്ല, എന്താ കല്യാണത്തിന് ശേഷം അവളും അങ്ങ് ക്രിസ്ത്യാനി ആയിക്കോളും, ഞങ്ങളുടെ ഇവിടെ തിരുവനന്തപുരത്തുള്ള ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, അത് സന്ദീപിനെ നോക്കി നടത്താം. അപ്പൊ ഞാൻ പറഞ്ഞാലും സാറേ അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല, അത് മോക്ക് എന്നെ കിട്ടും നല്ലൊരു ആളെ കിട്ടും. എനിക്ക് ഇപ്പൊ ചില ഈ കല്യാണം കഴിച്ച് അങ്ങനെ വിശ്വാസം ആയിക്കോളൂ എന്നൊക്കെ പറയുന്നത് അതൊരു നടക്കുന്ന കാര്യമല്ല. മറിച്ച് അവിശ്വാസികളുടെ ഇണയിലെ പെണ്ണ് കൂടരുത്, 2 കൊരിന്ത്യർ 6:14 നമ്മൾ പറയുന്ന ആ ഒരു ദൈവത്തിന്റെ മറ്റുമില്ലാത്ത വചനമുണ്ട്, കമാൻഡ്മെന്റ് ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള ഒരു ബോധ്യങ്ങളൊക്കെ ദൈവം സഭയിലൂടെയും സഹോദരങ്ങളിലൂടെ ഒക്കെ തന്നിട്ടുള്ളത് കൊണ്ട്, വചനത്തിലൂടെ അതുപോലെ ഉറപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ ദൈവം സഹായിച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ബിലീവേഴ്സിന്റെയും പല പ്രപ്പോസൽസ് ഒക്കെ വന്നെങ്കിലും പിന്നെയാണ് ഈ ശ്രീലയുടെ പ്രപ്പോസൽ വരുന്നത്. ശ്രീലയുടെ പ്രപ്പോസൽ വരുമ്പോൾ ദൈവം എനിക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴും, സ്ത്രീകളെ പുഷ്പഗിരിയിലെ വിശ്വാസത്തിന് വേണ്ടി സ്ത്രീകളുടെ സാക്ഷ്യം ഇനി എപ്പോഴും അത് കേൾക്കുമ്പോൾ അവിടെ വിശ്വാസത്തിനോട് ഒത്തിരി വില കൊടുത്ത കാര്യങ്ങളും, അവിടെ
അവിടെ വീട്ടിൽ നിന്ന് വല്ലാതെ പ്രഷർ, എങ്ങനെങ്കിലും ഒന്ന് കല്യാണം അവരിങ്ങനെ ജാതകപ്രകാരം കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. വീട്ടിൽ ഭയങ്കര പ്രഷർ. സ്ത്രീയിൽ അപ്പം ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് MBBS ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് ഫാർമക്കോളജിയിൽ ട്യൂട്ടറായിട്ട്, അല്ല എനിക്ക് തോന്നുന്നു MBBS ഇന്റേൺഷിപ്പിന്റെ സമയത്ത് പറ്റുവാണ് എനിക്ക് പ്രപ്പോസൽ ആദ്യമായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ സ്ത്രീകൾ ഈ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫെയ്ത്തിലേക്ക് വന്ന് അവിടെ ഭയങ്കര ഒരു ചർച്ചാ വിഷയമൊക്കെ ആയിട്ട് അവിടെ ഈ CMF ക്രിസ്ത്യൻ മെഡിക്കൽ ഫെലോഷിപ്പ് അവിടെ കോളേജിൽ അങ്ങ് ബാൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായി. കഴിഞ്ഞിട്ട് പ്രിൻസിപ്പലും ഹോസ്റ്റൽ വാർഡനും എല്ലാവരും HOD അവരൊക്കെ വിളിച്ച് എന്തിനാ ഇങ്ങനെ ആരാ മതം മാറ്റിയത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ആ സ്ത്രീകള് അവർ കർത്താവിനായിട്ട് നിലപാടെടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മള് സ്ത്രീകളുടെ പ്രപ്പോസൽ വരുമ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ കുറിച്ചൊരു ബോധ്യമൊക്കെ ഉള്ളൊരു കൊച്ച് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. അപ്പം ഞങ്ങൾ 2 കാസ്റ്റാണ്. അപ്പം പക്ഷെ ദൈവം സഹിച്ച് കർത്താവിലെ കാസ്റ്റ് സിസ്റ്റം ഒന്നും കാര്യമില്ല. ഞാനൊരു ഹൈന്ദവ നായർ കുടുംബത്തിൽ നിന്ന്, സ്ത്രീകളൊരു ഈഴവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. അപ്പം അതെ അങ്ങനെ ഇല്ലല്ലോ. അതെ അതെ കർത്താവില്. അപ്പൊ എന്നാൽ ഇന്ന് പലപ്പോഴും വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഈ ഇതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയും. ഞാൻ കഴിഞ്ഞ 2 ദിവസം ഈ കാര്യം സംസാരിച്ചു സാറേ നമ്മുടെ ചാനലിൽ. ഓ അത് ഈ ശരി. 2 പ്രാവശ്യം ഞാൻ ഈ കാര്യം കാസ്റ്റ് സിസ്റ്റം ഒരിക്കലും ദൈവമക്കളുടെ ഇടയിൽ ഉണ്ടാകരുത്. പ്രത്യേകിച്ച് വിവാഹ വിഷയത്തിൽ ഒരാളുടെ പേഴ്സണൽ ചോയ്സാ. ഇപ്പം അതെ നീ ഇന്നാരെ കല്യാണം കഴിക്കണം നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതെ ഒരാൾക്ക് ഒരു വ്യക്തിയെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെങ്കിൽ, ദൈവഹിതമാണെങ്കിൽ, കാസ്റ്റോ അതെ മറ്റൊന്നോ ചോദിക്കാതെ രണ്ടുപേരും വിശ്വാസിയാണോ എന്ന ഒറ്റ പരിഗണനയിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ വി ഓൾ ബിലോങ് ടു ദ കാസ്റ്റ് ദാറ്റ് വാസ് കാസ്റ്റ് ഔട്ട് ഫ്രം ദ ഗാർഡൻ ഓഫ് ഈഡൻ. എനിക്ക് അതെ സാക്ബിനും മറ്റു പറഞ്ഞൊരു വാക്ക്. നമ്മൾ എല്ലാവരും കാസ്റ്റ് അവേ ചെയ്യപ്പെട്ട കാസ്റ്റാണ്. ഇതൊന്നും തൊട്ട് നിന്ന് പുറത്താക്കപ്പെട്ട കാസ്റ്റേ ഉള്ളൂ നമുക്ക് പാരമ്പര്യം പറയാൻ. അപ്പൊ ആ ഒരു എന്താ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ സ്ത്രീകള് നന്നായിട്ട് പാടുന്ന കാര്യം, എനിക്ക് പാട്ട് പണ്ടേ ഇഷ്ടമുള്ള ഒരു കാര്യം. സ്ത്രീകൾ നന്നായിട്ട് പാടുന്നുള്ള കാര്യം. അപ്പൊ അത് മാത്രമല്ല ഈ CFC ശിശുത്ത് തന്നെ തിരുവല്ലയിലെ സ്ത്രീകളെയും അന്ന് പോയിക്കൊണ്ടിരുന്നതും ഒക്കെ ആയിരുന്നുള്ള കാര്യമൊക്കെ അറിയുന്നതും. അപ്പം സ്ത്രീകളെ പലപ്പോഴും ഇന്ന് ദൈവഹിതം കണ്ടെത്തുന്ന ഈ വിവാഹത്തിന് കാര്യത്തിൽ ദൈവഹിതം എങ്ങനെ കണ്ടെത്തുന്നതൊക്കെ ചെറുപ്പക്കാരൊക്കെ നമ്മളോട് വന്ന് ആലോചന ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അനുഭവം നമുക്കതല്ലേ പറയാനുള്ള ആധികാരികമായിട്ടും പിന്നെ വചനത്തിൽ നിന്നുള്ള കാര്യങ്ങളാണല്ലോ നമുക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഹൃദയത്തിലുള്ള ആ ഒരു ഫ്രീഡം, കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോഴും കൂടുതൽ ആലോചിക്കുമ്പോഴും ദ മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ് ഇസ് ലൈഫ് ആൻഡ് പീസ്. ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനം, റോമർ 8:6. നമ്മുടെ ഈ കാര്യങ്ങൾ ഈ ഒരു ആലോചന പ്രപ്പോസൽ കൺസ്ട്രെയിൻ ആയിട്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം അതുപോലെ ഒരു സമാധാനവും ഫ്രീഡവും ഒക്കെ തരുന്നു. വേറെ പല പ്രപ്പോസൽസും അപ്പാരന്റ്ലി ഓക്കെ ആയിട്ടുള്ള പ്രപ്പോസൽസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഹൃദയത്തിലൊരു ഫ്രീഡം, ഒരു ഉള്ളിൽ മുമ്പോട്ടൊരു പോകാനുള്ളൊരു ഒരു തള്ളലില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ അപ്പം ഞാൻ നമ്മുടെ ചർച്ച് എൽഡേഴ്സ് വഴി, അതായത് ചർച്ച് എൽഡേഴ്സ് വഴിയും അതിനു മുമ്പ് സ്ത്രീകളുടെ തന്നെ ഒരു സ്പിരിച്വൽ മദർ ആയിട്ടുള്ള ഒരു ബീന മാഡം എന്ന് പറഞ്ഞൊരു മാഡം, ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള മാഡം ഉണ്ട്. മാഡം അന്ന് പുഷ്പഗിരിയിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഇവിടെ ഇപ്പൊ അങ്ങ് അവിടെ ചെങ്ങന്നൂർ സഞ്ജീവനി ഹോസ്പിറ്റലിൽ ഒരു സീനിയർ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പം മാഡത്തിന് ഈ CMF വഴി എന്നെ അറിയാം. മാഡമാണ് സ്ത്രീകളുടെ ഒരു സ്പിരിച്വൽ മദർ മെന്ററായിട്ട് അന്ന് അവിടെ തിരുവല്ലയിൽ ഉണ്ടായിരുന്നത്. അപ്പം മാഡമാണ് ഞങ്ങൾ പ്രപ്പോസൽ ആദ്യം കൊണ്ടുവരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ചർച്ച് എൽഡേഴ്സും എല്ലാം അതെല്ലാം കാര്യങ്ങളൊക്കെ അവര് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ സാവകാശം തന്നു. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രാർത്ഥിച്ച് ഇത് ദൈവഹിതമാണെന്നുള്ളൊരു കാര്യം മനസ്സിലാവും. അത് നമ്മള് അത് പിന്നെ സ്ത്രീകളെ അടുത്തപടിയായിട്ട് സ്ത്രീകളുടെ പേരൻസിനോട് ഇത് പറയുമ്പോഴത്തേക്ക്, എന്റെ പേരൻസിനോട് ഞാനിത് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വലിയ ആശ്വാസം എന്ന് പറഞ്ഞാൽ, നീ എലിസബത്ത് എന്നും ഡാനിയൽ എന്നൊന്നും പറഞ്ഞില്ലല്ലോ, എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ പേര് പറഞ്ഞില്ലല്ലോ, സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദു പേരാണല്ലോ, അറ്റ്ലീസ്റ്റ് ഹിന്ദു ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾക്ക് പിടിച്ചു വയ്ക്കാനെങ്കിലും പറ്റുമല്ലോ എന്ന് എന്റെ ചേച്ചിയൊക്കെ അന്ന് തമാശയോട് പറഞ്ഞ് അവരത് പിന്നെ അങ്ങ് ആ ഒരു എന്തായാലും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ, അല്ല ഇവന് ഇത് സമ്മതിച്ചില്ലെങ്കിൽ ഇവന് പിന്നെ കല്യാണം കഴിക്കാതെ നിൽക്കും, അല്ലെങ്കിൽ ഇവനിപ്പം സമ്മതിച്ചാൽ ഇല്ലെങ്കിൽ ഇവന്റെ നിലപാടുമായിട്ട് അങ്ങ് പോകുന്നുള്ള കാര്യം അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവര് പിന്നെ എന്റെ കാര്യത്തിൽ അങ്ങ് അവരെ സപ്പോർട്ടായിട്ട് നിന്നു, എന്റെ പേരൻസ്. പക്ഷെ സ്ത്രീകളുടെ പേരൻസ് ആണെങ്കിൽ അവർക്ക് ദിസ് ഇസ് ടു ഗുഡ് ടു ബി ട്രൂ. ഇങ്ങനെ ഒരാള് നിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ട്രാപ്പ് വാങ്ങണമായിരിക്കും. സ്ത്രീയുടെ പേരൻസ് ഒത്തിരി സ്കെപ്റ്റിക്കലായിരുന്നു. ഇപ്പം അവരെ വെരി ഹാപ്പി അബൌട്ട് അസ്. ഇപ്പം നമ്മളെ കുറിച്ച് വലിയ അഭിമാനം കാര്യങ്ങളൊക്കെയാണ് സ്ത്രീയുടെ പപ്പയ്ക്കും മമ്മിക്കും ചേട്ടന്മാർക്കും ഒക്കെ. പക്ഷെ അന്ന് ദൈവം അവരുടെ ഈ ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുത്തി എന്ന് പറഞ്ഞതുപോലെ, ദൈവത്തിന്റെ നാമം മോഹപ്പെടുത്തേണ്ടതിനായിട്ട് ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുത്തി എന്ന് പറഞ്ഞതുപോലെ ദൈവം സ്ത്രീയുടെ പേരൻസിനെ ഹൃദയം കഠിനപ്പെടുത്തി
എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരിത് എന്ത് ചെയ്ത് നടക്കാൻ ഇത് വേണമെങ്കിൽ അവര് പിന്നെ ഒരു കാര്യം പറയും, നിങ്ങൾ ഹിന്ദു രീതിയിൽ അങ്ങ് നടത്തുവാണെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ സമ്മതിക്കാം. അപ്പം എന്നിട്ട് പറഞ്ഞ് അതിന്റെ പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ പപ്പ അങ്ങനെ ഒരിക്കലും എനിക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വിഗ്രഹങ്ങളില്ലാത്ത ഓച്ചിറ അമ്പലത്തിൽ, അവിടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുക. അവിടെ വിഗ്രഹങ്ങളില്ല പോലും, പക്ഷെ ശരിക്കും അവിടെ ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങളുള്ളത്. ഇത് വേറെ കാര്യം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾക്ക് അത് ക്രിസ്ത്യമായ രീതിയിൽ യുവജനപ്രകാരം ഞങ്ങളുടെ കല്യാണം നടത്താൻ ഞങ്ങൾ സമ്മതിക്കത്തുള്ളൂ എന്നുള്ള ആ കാര്യത്തിലൊക്കെ നമ്മൾ ദൈവം സഹായിച്ചത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ കർത്താവ് സഹായിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇതൊന്നും അവര് മടങ്ങുന്നില്ല. അപ്പൊ അവരാണെങ്കിൽ പേരൻസ് തമ്മിൽ ഈ എന്താണ് ജാതകമൊക്കെ കൈമാറുമല്ലോ, നമ്മളിതൊന്നും അറിയുന്നില്ല. പക്ഷെ അവര് ജാതകമൊക്കെ എന്താണ് പറയുന്നത്, ഈ എന്താ ജനിച്ച സമയം മുഹൂർത്തം ഏതാണ്ടൊക്കെ നോക്കി അവര് ജാതകമൊക്കെ കൈമാറിയിട്ട് അവര് വന്ന് വലിയ കാര്യത്തിൽ പറയാം, ഇതെന്തായാലും നടക്കത്തില്ല. അപ്പൊ എന്താ കാര്യം, എന്താ സ്ത്രീകൾക്ക് രജുദോഷമുണ്ട്, വേദദോഷമുണ്ട്, ചൊവ്വാദോഷമുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചാൽ ഒരു വർഷത്തിനുള്ളിൽ ഒന്നാവും എന്ന് വെച്ചാൽ ഒരാള് തട്ടിപ്പോകും. അപ്പൊ പക്ഷെ അതിന്റെ ഒരു തമാശ, ദൈവത്തിന്റെ ഒരു ഹ്യൂമർ സെൻസ് എന്ന് പറഞ്ഞാൽ, ഞങ്ങള് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ 2-4 എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇരട്ട കുഞ്ഞുങ്ങളെയും കൂടെ ദൈവം തന്നു. ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയുടെ 4 ദിവസം മുമ്പ് തന്നെ ഇങ്ങനെ ഞങ്ങൾ 2-4 പിന്നെ 2-5 അത് കഴിഞ്ഞിട്ട് ഒരു മോളെയും കൂടെ ദൈവം തന്നു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും. പക്ഷെ അത് ആ ഒരു ജാതകത്തിനെല്ലാം അതീതമായിട്ടുള്ളൊരു കർത്താവാണല്ലോ നമുക്കുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവര് ഒക്കെ ആയിരുന്നപ്പോഴും കർത്താവിന്റെ വചനപ്രകാരം അങ്ങ് കാര്യങ്ങൾ ഉറച്ചു നയിക്കാൻ ദൈവം സഹായിച്ചു. അപ്പൊ ഇപ്പം തന്നെ പലരും ചോദിക്കും, "അയ്യോ ബ്രദറിന് എങ്ങനെ അങ്ങനെ കാത്തിരിക്കാനൊക്കെ പറ്റി?" പക്ഷെ അത് ദൈവം അത് നമുക്ക് തരുന്ന ഒരു ഫ്രീഡവും സ്വാതന്ത്ര്യവും അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നുന്നു, എങ്ങനെ എനിക്ക് അങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് തന്നെ ഇപ്പൊ അത്ഭുതമായിട്ട് തോന്നുന്നു. അതിന്റെ രസം എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാനൊരു 5-6 മാസം വീട്ടു തടങ്കലിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഈ MBBS ജോയിൻ ചെയ്തതിന് മുമ്പേ. അപ്പൊ എനിക്ക് തക്ക ഭാര്യയെ ഒരുക്കേണ്ടതിനായിട്ട് ദൈവം എന്ത് ചെയ്തു, സ്ത്രീകളെയും വീട്ടു തടങ്കലിലോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചു. എന്ന് വെച്ചാൽ സ്ത്രീകൾ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് അവിടെ ഫാർമ കോളേജിൽ പുഷ്പയിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അമ്മ വന്ന് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ പിന്നെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയത് മാത്രമല്ല, പിന്നെ വീട്ടിലോട്ട് ആര് ചെന്നാലും സ്ത്രീകളെ കാണാൻ തന്നെ അനുവാദം ഇല്ലാത്ത രീതിയിൽ ആള് ജീവിച്ചിരിപ്പുണ്ടോ, ഇവന് വല്ല ദുരഭിമാന കൊലയാ നടന്നോ, എന്ത് പറ്റിയെന്ന് അറിയാത്ത രീതിയിൽ അന്ന് ഈ മൊബൈൽ ഫോണൊന്നും കൊടുക്കത്തില്ല. വേറെ ഈ അവിശ്വാസികളായിട്ടുള്ള കൂട്ടുകാരികളെ ചെന്നിട്ട് പോലും സ്ത്രീകളെ അവര് കാണിക്കുന്നില്ല. ഇവിടെ ആളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തന്നെ അറിയുന്നില്ല, എന്താ സംഭവിച്ചതെന്ന് പോലും അറിയാത്ത രീതിയിൽ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ആ സമയത്ത് ഒത്തിരി അടിയിടിയും ഒത്തിരി ഒക്കെ സ്ത്രീക്ക് അത് സഹിക്കേണ്ടി വന്നു. അച്ഛന്റെയും ചേട്ടന്മാരുടെയും ഒക്കെ കയ്യിൽ നിന്ന്, അവരുടെ സ്നേഹത്തില, അവരുടെ ആ ഒരു തീക്ഷ്ണതയിൽ അവർ ചെയ്തത്. പക്ഷെ എങ്കിലും സ്ത്രീകളെ അതുപോലുള്ള വല്ലാത്തൊരു വേദനിക്കുന്ന ഒത്തിരി അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുകൊണ്ട് അതിന്റെയൊക്കെ തീവ്രതയൊക്കെ പിന്നീട് തിരിച്ചു വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പൊ ഇത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം അതായത് 1 വർഷം 1 മാസം 13 മാസങ്ങൾ ഈ വീട്ടുതടങ്കലിലായിരുന്നു. വീട് ആള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. നമ്മളെല്ലാരും ഇങ്ങനെ സഭയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്ത്രീകളെ ഞങ്ങളുടെ ഇന്നും പലരും ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ ഞങ്ങള് നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും ചിലരൊക്കെ, അന്നത്തെ പല വിശ്വാസികളൊക്കെ. താങ്ക് യു. നമുക്കായിട്ട് അറിയത്തില്ല ആരൊക്കെ എവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന കാര്യം. അപ്പൊ സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന എന്ന് പത്രോസിന്റെ വിടുതലിന്റെ കാര്യം അപ്പോസ്തലപ്രവൃത്തി 12 പറയുന്നത് പോലെ. അങ്ങനെ അപ്പൊ എന്ത് ചെയ്യണം? പല പല കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കാൻ സൗകര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തിട്ടൊന്നും അതിന്റെ ഒന്നും ആക്ഷൻ ഒന്നും നടന്നൊന്നുമില്ല. പിന്നെ നിയമോപദേശം നമ്മൾ തേടുന്നു. അപ്പം ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഹൈക്കോടതിയിൽ ഒരു റിറ്റ് പെറ്റീഷൻ കൊടുത്ത ഒരാളുടെ അവകാശത്തിനെതിരായിട്ട് അയാളെ തടങ്കലിൽ വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ അത് പോലീസ് വന്ന് കോർട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും. അപ്പം പിന്നെ അവർക്ക് ഇഷ്ടമുള്ള അവരുടെ ഭാഗം അവർക്ക് പറയാനൊക്കെ. അപ്പം അങ്ങനെ ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുക വേറെ ഒരു നിവൃത്തിയില്ല. ഇതിപ്പം എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. ശരിയാണ്, അപ്പൻ്റെ അമ്മയുടെയും അടുക്കൽ നിന്നൊരു മകളെ നമുക്ക് അങ്ങനെ പിടിച്ചു വിളിച്ചുകൊണ്ട് വരണമെന്ന് നമുക്ക് ആഗ്രഹമില്ല. പക്ഷെ എങ്കിലും സ്ത്രീകളുടെ ഇപ്പോഴത്തെ ഏത് കണ്ടീഷനിലാന്നുള്ള കാര്യം അപ്പൊ ആ സമയത്ത് എനിക്ക് വേറെ പ്രപ്പോസൽസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇല്ല സ്ത്രീകളെ ഈ ഒരു കാര്യത്തില് സ്ത്രീകളെ തന്നെ നോന്ന് പറയാതെ എനിക്ക് വേറൊരു പ്രൊപ്പോസൽ കൺസിഡർ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ അങ്ങനെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത്, അപ്പൊ ഞാനിപ്പം വലിയൊരപ്പോഴത്തേക്കും MD ഒക്കെ ജോയിൻ ചെയ്തു. MD ഫസ്റ്റ് ഇയർ 2013 പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ഫോൺ കോൾ വരുന്നു, സ്ത്രീകളുടെ ഫോണ്. അപ്പൊ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതം. എന്താ
അത്രയും നാള് എന്തോ വർഷങ്ങളായിട്ട് ഒരു അനക്കം ഇല്ലാതിരുന്നാണ് പെട്ടെന്ന് വിളിച്ച് ഭയങ്കര വിറയാർന്ന ശബ്ദത്തോടെ ശ്രീകല ചോദിക്കുക, സന്ദീപേട്ടാ ഞാൻ ശ്രീകല ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞോ? അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ശ്രീകലയ്ക്ക് വേണ്ടിയില്ലേ കാത്തിരിക്കുന്നു ഇത്ര നാള്. അപ്പൊ ശ്രീകല ഈ നിർബാൻ മിങ്കിൾ എന്നൊക്കെ പറഞ്ഞതുപോലെ ഒത്തിരി വർഷങ്ങൾ ഈ കഴിഞ്ഞ ഒരാളെ ഇങ്ങനെ പുറം ലോകം കാണുമ്പം ഉള്ള ആ ഒരു ഭയങ്കര ഒരു ട്രോമയിൽ വന്ന് ഇങ്ങനെ ചോദിക്കുക. അപ്പം അപ്പം അപ്പൊ ആ സമയത്ത് ശ്രീലയെ അത്രയും നാളെ അവർ വീട്ടിൽ പിടിച്ചു വെച്ചിട്ട് അവർക്ക് തന്നെ മനസ്സിലായി MBBS പഠിച്ച കൊച്ചിനെ വീട്ടിൽ ഇരുത്തിയിട്ട് എന്താ ചെയ്യുന്നത്. അവർ പിന്നെ അടുത്തൊരു ESI ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ അനുവദിച്ചതായിരുന്നു. അപ്പൊ ആ സമയത്ത് ശ്രീകല തന്നെ സെക്രട്ടറി ആയിട്ടൊരു ഫോൺ സംഘടിപ്പിച്ച് പഴയ സിം തന്നെ വെച്ചു. അപ്പൊ എന്റെ നമ്പർ വേറൊരു ഫ്രണ്ടിന്റെ, ഒരു കൃപ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന്റെ നമ്പർ ശ്രീകലയ്ക്ക് കാണാതെ ഓർമ്മയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഫ്രണ്ടിനെ ആദ്യം വിളിച്ച് ചോദിച്ചു, സന്ദീപേട്ടൻ കല്യാണമൊക്കെ കഴിഞ്ഞു? അപ്പം പറഞ്ഞു, ഇല്ല എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോഴേ പിന്നെ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതും. അപ്പൊ അത് പിന്നെ നമ്മള് ചർച്ച് എൽഡേഴ്സിനൊക്കെ പറഞ്ഞു. അപ്പം നിയമോപദേശമൊക്കെ തേടുമ്പം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ആണെങ്കിലായിട്ടും അത് വാലിഡ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ആദ്യം ഇങ്ങനെ ഒരു 1 month നോട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ സ്ത്രീകള് അവിടുന്ന് നമുക്ക് അതിന്റെ അതെല്ലാം സ്ത്രീകളെ എല്ലാം ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്ക് ഫില്ല് ചെയ്ത് അയച്ചു തരുന്നു. ഞാൻ ഇവിടുന്ന് വെല്ലൂരിൽ നിന്നെല്ലാം ഫില്ല് ചെയ്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അവിടെ എറണാകുളം സബ് രജിസ്ട്രാർ ഓഫീസിലും അവിടെ നൂറനാട് സബ് രജിസ്ട്രാർ ഓഫീസിലും ഒക്കെ ഇത് 1 മാസം കിടക്കുവാണ്. അപ്പൊ ഇത് ആരെങ്കിലും സ്ത്രീകളുടെ പേരൻസിന്റെ പരിചയക്കാരോ ആരെങ്കിലും ഇതൊക്കെ കണ്ട് സ്ത്രീകളുടെ പേരൻസിന്റെ അടുത്ത് അറിയിച്ചു കൊടുത്ത കുളമാവും കാര്യങ്ങളൊക്കെ. പക്ഷെ ദൈവം അവിടെ എല്ലാവരുടെയും കണ്ണുകൾ ബ്ലൈൻഡ് ആക്കി എന്ന് പറയുന്നത് പോലെ ഒന്നും നടന്നില്ല. 1 മാസം അതിന്റെ ആ ഒരു കാലയളവ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ സൗകര്യങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് 2013 ഒക്ടോബർ മാസം 8-ാം തീയതി ആയിരുന്നു. അത് ഞങ്ങൾ കല്യാണം ഒരു എത്ര പേര് അറ്റൻഡ് ചെയ്ത കല്യാണം എന്ന് ചോദിച്ചാൽ ഞാനും സ്ത്രീകളെ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു 18 പേരെ ഉള്ളായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന്. എന്റെ കല്യാണം നടന്നത് എവിടെയാന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഈ വീടിന്റെ ഹോളിലായിരുന്നു. അപ്പൊ ആദ്യം വന്ന കരുതാമ്പടി സബ് രജിസ്ട്രാർ ഓഫീസിലെ സൗകര്യങ്ങൾ, നമ്മുടെ ചർച്ച് എൽഡേഴ്സ് സൗകര്യങ്ങൾ, ജോജി പേറും ബാക്കി സൗകര്യങ്ങൾ എല്ലാവരും കൂടെ വന്ന് അവിടെ വന്ന് അപ്പോഴത്തേക്കും സ്ത്രീകളെ ഇന്നടത്ത് വന്ന് കാത്തിരിക്കുന്നു പറഞ്ഞ് ഞാൻ എൻ്റെ പേരൻസിന്റെ കൂടെ പോയി സ്ത്രീകളെ കൂട്ടിക്കൊണ്ട് വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ പേരൻസിനോട് വിളിച്ച് പറയും. അന്നൊക്കെ അവർക്ക് ഒരു ട്രോമയായിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പം അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ, നിനക്ക് ഇതിനെക്കാട്ടി നല്ലൊരു പ്രപ്പോസൽ ഒരിക്കലും കിട്ടാനില്ലായിരുന്നു പപ്പയും മമ്മിയും തന്നെ അവരുടെ വായ കൊണ്ട് തന്നെ അവർ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വന്ന് ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിലെ സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഒപ്പിട്ടിട്ട് എൻ്റെ പേരൻസും സാക്ഷികളായിരിക്കെ തന്നെ പിന്നെ വീട്ടിൽ തന്നെ ഒരു സാധാരണ ഓഡിറ്റോറിയത്തിലൊക്കെ നടക്കുന്ന ഒരു മാരേജ് ഫംഗ്ഷൻ മാതിരി തന്നെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ അതിന്റെ ആ ഒരു ആൽബം ഒക്കെ ഇപ്പോഴും ഉണ്ട്. അവർ വീട്ടിൽ നടന്ന ഒരു കല്യാണം വളരെ സീക്രട്ടീവ് ആയിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ 1-2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചങ്ങ് വെല്ലൂരേക്ക്, ഞാൻ ശ്രീകലയായിട്ട് ഞങ്ങളങ്ങ് വെല്ലൂരേക്ക് പോയി. പിന്നെ 1 മാസം കഴിഞ്ഞിട്ടൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടടങ്ങി ഒരു സാഹചര്യമൊക്കെ ഒന്ന് ശാന്തമായതിനു ശേഷം 1 മാസം കഴിഞ്ഞിട്ട് വെല്ലൂരിൽ റിസപ്ഷനൊക്കെ നടക്കും. അവിടെയുള്ള സൗകര്യങ്ങളെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് റിസപ്ഷനൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടി ഒരു പബ്ലിക് ഫംഗ്ഷൻ ആയിട്ടൊക്കെ. അപ്പം അയ്യോ ദൈവം അങ്ങനെയൊക്കെ നടത്തി. അങ്ങനെ ആ ഒരു കല്യാണത്തിന്റെയും കാര്യങ്ങളൊക്കെ അത് ഇന്ന് ഞാനത് പറഞ്ഞ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ മാരേജിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്ട്സ് എന്നോ ഫൈറ്റ് എന്നോ പറയുന്ന രീതിയിലൊന്നും നടന്നിട്ടില്ല. എന്നുവെച്ചാൽ അത് ഇപ്പൊ ഞങ്ങൾ അത് പറഞ്ഞ ചിലപ്പോൾ ആൾക്കാർ ഒരിക്കലും നിങ്ങളെന്തോ പൊലിപ്പിച്ച് പറയുന്നതെന്നൊക്കെ വിചാരിക്കും. എന്നുവെച്ചാൽ ഞങ്ങളിപ്പം കല്യാണം കഴിച്ചിട്ടിപ്പം 12 വർഷങ്ങളായി. ശരിയാണ്, അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ ഒരസല് മാതിരിയൊക്കെ വരുമ്പോഴും, പക്ഷെ എങ്കിലും സാക്പനും പറയുന്ന ഞങ്ങളൊരു മാരേജ് അഡ്വൈസ് ആദ്യമേ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബി ക്വിക്ക് ടു ഫൊർഗീവ് വൺ അനദർ ആൻഡ് ബി ക്വിക്ക് ടു ആസ്ക് ഫോർ ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്തൊരു ചെറിയൊരു കാര്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു സ്വന്തം ഇഷ്ടത്തിനങ്ങ് മരിച്ച് നമ്മളങ്ങ് ക്ഷമിക്കുകയോ ഒക്കെ അങ്ങ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു കോൺഫ്ലിക്റ്റോ ഒരു ഫൈറ്റോ അങ്ങനെ ഒരു വഴക്കോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ വളരെ എനിക്ക് ഏറ്റവും യോജിച്ചൊരു പങ്കാളിയായിട്ട് മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിട്ട് അരിപ്പാന് സ്ത്രീകളെ ദൈവം ഒരുക്കി, എന്നെയും ദൈവം അതിനായിട്ട് ഒരുക്കി. അങ്ങനെ കർത്താവിന്റെ സാക്ഷികളായിട്ട് ഇവിടെ ഈ കരുനാഗപ്പള്ളി പ്രദേശത്ത് അരിപ്പാനൊക്കെ ദൈവം സഹായിക്കുന്നു എന്നുള്ളതാണ്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഫലം പുറപ്പെടുവിക്കുവാൻ യോഹന്നാൻ 15 പറയുന്നത് പോലെ തന്നെ ഫലം പുറപ്പെടുവിക്കാനുള്ള അപ്പോയിൻമെൻറ്റ്. സാറേ, ഒരു കോയിൻസിഡൻസ് പോലെ ഇന്ന് രാവിലെ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. അതായത് ഇന്ന് രാവിലെ ഒരു പേഴ്സണൽ കൗൺസിലിങ്ങിന് വേണ്ടി എന്നെ വിളിച്ചു. ഒരു വ്യക്തി മാനസികമായിട്ട് അല്പം ക്ഷീണിച്ചിരിക്കുന്നത്, സാറിൻ്റെ മേഖലയാണ്. പക്ഷെ പാസ്റ്റർമാരായി ഞങ്ങളെ ആളുകൾ വിളിക്കുമല്ലോ, പ്രയാസം വരുമ്പോൾ ആദ്യം വിളിക്കുന്നത് സ്പിരിച്വൽ കൗൺസിലിംഗ്, പാസ്റ്ററൽ കൗൺസിലിങ്ങിനാണ്.
അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ഒരു ആൻസർ എന്താ പറയേണ്ടത് എന്നിങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഗോഡ് ഗേവ് മി എ വിഷൻ. അപ്പോൾ വിഷൻ എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, യെശയ്യാവ് 38 രാജാവിൻ്റെ മുറിവ് ഉണങ്ങുവാൻ അത്തിപ്പഴക്കട്ട അപ്ലൈ ചെയ്യുവാൻ പറഞ്ഞു. അപ്പോൾ ഈ വാക്യം ദൈവാത്മാവ് എന്നെ ഒരു 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 എനിക്കറിയില്ല അതൊരു വിഷനാണോ എന്താണെന്നറിയത്തില്ല, ഒരു പ്രത്യേക അനുഭവത്തിലൂടെ ആ കാര്യം ദൈവം എന്നെ കാണിച്ചിട്ട് പറഞ്ഞു ഇവരോട് ഇത് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ദൈവസന്നിധി ചോദിച്ചു, കർത്താവ് എന്താ ഞാൻ പറയേണ്ടത്? അപ്പം പറഞ്ഞു, ഈ അത്തിപ്പഴക്കട്ട എന്ന് പറഞ്ഞാൽ എൻ്റെ വചനമാണെന്ന് പറ. അതൊരു റീമാ റെവലേഷനാണ് കേട്ടോ. ഇപ്പം തിയോളജിക്കലി ആർഗ്യൂ ചെയ്താൽ അത്തിപ്പഴക്കട്ട എങ്ങനെയാണ് വചനമാകുന്നതെന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഒരു വ്യക്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു ആശ്വാസമാണ്. കാരണം ഈ സാറ് പറഞ്ഞ വാക്യമില്ലേ, ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ എനിക്ക് സോറി സാറേ, ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ശിഷ്യന്മാരുടെ നാവ് എന്ന് പറയുന്നൊരു വചനമില്ലേ, അതിൻ്റെ അടുത്ത വാക്യമാണോ അതിൻ്റെ മുകളിലത്തെ വാക്യമാണോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിരാവിലെ ഏർലി മോർണിംഗ് കേൾക്കുക. ഞാൻ പല സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് സാറേ. നമുക്കൊരാളെ ആശ്വസിപ്പിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം കേൾക്കാൻ കഴിയണം. അതെ അതെ, ശരിക്കും ഗുരുവിന്റെ ശബ്ദം കേട്ടെങ്കിൽ മാത്രമേ ശിഷ്യന്റെ നാവ് നമുക്ക് കിട്ടത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് കേട്ട പറയുന്ന വാക്കുകൾക്കാണ് ആശ്വാസം. നമ്മൾ എത്ര വാക്ക് പറഞ്ഞാൽ ആളുകളെ ആശ്വസിക്കാൻ പറ്റുമോ? അത് മെഡിക്കലി അതും ട്രൂ. അതായത് ഈ കേൾവി കുറവുള്ള കുഞ്ഞുങ്ങളെ സംസാരിക്കാനും അവർക്ക് പ്രയാസം വരും. എന്നുവെച്ചാൽ കേൾക്കാത്തതുകൊണ്ട് അവർക്ക് സംസാരത്തിന് വേറെ പ്രോബ്ലം ഒന്നും കാണത്തില്ല. പക്ഷെ കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് അതുപോലെ അത് ആത്മീയമായിട്ടും സാറിപ്പം പറഞ്ഞതുപോലെ കർത്താവിനെ കേൾക്കുമ്പോഴേ കർത്താവിന്റെ വാക്കുകൾ നമ്മുടെ നാവിൽ വരികയുള്ളൂ എന്നുള്ളത്. ഓരോ വാക്കുകളും റെവലേഷനാ സാറേ. എനിക്കത് സോറി, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ ഇത് റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, വചനം വായിക്കാൻ ആ കുട്ടിയോട് പറയുക. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഇറ്റ് വിൽ വർക്ക് സംതിങ് ലൈക്ക് എ ബാം. ആ മുറിവിനെ ഉണക്കുന്ന ഈ ഇന്നർ ഹീലിങ്, ആന്തരിക മുറിവുകൾ അല്ലേ സാറേ. എത്രയോ ആളുകൾ ആ ഹൃദയത്തിൽ മുറിവേറ്റവര്, ഓർമ്മകളിൽ മുറിവേറ്റവര് സാറിൻ്റെ ഒക്കെ അടുക്കൽ വരുന്നത്. അപ്പൊ ഞാൻ സാറ് പറഞ്ഞില്ലേ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത്, പെട്ടെന്ന് ഇതങ്ങ് കണക്റ്റ് ആയി കേട്ടോ. ഈ അത്തിപ്പഴക്കട്ടയും ഈ പറഞ്ഞ അത്തിയുടെ ഫലവും മുന്തിരിയുടെ ഫലം രസിപ്പിക്കുന്നത് എന്നാ പറയുന്നത്. ഭയങ്കര റെവലേഷനാണ് സാറേ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. എനിക്കതൊന്ന് കൺഫേം ചെയ്ത് കിട്ടുമായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ ഒരു വിഷൻ എനിക്ക് കൺഫേം ചെയ്ത് കിട്ടുമായിരുന്നു. പറഞ്ഞിട്ട് എനിക്ക് ഒത്തിരി എൻകറേജ്മെന്റ് ആയി. തീർച്ചയായിട്ടും ദൈവത്തിന്റെ കേക്ക് ഓഫ് ഫിക്സ് ഇംഗ്ലീഷിൽ പറയുന്നത് അത്തിപ്പഴക്കട്ട, കേക്ക് ഓഫ് ഫിക്സ്, ഒരു ഫിഗ് കേക്ക്. എനിക്ക് ഗൂസ് ബംസ്. കാരണം കേക്ക് ഓഫ് ഫിഗ് എന്ന് പറയുമ്പോൾ അത്തിപ്പഴത്തിന്റെ ആ ഒരു ഫലം എടുത്തിട്ട് അതിനെ പ്രോസസ് ചെയ്തല്ലേ, എത്രയോ നാൾ അത് ചേർത്ത് വെച്ചിട്ടാണ് വി ആർ അപ്ലൈയിങ് ഓൺ സം ഇന്നർ വൂണ്ട്സ്. ദൈവത്തിൽ നിന്ന് നാളുകളായിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിൽ മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ ശേഖരിച്ച് വെക്കുന്നത്, നാളെ ഒരാളുടെ ബ്ലെസ്സിങ്ങിന് വേണ്ടി നമ്മളിൽ കൂടെ അതൊരു ഭയങ്കര തേനിലും മധുരമാകുന്ന ദൈവവചനം എന്നാ. അത്തിപ്പഴത്തെ കുറിച്ച് അതാ പറയുന്നത്. ജഡ്ജസ് ചാപ്റ്റർ 9 പറയുന്നത്, അത്തി ചോദിക്കുന്ന ചോദ്യമുണ്ട്, എൻ്റെ ഈ മധുരമുള്ള ഫലം. അപ്പോൾ അത് ദൈവജനമായിട്ട് കണക്ട് ആകുന്നുണ്ട്. തേനിലും മധുരം എന്ന അത്തിയെ കുറിച്ച് പറയുന്നത്, തേൻ പോലെ മധുരം എന്നാ പറയുന്നത് അത്തിയുടെ ഫലത്തെ കുറിച്ച്. എനിവേ സാറേ, ഒത്തിരി നല്ല നല്ല അനുഭവങ്ങളാണ് കേട്ടോണ്ടിരുന്നത്. എനിക്കറിയാം ഒത്തിരി ലൈഫ് എക്സ്പീരിയൻസസ് ഉണ്ടെന്നറിയാം. കുഞ്ഞുങ്ങൾ ഒക്കെ എന്ത് ചെയ്യുന്നു, എന്ത് പ്രായമായി? 5ാം ക്ലാസ്സില് ആദ്യത്തെ ഞാൻ പറഞ്ഞത് ട്വിൻസ്. അവര് 5ാം ക്ലാസ്സില് ഇപ്പോ ഇവിടെ അടുത്ത് കരുനാഗപ്പള്ളി SN സെൻട്രൽ സ്കൂളില്, ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന ഇളയാൾ 1ാം ക്ലാസ്സില്. കഴിഞ്ഞ ദിവസം എൻ്റെ ഈ സാക്ഷിയൊക്കെ ക്രൈസ്റ്റ് പ്ലസ് ചാനലിലൂടെ ഒക്കെ വന്നത് നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പലും ബാക്കി ഒത്തിരി പേര് അവരൊക്കെ കാണുകയും, അവരൊക്കെ പലരും മിക്കവരും നോൺ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിന് അനുഭവങ്ങൾ ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം പലരും ഈ ചിലർ ഈ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ, നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാരൊക്കെ എൻ്റെ ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ റെസിപ്റ്റീവിനനുസരിച്ച് ഗോസ്പലൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു അനുഭവം പറയും. ഞാനിങ്ങനെ ഒരു വിഷയം കണ്ടതും ദൈവം ആ സമയത്ത് സീംസ് വലിയൊരു ഓപ്പണിംഗ് വന്നതും സൈക്യാട്രി എന്നുള്ള ഫീൽഡും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ജീവിതത്തിന്റെ ഒരു അനുഭവം. ശരിയാണ്, നമുക്ക് ദൈവവചനത്തിന്റെ കാര്യങ്ങളും ഇസ്രായേലിന്റെ ചരിത്രവും പ്രവചനങ്ങളുടെ ഫുൾഫിൽമെന്റും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാം. എന്നാൽ നമ്മളുടെ ജീവിതത്തിലെ പച്ചയായ ചില അനുഭവങ്ങൾ, അത് ഇന്നും ദൈവം അത് കാര്യങ്ങൾ അറ്റസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ദൈവം കാണുമ്പോൾ, ഇപ്പം തന്നെ ഞങ്ങളൊരു പുതിയ വീട് വെച്ച്
മാറുകയും ഈവൻ എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പണ്ട് എൻ്റെ ഈ വിശ്വാസത്തിന്റെ പേരിലൊക്കെ ഒത്തിരി നിന്നയൊക്കെ എനിക്ക് ആദ്യകാലങ്ങളിൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ അവരൊക്കെ ചിലപ്പോൾ ഇതൊക്കെ പിന്നെ കേൾക്കുമായിരിക്കും. ഞാൻ ആരോ പറ്റിയാൻ വേണ്ടിയല്ല പറയുന്നത്, പക്ഷേങ്കിലും ഇത് അവരൊക്കെ തന്നെ പലപ്പോഴും ഈ നിന്ദിച്ച ബന്ധുക്കൾ തന്നെ പലപ്പോഴും കൺസലേഷന് വരികയും അതുപോലെയൊക്കെ ആവശ്യ ദൈവം തന്നെ ഈ യോസേഫിന് മുമ്പിൽ സഹോദരന്മാരെ കൊണ്ടുവന്നെന്നൊക്കെ പറഞ്ഞതുപോലെയൊക്കെയുള്ള പല അനുഭവങ്ങളിലൂടെയൊക്കെ ദൈവം നടത്തുന്ന ഒരു കാര്യം വരുമ്പം എന്നെ മാനിക്കുന്നതിനെ ഞാൻ മാനിക്കും. 1 ശമൂവേൽ 2:30 നമ്മൾ പറയുന്ന കാര്യം അതൊത്തിരി ഒരു ഈ അടുത്ത് ഞങ്ങളൊരു പുതിയ വീട് വെച്ച് ഇങ്ങോട്ട് മാറിയതും കാര്യങ്ങളൊക്കെ അതൊരു ഒരു ദേശത്തിനൊരു സാക്ഷ്യമായിട്ട് കർത്താവ് നമുക്ക് തന്നെ നമുക്കൊരു ദിസ് ഇസ് മാർവലസ് ഇൻ അവർ ഐസ്, ദിസ് ഇസ് ദ ലോർഡ്സ് ഡൂയിങ്. നമ്മൾ ആ വീഡിയോ കണ്ടു. ഓ അതെ അതെ അതിനകത്ത് ഒത്തിരി വചനങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലേ? എനിക്ക് അതെ, ആ വചനങ്ങള് ഞാൻ ഇവിടെ അടുത്തൊരു ഫോട്ടോ രാജധാനി ഫോട്ടോ വേൾഡിൽ ഇത് ഹൗസ് ഡെഡിക്കേഷൻ തൊട്ട് തലേദിവസം ഇത് ഫ്ലെയിം ചെയ്ത് കിട്ടുന്നത്. അപ്പൊ അവർ ഇത്രയും വചനങ്ങളൊക്കെ എടുത്തുകൊണ്ട് 13 വലിയ A1 സൈസിലുള്ളതുണ്ട്. അപ്പൊ അവരെന്നെ കളിയാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് കാര്യമായിട്ട് ഇത് സാർ ഇത് പള്ളിയിലോട്ടാണ് കൊണ്ടുവന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലോട്ടാ, ഇത് വീട് ഞങ്ങളിത് ദൈവത്തിന്റെ ഭവന മാതിരിയായ ഞങ്ങളുടെ വീട് എന്നുള്ള കാര്യമൊക്കെ ഇത് വളരെ സാറിനറിയാം. കാരണം അന്ന് ആ ഒരു ഏതോ ഒരു ഭിത്തിയിൽ എഴുതിയൊരു വാക്യം, എന്റെ നാമനിമിത്തം അല്ലേ കഷ്ടമനുഭവിച്ചാൽ. അപ്പൊ നമ്മളെ എത്ര വചനം സ്പർശിച്ചു സാറേ. സത്യത്തിൽ ഈ നമ്മുടെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ വേദവസ്തു ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ വില നമുക്കറിയാത്തത്. വേദപുസ്തകം കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു കാലത്ത് നാളെ നമ്മുടെ കയ്യിൽ ആരുടെയും ബൈബിൾ ഇല്ലെങ്കിൽ ഈ ബൈബിളിൽ പറയുന്ന ഒരു വചനമാണ്, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല, എൻ്റെ വചനത്തിന് വേണ്ടിയുള്ള ഒരു വിശപ്പ്. അവിടെ പറയുന്നതിന്റെ കോൺടെസ്റ്റ്, അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത് വചനം കിട്ടാനില്ല, വചനം കിട്ടാനുണ്ടേ വിശപ്പില്ല. ഇതിപ്പം നമുക്ക് ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വിശപ്പില്ലാത്തത്. ദൈവജനത്തിന്റെ ഇമ്പോർട്ടൻസ് അതും അങ്ങനെ പോലുള്ള ഒരവസ്ഥയെ കൂടെ പോകുമ്പോൾ അതെ അതെ, അതെപ്പോഴും കർത്താവ് ഓർപ്പിക്കും. ആ ഒരു സമയത്തുള്ള ആ ഒരു വചനത്തിന്റെ ദാഹമൊക്കെ, ആ ഒരു ആദ്യ സ്നേഹം ദൈവം നമ്മളെ ഓർപ്പിച്ച് ദൈവം നമ്മളെ അതിലേക്ക് കത്തിരിപ്പിക്കുമാറാക്കുന്ന ഓരോ അനുഭവങ്ങളെ ഈവൻ അവിടെ ഞാൻ പരിഹാരത്ത് ഹോസ്റ്റലൊക്കെ ആയിരുന്നപ്പോഴും ഹോസ്റ്റൽ ടെറസിൽ ഒറ്റയ്ക്ക് പോയിരുന്നു. നമ്മൾ അങ്ങനെ കുറച്ച് സമയം കർത്താവ് ഈ മലയിലൊക്കെ പോയി ധ്യാനിക്കുന്ന പറഞ്ഞതുപോലെ ആയിരുന്നു. ഞാൻ അവിടെ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇരുട്ടത്ത് അവിടെ ഹോസ്റ്റൽ ടെറസിലൊക്കെ പോയി കുറേ നേരം നമ്മള് ഇരുന്ന് കർത്താവിന്റെ കൂടെ ഇരിക്കുകയും ധ്യാനിക്കുകയും സംസാരിക്കുകയും ആ ഒരു ദ മോസ്റ്റ് പ്രഷ്യസ് മൊമെന്റ്സ് ഇൻ അവർ ലൈഫ് വെൻ വി ലുക്ക് ബാക്ക്, ഏറ്റവും നമുക്ക് പ്രഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ദൈവത്തിന്റെ കൂടെ കർത്താവിന്റെ കൂടെ ചെലവഴിക്കുന്ന ആ നിമിഷങ്ങൾ. അത് ലോകത്തിലെ ആൾക്കാർക്ക് അത് ഇതെന്താ, ഇവർക്ക് എന്താ ഇതിനകത്ത് ഇത്ര ഉള്ളത്. പക്ഷെ നമ്മളത് കർത്താവിന്റെ വചനത്തിലെ സന്തോഷം, യെരമ്യാവ് 15 പറയുന്ന പോലെ ഐ ഫൗണ്ട് യുവർ വേർഡ്സ് ആൻഡ് ഐ എയ്റ്റ് ദം. ഞാൻ ആ വചനങ്ങൾ തേടി ചെന്ന് കണ്ടുപിടിച്ച് അത് ഭക്ഷിച്ചു, അതെന്റെ ഹൃദയത്തിന് വലിയ ആനന്ദമായി തീർന്നു എന്ന് യെരമ്യാവ് 15:15 പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, 15:16 പറയുന്ന വാക്യം, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ വചനങ്ങളൊക്കെ കണ്ടെത്തി ഭക്ഷിക്കുകയും ഇന്നത്തെ ആ യുവതലമുറയുടെ ഒക്കെ നമ്മുടെ നമുക്ക് പറയാനുള്ള ഒരു ആഹ്വാനം എന്ന് പറഞ്ഞാൽ ആ ഒരു ആ വചനത്തിന്റെ ആ ഒരു മാധുര്യവും ആ ഒരു ത്രസിപ്പിക്കുന്ന അനുഭവമൊക്കെ നിങ്ങളുടെയൊക്കെ ഒരു വ്യക്തിപരമായ അനുഭവമായി തീരണം. അതിനായിട്ട് ഒരു ദൈവോന്മുഖമായിട്ട് നമ്മളങ്ങ് പ്രതികരിക്കുമ്പോൾ ദൈവം നമ്മളുടെ ഹൃദയത്തിലെ വലിയൊരു കാര്യങ്ങൾ ചെയ്യുകയും വചനത്തിന് വേണ്ടി ഒരു വലിയ ദാഹം തരികയും വചനം നമുക്ക് ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വലിയൊരു ട്രഷറായിട്ട് വലിയൊരു നിധിയായിട്ട് മനസ്സിലാവുകയൊക്കെ ചെയ്യുന്നൊക്കെ ഉള്ള കാര്യം ചെറുപ്പക്കാരോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതെ അതെ, 13 ശരിക്കും പറഞ്ഞാൽ 2 ഒരു വാക്യം തന്നെ. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ വാക്യം മത്തായി 11:28, അത് എന്റെ കൺസലേഷന്റെ ഫ്രണ്ടിലും കൺസലേഷന്റെ ഉള്ളിലും ആ വാക്യം തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 12 വാക്യങ്ങളാണ്, പക്ഷെ 13 പ്ലക്കാർഡ്. ശരി, വാക്യം 2 ഇത്. അതെ അതെ, ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് ഒരു വാക്യം പറയാമോ, ഏറ്റവും സാറിനെ സ്പർശിച്ചിട്ടുള്ള ആ വാക്യങ്ങളിൽ? എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ആർക്കോ വേണ്ടിയുള്ള ഒരു വാക്യമാണെന്ന് തോന്നുന്നു. ഒന്ന് ഈ മത്തായി 11:28 അതിന്റെ കൺസലേഷൻ റൂമിൽ ഒരു സൈഡിൽ വെച്ചേക്കുന്നത്. ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഇപ്പുറത്തെ സൈഡിൽ വലത് സൈഡിൽ വെച്ചിരിക്കുന്നത് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്നുള്ള ഫിലിപ്പിയർ 4:13. അത് ഞാൻ കുറച്ചുകൂടെ എന്റെ എക്സാക്ട് ഗ്രീക്കില് പറയുവാണെങ്കിൽ എന്നെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിൽ
എനിക്കെല്ലാം സാധ്യമാണ്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. ഇവിടെ ത്രൂ ക്രൈസ്റ്റ് എന്നാണ് നമ്മുടെ NASB ട്രാൻസ്ലേറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ നമ്മൾ ഈ ഗ്രീക്ക് നമുക്ക് നമ്മുടെ ഈ യുനോ BLB വേർഷനിലൊക്കെ നോക്കുമ്പം എൻ എന്ന് പറഞ്ഞൊരു വാക്ക് പ്രൊപ്പസിഷൻ അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ എന്ന് പറയുമ്പോൾ ഇൻ എന്നുള്ളതാണ് അതിന്റെ ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. ഇൻ ക്രൈസ്റ്റ്. അപ്പം എന്നെ ശക്തനാക്കുന്നവൻ സത്യവേദ പുസ്തകത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഗ്രീക്കിൽ ക്രിസ്തോസ് എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്തോസ് എന്ന് പറയുമ്പോൾ ക്രിസ്തു, അഭിഷിക്തൻ. എന്നെ ശക്തനാക്കുന്ന ആ അഭിഷിക്തൻ, ആ കർത്താവിന്റെ അഭിഷേകം മുഖാന്തരം ആ കർത്താവില്, ആ അഭിഷിക്തനില് എനിക്കെല്ലാം സാധ്യമാണ്. അപ്പം ഞാൻ എല്ലാവരോടും ഒന്നും വചനം പറയത്തില്ല. പക്ഷെ വചനത്തോട് കുറച്ചൊരു താല്പര്യവും റിസപ്റ്റീവ്നെസ് ഉള്ളവരോട്, ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോട് എസ്പെഷ്യലി, പിന്നെ ചിലർക്ക് അതുപോലെ അതുകൊണ്ടൊരു ആഭിമുഖ്യം കാണിക്കുന്നവരോട് ഞാൻ ഈ ഒരു വചനം ചൂണ്ടിക്കാണിച്ചിട്ട് ആ ഭാരമൊക്കെ അങ്ങ് കർത്താവിലേക്ക് അങ്ങ് അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്ന ആ വാക്യം, അതിന്റെ ആ ഫോട്ടോ ഫ്രെയിം ഞാൻ ഒരു പ്രവീൺ എന്ന് പറയുന്ന സഹോദരനോട് പറഞ്ഞ് അവിടെ കരികിരി വെച്ച് ഡിസൈൻ ചെയ്യിപ്പിച്ചൊരു വാക്യം. അതിന്റെ ഒരു ക്രോസിന്റെ ഒരു സൈഡില് ഒരു ചെറുപ്പക്കാരൻ പയ്യന് വലിയൊരു ഭാണക്കെട്ടുമായിട്ട് ഒരു ഇരുണ്ട് വരേണ്ട അവസ്ഥയിലിരിക്കുന്നു. പിന്നെ നടുക്കൊരു ക്രോസ്, ആ ക്രോസിന് അപ്പുറത്ത് ഒരു കൊച്ചു കുഞ്ഞ് കർത്താവിന്റെ കരങ്ങളിൽ ഉറങ്ങുന്ന ഒരു പിക്ചർ. അപ്പം ഞാൻ സിമ്പിളായിട്ട് സുവിശേഷം പറയുന്നത് വെച്ചാല്, നിങ്ങളുടെ ആ മനസ്സിന് ആ ഭാരമൊക്കെ അങ്ങ് കർത്താവിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒരു സ്വസ്ഥതയിലേക്ക് വരാൻ ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ളൊരു കാര്യം. ആ സ്വസ്ഥതയിലേക്ക് വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ക്രിസ്തുവിൽ എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിൽ എനിക്കെല്ലാം സാധ്യമാണെന്നുള്ള പറയുമ്പോൾ അതിന്റെ ആ പിക്ചർ എന്താണെന്ന് വെച്ചാൽ ഒരു കൊച്ചു കുഞ്ഞ് കർത്താവിനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു പിക്ചറാണ്. അപ്പൊ കർത്താവിന് അതുപോലെ നമ്മളങ്ങനെ കൊച്ചു കുഞ്ഞിനെ പോലെ അങ്ങ് അള്ളിപ്പിടിച്ച കർത്താവിന്റെ വലിയ അഭിഷേകം, വലിയൊരു പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ നിന്ന് നിറഞ്ഞ് നമ്മളെക്കുറിച്ച് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ചെയ്യുവാനും കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. അത് അതാ ഒരു ഫെയ്ത്ത്, ഒരു വിശ്വാസം. കർത്താവിന് നമ്മളെ കുറിച്ചുള്ള എല്ലാ പദ്ധതികളും നിറവേറ്റുക. നമ്മൾ ബലഹീനരാണ്, നമ്മൾ വീഴ്ചയുള്ളവരാണ്, താഴ്ചയുള്ളവരാണ്. പക്ഷെ നമ്മളുള്ള അവസ്ഥയിൽ അങ്ങ് കർത്താവിന് മുമ്പാകെ അങ്ങ് താഴ്ന്നു കൊടുത്ത പരിശുദ്ധാത്മാവിന് വലിയൊരു നിറവ്, നമ്മളെ ഒരു 0 ആയിട്ട് അങ്ങ് താഴ്ത്തിയ കർത്താവ് നമ്മൾ 1 ആണ് 2 ആണ് 3 ആണെന്ന് പറഞ്ഞ് നമ്മളിൽ തന്നെ ഒരു ബലമായിട്ടിരുന്ന കർത്താവ് നമ്മുടെ കൂടെ നിൽക്കത്തില്ല. പക്ഷെ നമ്മളങ്ങ് 0 ആയിട്ട് നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തുമ്പോൾ കർത്താവ് ഒരു 1 ആയിട്ട് വന്ന് നിൽക്കും. അപ്പം 2 ഉം 3 ഒക്കെ 2 ഉം 3 ആയിട്ട് അവിടെ തന്നെ നിൽക്കും. പക്ഷെ 0 ആവുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ 1 ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളൊരു 10 ആവും എന്ന് പറഞ്ഞാല് ബാക്കി ആ ഒരു സ്വയത്തിന്റെ ശക്തിയെക്കാട്ടിലും കർത്താവിന്റെ ഒരു ശക്തി നമുക്കൊരു ബലമായിട്ട് നിൽക്കുമ്പോൾ ദൈവം നമ്മളെ നടത്തുന്ന കാര്യങ്ങളൊക്കെ ആണ്. അതെ, ഒത്തിരി അനുഭവങ്ങൾ കേട്ട് സാറേ, വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരു സെഷൻ, ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരു സെഷനായിരുന്നു. എനിക്കറിയാം സാറിന് ഇനി ഒത്തിരി ജീവിതാനുഭവങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. കർത്താവിനെ രുചിച്ചറിഞ്ഞ സൂപ്പർനാച്ചുറൽ അനുഭവങ്ങളുണ്ടെന്നറിയാം. ഉള്ളത് എന്തെങ്കിലും ദൈവനാമഹത്വത്തിന് വിട്ടുപോയതുണ്ടെങ്കിൽ പറയാം. പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിന്ത, ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. സാധാരണ നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഈ ഭൂതബാധ എന്ന് പറയുന്നത്. സാറൊരു സൈക്കാട്രിസ്റ്റ് ആണല്ലോ, സാറിന്റെ അടുക്കൽ വന്നാൽ സാറത് ഭൂതബാധ എന്ന് പറയുമോ, അതോ അത് ഒരു മെഡിക്കൽ റീസൺ അതിന് പറയുമോ? എന്തായിരിക്കും സാറിന്റെ ഒരു അപ്രോച്ച്? എന്താ സാറിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആസ് എ പേഴ്സൺ ഹു നോ ബോത്ത് ബൈബിൾ ആൻഡ് സൈക്കാട്രി? സോ ഇറ്റ്സ് എ റെലവന്റ് ക്വസ്റ്റ്യൻ. അതായത് ഇന്ന് ക്രിസ്ത്യൻ സർക്കിൾസിൽ ഈ 2 എക്സ്ട്രീംസ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ എന്തുണ്ടെങ്കിലും ഭൂതമാണെന്ന് പറയും. ഇപ്പൊ ഒരു ചുമയും പനിയും വന്നാലും അയ്യോ അതും ഭൂതബാധ കൂടാത്രാന്ന് പറയുന്നത്, അങ്ങനെ ഒരു എക്സ്ട്രീമിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഇതൊന്നും ഇല്ല, ഇപ്പൊ അങ്ങനെ ഡിമൺ പൊസഷൻ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്ന ആ ഒരു എക്സ്ട്രീമിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മള് വചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ സുവിശേഷങ്ങളിൽ ആ കാര്യങ്ങൾ കാണുന്നുണ്ട്. എൻ്റെ സൈക്കാട്രി പ്രാക്ടീസിലുള്ള അനുഭവത്തിൽ ഒരു വിരലെണ്ണാന്ന് പറഞ്ഞ ഒരു 10ൽ താഴെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഡിമൺ പൊസഷൻ, അതിനെ ഡിമൺസിനെ കാസ്റ്റ് ഔട്ട്, യേശുവിന്റെ നാമത്തിൽ കാസ്റ്റ് ഔട്ട് ചെയ്ത് അവരങ്ങ് ഫ്രീ ആയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഓഫ് കോഴ്സ് എത്രയോ ആയിരക്കണക്കിന് അതുപോലുള്ള പേഷ്യൻസ് ഒക്കെ ഉള്ള അത് ചുരുക്കം. അതിൽ ഞാൻ അവിടെ വെല്ലൂരായിരുന്ന സമയത്തും കരിഗിരിയായിരുന്ന സമയത്തും ഇവിടെ കരുനാഗപ്പള്ളിയിലെ ഇവിടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തും എല്ലാം ഇതുപോലുള്ള അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്റെ ബ്ലോഗ് പേജിനകത്ത് അത് കാസ്റ്റിംഗ് ഔട്ട് ഡീമൺസ് ഇൻ എ സൈക്കാട്രി OPD എന്ന് പറഞ്ഞ എന്റെ പേഴ്സണൽ ബ്ലോഗ് പേജ് sandeeppsychiatry.blogspot.com അതിലൊരു ആർട്ടിക്കിളായിട്ട് അതിൽ ചില അനുഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ 1-2 അനുഭവങ്ങൾ ഞാൻ ചുരുക്കമായിട്ട് പെട്ടെന്ന് പറയുവാണെങ്കിൽ, ഒന്ന് പറഞ്ഞാൽ ഞാൻ ഓഫ് കോഴ്സ് നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ സൈക്കാട്രിക് ഇൽനെസ്, മനസ്സിന്റെ ഒരു പ്രയാസമുള്ള അവസ്ഥ, അത് ഭൂതബാധയായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. എന്ന് വെച്ചാൽ അത് പലതരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളിലൂടെ പോകുന്നതുകൊണ്ടൊക്കെ പല
പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ സംഭവിക്കുമ്പം നെഗറ്റീവ് ചിന്തകളിലോട്ടൊക്കെ പോകുമ്പം തലച്ചോറിൽ ചില രാസപദാർത്ഥങ്ങൾ വ്യതിയാനങ്ങളൊക്കെ വന്ന് പല മനസ്സിന്റെ ഒരു വിഷാദമോ അല്ലെങ്കിൽ ചില ഭയങ്ങളോ സംശയങ്ങളോ ശബ്ദം കേൾക്കുന്ന പോലെ അങ്ങനെയൊക്കെയുള്ളത് മനസ്സിന്റെ ഒരു രോഗാവസ്ഥയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം അതെല്ലാം ഭൂതവാദിയെന്ന് നമ്മൾ ഒന്നും നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഞാനിത് പറയുന്നത് കൊണ്ട്. പക്ഷെ എന്നാൽ വളരെ ചുരുക്കം ചില അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഏറ്റവും സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ഉള്ള ഒരു അനുഭവം ഞാൻ ഇവിടെ ഓർക്കുന്നത്, ഇവിടെ കരുനാഗപ്പള്ളിയിലായിരുന്ന സമയത്ത് ഒരു ലേഡി, അവര് നാലാമത്തെ വിവാഹിതയായിട്ടുള്ളൊരു ലേഡി. അവർക്ക് ഒത്തിരി പല 3 വിവാഹങ്ങൾ നടക്കുന്നു, ഡിവോഴ്സ് ചെയ്യുന്നു. ഒരു നോൺ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ലേഡി. അപ്പം അവർക്കാണെങ്കിൽ എങ്ങനെ അങ്ങ് ആത്മഹത്യ ചെയ്യണം, എങ്ങനെയെങ്കിലും അങ്ങ് മരിക്കണം എന്നുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ആയിട്ട് വല്ലാതെ റെസ്റ്റ്ലെസ് ആയിട്ട് അങ്ങനെയായിരുന്നു അവിടെ. ആദ്യം ഞാൻ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ കാണുമ്പോഴേ പിന്നെ ഞാൻ അകത്തോട്ട് വരാൻ പറയുന്നു കാര്യങ്ങളൊക്കെ. അപ്പം പക്ഷെ എങ്കിലും ആദ്യം എനിക്ക് ഇങ്ങനെ ഒരു ഭൂതബാധ എന്നുള്ള കാര്യമൊന്നും നമ്മളപ്പം ആദ്യം അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്തൊക്കെയോ പല രീതിയിലൊക്കെ എപ്പിസോഡ്സ് ആയിട്ട് വരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. ഈ ഹസ്ബൻഡുമായിട്ടാണ് വന്നത്, ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മെഡിസിൻസ് ഒക്കെ എഴുതി. അപ്പൊ മെഡിസിൻസ് വെച്ചിരിക്കുന്ന അലമാരിയിലോട്ട് അപ്പൊ ഞാൻ തന്നെ അങ്ങ് ഡിസ്പെൻസ് ചെയ്യുന്ന സമയമായിരുന്നു ആദ്യം ഇവിടെ ഗെറ്റ് ഓപ്പറേറ്റ് തുടങ്ങുന്ന സമയത്ത്. അപ്പം ഞാൻ മെഡിസിൻസ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് മെഡിസിൻ എടുത്ത് എന്തോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ലേഡി എന്തോ വേറെ ഏതോ ഒരു ഭാഷയിൽ എന്തൊക്കെയോ വല്ലാതെ ചീത്ത വിളിക്കുന്നവണൊക്കെ ഉള്ള എന്തോ ദേഷ്യപ്പെട്ട് ഏതാണ്ടൊക്കെയോ പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇത് ഭൂതബാധയാണെന്നുള്ളൊരു കാര്യം മനസ്സിലായി. നമുക്ക് ആത്മാവിലൊരു വിവേചനം ദൈവം തന്ന് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകും എന്ന് പറയും. പുള്ളിക്കാരത്തി പെട്ടെന്ന് ഇങ്ങനെ കിതയ്ക്കുന്നവണക്ക് ഇങ്ങനെ കാണിച്ച് അങ്ങനെ അങ്ങ് കുറെ നേരം കുനിഞ്ഞങ്ങ് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരത്തി, ഡോക്ടറെ ഞാൻ ഏതാണ്ടൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തോ ഡോക്ടറെ ഏതാണ്ടൊക്കെയോ വിളിച്ചു, സോറി ഞാനല്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞത് സാരമില്ല, അത് അങ്ങനൊരു ഭൂതത്തിന്റെ ഒരു അനുഭവമായിരുന്നിരിക്കും, അത് യേശുവിന്റെ നാമത്തിൽ അങ്ങ് വിട്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ അങ്ങനെ ഒരു അനുഭവം. പിന്നെ അവർ പിന്നെ റിവ്യൂവിനൊന്നും പിന്നെ വന്നിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ അതൊരു അനുഭവമായിട്ട്. പിന്നെ വലിയവരുണ്ടായിരുന്നപ്പോ സമയത്ത് അങ്ങനെ ചിലര് ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് താഴെ വീണ് പിന്നെ അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനും അത് നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭൂതബാധയും കാര്യങ്ങളും ഒക്കെ അതൊരു മിത്തോളജിയും കാര്യങ്ങളൊന്നും അല്ല. ഇന്ന് പക്ഷേ വേറെ ചില എക്സ്ട്രീമിലോട്ട് ചിലരാണെങ്കിൽ ഇങ്ങനെ ഭൂതബാധ പുറത്താക്കാൻ വേണ്ടി ഒത്തിരി അലറി വിളിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷെ ശരിക്കും എൻ്റെ അനുഭവത്തിൽ പിശാചുകൾക്ക് കേൾവിക്കുറവൊന്നുമില്ല ഭൂതങ്ങൾക്ക്. അതുകൊണ്ട് നമ്മള് യേശുവിന്റെ അധികാരത്തോട് നമ്മൾ പറഞ്ഞ ഭൂതങ്ങളങ്ങ് വിട്ടു പോകണം. അപ്പം എന്നാൽ എല്ലാം ഭൂതബാധ ആയിരിക്കണമെന്നുമില്ല. ചിലപ്പം ഡിസോസിയേറ്റീവ് പൊസിഷൻ അറ്റാക്സ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിന്റെ ചില രോഗാവസ്ഥകളോ അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളുടെ ഭാഗമായിട്ടുള്ള തരത്തിലുള്ളതൊക്കെ വരും. പക്ഷെ പലരും ചോദിക്കും എങ്ങനെ ഇത് തിരിച്ചറിയുന്നതെന്നൊക്കെ. അപ്പം അവരത് യേശു കർത്താവാണ് എന്ന് പരിശുദ്ധാത്മാവിന് അല്ലാതെ ആർക്കും പറയാനൊക്കെ ഇല്ലെന്ന് 1 Corinthians 12:3 പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഹൃദയത്തിൽ നിന്ന് യേശുവിനെ കർത്താവാണെന്നൊക്കെ യേശുവിനെ കർത്താവാണെന്ന് കൺഫസ് ചെയ്യാൻ അവരോട് പറയുമ്പോൾ അത് പറ്റുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ യേശു സാത്താനെ കുരിശിൽ തോൽപ്പിച്ചു, യേശുവിന്റെ ജഡത്തിൽ വന്നു, അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ പിശാചിനെ കൺഫസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൺഫസ് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കി. ചിലപ്പോൾ ചിലർക്ക് ആവശ്യമില്ലാത്ത കുറ്റബോധമായിരിക്കും. ചിലർ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ എനിക്ക് ആരോ വന്ന് എന്നോട് പ്രവചനം പറഞ്ഞു എനിക്കെന്തോ ഭൂതബാധ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വരുന്ന കേസസ് ഉണ്ട്. പക്ഷെ അവർക്കൊന്നും കാണത്തില്ല. അപ്പൊ ഞാൻ പറയും, നിങ്ങൾക്ക് ഹൃദയത്തിൽ ഞാൻ പറയുന്നത് കൺഫസ് ചെയ്യും, അത് ഏറ്റുപറയാം. അപ്പൊ അവർ ഏറ്റുപറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ വേറെ കുറ്റബോധത്തിനൊന്നും ആവശ്യമില്ല, ഞാൻ പ്രാർത്ഥിക്കാം, അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പല എക്സ്ട്രീംസിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിലുള്ള ഭൂതഗ്രസ്തരും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. യേശുവിന്റെ നാമത്തിൽ അത് ശാസിച്ചാൽ അത് വിട്ടുപോകും. നമുക്ക് യേശുവിന്റെ നാമത്തിൽ അധികാരമുണ്ട്. എന്നാൽ ഇതെല്ലാം അങ്ങ് ഭൂതവാദം പ്രേതവാദം ഒക്കെ പറഞ്ഞ് വേറൊരു എക്സ്ട്രീമിലോട്ടും പോരുത്, ഇതൊന്നും ഇല്ലെന്ന് പറയുന്നത് വേറെ എക്സ്ട്രീമിലോട്ടും പോരുന്നുള്ള ആ ഒരു ബാലൻസ് നമ്മള് പിന്നെ ദൈവം തന്നെ നമുക്ക് ആ ഒരു വിവേചനം നമ്മള് കാസ്റ്റ് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളെന്നുണ്ടെങ്കിൽ കർത്താവിന് നമുക്ക് ആ സമയത്ത് അതിനൊരു വിവേചനവും അതുപോലൊരു അഭിഷേകവും കാര്യങ്ങളൊക്കെ ദൈവം തരും എന്നുള്ള കാര്യങ്ങളൊക്കെയാ പറയാനുള്ളത്. അമേസിങ് സാറേ, ഡോക്ടർ കാസ്റ്റിംഗ് ഔട്ട് ഡെമൺസ്. അതെ. എനിക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരിക്കൽ എൻ്റെ മൊബൈലിൽ ഒരു കോൾ വന്നു. എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറാണ്, ഒരു മിഷണറി ഡോക്ടറാണ്, ലേഡി.
ഡോക്ടറാണ്. ആ, ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ ഓഫീസിൽ ഒരു പ്രശ്നം. ഞാൻ ആ, ഒരു പേഷ്യൻറ്റിൻ്റെ ഔട്ട് പേഷ്യൻ്റ് ആ, OPD നടക്കുമ്പം പെട്ടെന്ന് ആ പെങ്കൊച്ചിന് ഭൂതം ഇളകി, പാസ്റ്റർ ദേ എൻ്റെ റൂമിൽ ഭൂതം ഇളകി നിൽക്കുന്നു. അങ്ങനെയുള്ള ഡോക്ടേഴ്സ് നമുക്കുണ്ട്. ദോസ് ഹു ആർ റെഡി ടു കാസ്റ്റ് ഔട്ട് ഡെമൺസ്. അതെ 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 ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ചില സഹോദരങ്ങളൊക്കെ തന്നെ നമ്മളെ ഫോൺ വിളിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നവരും ഒക്കെ ഉള്ളവരുണ്ട്. അപ്പം ഇന്ന് മീഡിയയുടെ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പം കർത്താവിനെ ഏത് രീതിയിലും ആവശ്യക്കാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമൊക്കെ സാറിൻ്റെ വലിയൊരു ഫീൽഡ് വളരെ നമുക്ക് പ്രയോജനമാണ്. കാരണം ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം സാറിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തരാൻ പറ്റും. ആസ് എ പേഴ്സൺ ഹു നോ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ആസ് എ പേഴ്സൺ ഈ എന്താ പറഞ്ഞ ഈ അദർശ ലോകം അൺസീൻ വേൾഡിലും ചിലതുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ എന്ന അതെ നിലയിൽ ഒത്തിരി അതെ ചോദ്യങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. പലപ്പോഴും ഈ പലർക്കും സാറ് പറഞ്ഞ ഒരു ഫാക്റ്റാണ്, പലരും ഇങ്ങനെ മാനസിക പ്രശ്നങ്ങളെ പോലും ഭൂതബാധയായിട്ട് തെറ്റിദ്ധരിക്കും. അത് കണ്ട് തെറ്റിദ്ധരിക്കാതെ മരുന്ന് അതുപോലെ എടുക്കാതെ പ്രാർത്ഥന മാത്രം. ചിലർ അതെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടർ ഇതങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാ മരുന്ന് എടുക്കുന്നത്? അപ്പൊ ഞാൻ പറയും, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പം ദൈവം ഹീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. പക്ഷെ ദൈവം ഹീൽ ചെയ്യുന്നില്ല നമ്മളിപ്പം, അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ദൈവം ഹീൽ ചെയ്യുന്നില്ലെങ്കിൽ അതെ നമ്മളപ്പം നെക്സ്റ്റ് ലോജിക്കൽ സ്റ്റെപ്പായിട്ട് യാ. സാറ് മെഡിസിൻസ് സാറ് പറഞ്ഞത് വളരെ എടുക്കുന്ന. പെർഫെക്റ്റാണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ അതെ പറ്റുന്ന ഒരു കാര്യം. ഞാൻ പലപ്പോഴും അതെ കൃപയാൽ ഈ നോർത്ത് ഇന്ത്യ ശുശ്രൂഷിക്കുന്നുണ്ട്. നൂറുകണക്കിന് ആളുകളിൽ നിന്ന് ഈ ഭൂതങ്ങളെ അതെ പുറത്താക്കാനുള്ള ഒരു ശുശ്രൂഷ അത് നോർത്ത് ഇന്ത്യയിലെ സംശയമില്ല. അതെ അപ്പം തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും ഇവരെ കൊണ്ട് കൺഫസ് ചെയ്യിക്കാൻ ശ്രമിക്കും. അതായത് ഞാൻ യേശുവിൻ്റെ മകനാണ്, മകളാണ്, പിശാച് നിനക്ക് എൻ്റെ മേൽ അനുവാദമില്ല, അധികാരമില്ല. അവകാശമില്ല, മൈ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് അവരെ കൊണ്ട് അതെ തന്നെ കൺഫസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെൻ്റ് ആകുമ്പോൾ അവർ നിർത്തും. ഞാൻ യേശുവിൻ്റെ മകനാണ്, മകളാണെന്ന് പറയത്തില്ല. ഞാൻ യേശു യേശു എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തും. അല്ലെങ്കിൽ പിന്നെ കൊലോസി ലേഖനത്തിലെ വാക്യമുണ്ട്, വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി. ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇത് പ്രശ്നമാകും. അപ്പോൾ നമുക്ക് ഒരു എന്താ ടെസ്റ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന പോലെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ സാറേ. സാറും അത് തന്നെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ അത് എൻകറേജിങ് ആയിട്ട് തോന്നി. പല കേസുകളിലും ഇപ്പോൾ ചിലപ്പോൾ ഈ ചില എന്താ പറഞ്ഞ ശരീരത്തിലെ ബ്ലഡിലുള്ള ഫോർ എക്സാമ്പിൾ സോഡിയത്തിൻ്റെ കുറവ്, തൈറോയ്ഡ് ഇഷ്യൂസ്, ഇതൊക്കെ ആളുകൾ ഇങ്ങനെ പിച്ചും പെയ്യും ഒക്കെ പറയും. അതിനെപ്പോലും ഭൂതമാണെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയി പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളുണ്ട്. അപ്പോൾ സൈക്കാട്രിക്ക് തന്നെയല്ല, കെമിക്കൽ പ്രശ്നങ്ങൾ കൊണ്ടും ശരിക്കും ഈ കാലത്ത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ദൈവദാസന്മാരുണ്ടാകണം. നമ്മുടെ അറിവ് കൊണ്ടും ആത്മാവിലും ഒക്കെ വിവേചിച്ച് വേണം ഈ കാലത്ത് ഈ ശുശ്രൂഷ ചെയ്യാൻ. പഴയ കാലമല്ലല്ലോ. അല്ലെങ്കിൽ അപഹസിക്കപ്പെടും. എല്ലാ സാധ്യതകളും നമ്മൾ അന്വേഷിക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ ശുശ്രൂഷ അത് ദൈവരാജ്യത്തിന് വളരെ ശോഭയുള്ള ശുശ്രൂഷയായിട്ട് നിൽക്കത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. നമ്മളിങ്ങനെ സംസാരിച്ചാൽ ഒത്തിരി സംസാരിച്ചു പോയി സാറേ. എനിക്ക് ചോദിക്കാൻ ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഈ മനസ്സിൻ്റെ ഇരിപ്പിടം എവിടെയാണെന്നൊക്കെ ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട്. തലച്ചോറാണോ, ഹൃദയമാണോ? ഇതൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണല്ലേ? ഞാനത് പറയുന്നത് വെച്ചാല് നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസിന്റെ ഒരു ഓൾ ടുഗദർ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ടേമാണ് മനസ്സെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ദേഹി എന്ന് പറയുക, നമ്മുടെ ദേഹി സോൾ. അതിൽ 3 പാർട്ടായിട്ട് നമ്മൾ പറയുന്നതാണ്. ഒന്ന് മൈൻഡ്, പിന്നെ ഒന്ന് ഇമോഷൻസ്, വേറൊന്ന് വിൽ പവർ. അപ്പൊ ആ സോൾ അല്ലെങ്കിൽ ദേഹി എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഫങ്ഷൻസ്. എന്നാൽ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അതിനെക്കാട്ടിൽ ആഴത്തിലുള്ളത് ന്യൂമ സ്പിരിറ്റ്. അത് അത് അസ്പൃശ്യം ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് സ്ഥലകാലത്തിന് അതീതമായിട്ടുള്ള ഒരു കാര്യമാണ് ആത്മാവ്. ദൈവനിത്യതയ്ക്കായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഒന്നുകിൽ കർത്താവിന്റെ കൂടെ സ്വർഗത്തിൽ, അല്ലെങ്കിൽ നരകാഗ്നിയിൽ നിത്യമായിട്ടുള്ളതാണ് ആത്മാവും ദേഹിയാണെങ്കിലും. എന്ന ഈ ദേഹി എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ അതിലാണ് ഈ മൈൻഡ്, തിങ്കിങ് കപ്പാസിറ്റി, ചിന്തിക്കുന്ന, പിന്നെ ഇമോഷൻസ്, ഫീലിംഗ് കപ്പാസിറ്റി, നമ്മുടെ വികാരങ്ങൾ, പിന്നെ വിൽ പവർ, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. അപ്പം ആ ഒരു ബ്രെയിനിന്റെ ഫങ്ഷൻസ് ആണ് നമ്മുടെ സോള്, നമ്മുടെ ദേഹി. നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങനെ മനസ്സിലാക്കാവും. ചോദ്യങ്ങൾ നിർത്തുകയാണ്. എനിക്കൊരു ഒത്തിരി അനുഭവങ്ങൾ ഇനിയും സാറിനുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തെങ്കിലും അങ്ങനെ ആർക്കെങ്കിലും ഞാൻ ഇപ്പൊ ആയിരിക്കുന്ന ചർച്ചിന്റെ ചാനലിൽ CFC കായംകുളം ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച് CFC കായംകുളം എന്നുള്ള ചാനലിൽ തന്നെ നമ്മുടെ മെസ്സേജസും കാര്യങ്ങളും ഒക്കെ അപ്ലോഡഡ് ആവുന്നുണ്ട്. പിന്നെ ഈ സൈക്കട്രി റിലേറ്റഡും, പിന്നെ ഈ അതുപോലെ വചനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെയും പല വീഡിയോസ് ഒക്കെ എൻ്റെ പേഴ്സണൽ ചാനലിൽ ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി എന്നുള്ള ആ ഒരു ചാനലിലൊക്കെ അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ആ ഒരു തരത്തിലുള്ള യുവജനത്തിന്റെ ഒരു ദാഹത്തില് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങോട്ടൊക്കെ വന്ന് കേൾക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ അതിന് സ്വാതന്ത്ര്യം. ദൈവം സഹായിക്കട്ടെ സാറേ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കുന്നു. സ്നേഹനിറഞ്ഞ പിതാവേ, യേശുവേ, കർത്താവേ നന്ദി, കർത്താവേ നന്ദി. പ്രിയ ഫിനിസാറിലൂടെ അവിടുന്ന് ചെയ്യുന്ന വലിയ പ്രവൃത്തിക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഞങ്ങളെ കേൾക്കുന്ന കർത്താവേ, ഈ അസാധ്യ മലയാളം ചാനലിന്റെ പ്രേക്ഷകരെ എല്ലാവരെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലയിടങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ, പല അവസ്ഥകളിലായിരിക്കുന്നവരുണ്ട്. കർത്താവെ, അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നും മാറ്റമില്ലാത്തവനാണ്. കർത്താവെ, അവിടുന്ന് ഗിലെയാദിൻ വൈദ്യൻ. കർത്താവെ, ആ മനസ്സിനെ തണുപ്പിക്കുന്ന കർത്താവെ, ആത്മാവില് പ്രാണനിലെല്ലാം ആശ്വാസം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, അവിടുന്ന് തന്നെ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ മറുപടി ചേർത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധിയിലുള്ള ആനന്ദത്തിന് പരിപൂർണ്ണത അനുഭവിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവെ, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ചെറുപ്പക്കാർ മുതൽ വയോധികർ വരെ എല്ലാവരും കർത്താവെ, എല്ലാവരും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പല രോഗക്കിടക്കയിലും, പല പ്രയാസങ്ങളിലും, പല കുടുംബ ബന്ധങ്ങളിലുള്ള പല ഉലച്ചിലുകളിലുള്ള പല കയ്പിലും പ്രയാസത്തിലും പല ഭാരങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവർ, രോഗാവസ്ഥകളിലൊക്കെ ആയിരിക്കുന്നവർ, പല വേദനകളിലും ശാരീരികവും മാനസികമായിട്ടുള്ള വേദനകളിലൊക്കെ ആയിരിക്കുന്നവരൊക്കെ ഇത് തന്നെ കേൾക്കുന്നുണ്ടല്ലോ. യേശുവെ, അവിടത്തേക്കൊന്നും അസാധ്യമല്ല. കർത്താവ്, ദേശത്തുള്ള അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ഞങ്ങളെ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണം, വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം വായിച്ചവരെല്ലാം സൗഖ്യമാക്കണം, വിടുവിക്കണം, ആവശ്യങ്ങളോട് കൂടി ഇരിക്കണം. കർത്താവിൽ സമർത്ഥമായിട്ടുള്ള വലിയൊരു സന്തോഷത്തോടെ സമാധാനത്തോടെ അവരെല്ലാം ജയോത്സവമായിട്ട് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ അനേക ഇടങ്ങളിൽ കർത്താവെ, അവിടുത്തെ സുവിശേഷം ഇനിയും എത്തേണ്ട ഇടങ്ങളിലെല്ലാം എത്തി അവിടുത്തെ സഭകൾ കർത്താവ്, അവിടുത്തെ നിർമ്മല സുവിശേഷം, അവിടുത്തെ നിർമ്മല വചനം മുറുകെ പിടിക്കുന്ന സഭകൾ സ്ഥാപിക്കപ്പെട്ട് അവിടുത്തെ നാമത്തെ അങ്ങ് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവിനാടിലും കർത്താവെ, ഒരുക്കപ്പെട്ട ഒരു ജനമായിട്ട് കാണപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ആരും വീണുപോകാൻ ഇടവരുതെന്ന് പ്രാർത്ഥിക്കുന്നു. വീണാലി എഴുന്നേറ്റ് കർത്താവെ, ഞങ്ങളുടെ പ്രിയന്റെ മാർവിലേക്ക് ചാരുവാൻ ഞങ്ങളെ കർത്താവെ ഓരോരുത്തരെയും സഹായിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്യും, ചോദിക്കുന്ന നൽകുന്ന ആത്മപരമായിട്ട് ചെയ്യും. പ്രാർത്ഥന കേട്ടത് നീ ഒന്ന് സ്തുതിക്കുന്നു. കർത്താവെ, ഈ മിനിസ്റ്ററിനെ അനുഗ്രഹിച്ചാട്ടെ, ഫിനിസാറിനെയും മാഡത്തെയും കർത്താവെ കുടുംബമായിട്ട് അനുഗ്രഹിച്ചാട്ടെ. എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ട് നീ ഒന്ന് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതൃകയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസം കാവൽ നമ്മളെല്ലാവരുടെ മേലും, പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ഡോക്ടറുടെ മേൽ, തെറ്റ കുടുംബത്തിന് മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു സാറേ. പ്രാവശ്യം നന്ദി പറയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. കുറേ സമയങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ, ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സാറിനും ബാക്കി എല്ലാ പ്രേക്ഷകർക്കും എല്ലാം ഒരുപാട് നന്ദി. താങ്ക് യു. ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. Thank you. God bless you all. Have a wonderful time.